വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത മത്തിലേക്കുള്ള ചൂണ്ടാണ്. അടുത്ത മത്തിന് എന്താണ്? വൽ മുഹദിസുലിൽ ആലമി ഹുവല്ലാഹ് എന്ന മത്തിന് നമുക്ക് ചൂണ്ടിക്കൊണ്ട് വലമ്മാ തബത്ത ഇപ്പോൾ സ്ഥിരപ്പെട്ടപ്പോൾ സോറി ഗുബുർ ഒന്നുകൂടി എടുത്ത് ആവർത്തിക്കുകയാണ്. അന്നൽ ആലമ മുഹദ്ദസുൻ ആലം ഫുള്ള് മുഹദ്ദസാണ് എന്ന് സാബിത്തായപ്പോൾ ഇപ്പോൾ മഅലൂമുൻ ആദ്യം അറിയപ്പെട്ടതുമാണല്ലോ എന്ത്? അന്നൽ മുഹദ്ദസ ലാ ബുദ്ദ ലഹു മിൻ മുഹ്ദിസിൻ. ഏതൊരു മുഹദ്ദസനും മുഹദ്ദിസുമാണല്ലോ. അത് നമുക്ക് ലറൂറത്തെന്ന് അറിയപ്പെട്ട കാര്യമാണല്ലോ. ലറൂറത്തിനായി അർജിഹി അഹദി തൊർഫയിൽ മുംകിനി, ഒരു മുംകിനിന് രണ്ട് തൊർഫിൽ നിന്ന് ഒന്നിലേക്ക് മുൻഗണന കൊടുക്കൽ മുഹാലാകൽ ലറൂറത്താണല്ലോ. മിൻ വൈരി മുറജിഹിൻ, മുറജിഹിനെ കൂടാതെ. ഇപ്പം മഴ പെയ്യാനും പെയ്യാക്കാൻ സാധ്യത ഉണ്ടായപ്പോൾ പെയ്യുക എന്ന കാര്യം തെർജിഹി എന്ന ഒരാൾ വേണ്ടേ? ഇപ്പം ഈ കൈ പൊക്കുകയും ചെയ്യുക താഴ്ത്തുകയും ചെയ്യുക. ഇപ്പം ഞാൻ താത്തലായിക്കോട്ടെ തെർജിഹി ചെയ്യാൻ ഒരാൾ വേണം, അല്ലെ പൊക്ക വേണ്ട തെർജി ചെയ്ത ഒരാൾ വേണം. അപ്പം മുമ്കിനായ സംഗതിക്കുന്നിൽ നിന്ന് രണ്ട് തുറഫുണ്ടാവും. ആകാം, ആകണ്ട. അതിൽ നിന്ന് ഏതെങ്കിലും തെർഫിനിക്ക് തെർജീഹ് മുറജിഹില്ലാതെ തെർജീഹ് മുംതനിയാണ് എന്നത് ലറൂറത്തായതിന് വേണ്ടിയിട്ട് ഒരു മുഹദിസ് ഇല്ലാതെ ഏതുണ്ടാവില്ല, മുഹദസ് ഉണ്ടാവൂല എന്നത് നമുക്ക് അറിയപ്പെട്ട കാര്യവുമാണ്. ഇങ്ങനെ വന്നപ്പോൾ സബത്ത, ഇതാണ് ലമ്മൻ്റെ ജവാബ്, സാബിത്തായി അന്നലഹു മുഹദിസൻ, ഈ ആലമിന് ഒരു മുഹദിസ് ഉണ്ട് എന്ന് ഉറപ്പായി. ഏതൊരു സാധനം ഉണ്ടെങ്കിലും മുംകിനായൊരു സാധനമാണെങ്കിൽ അതിനിക്ക് വലിയൊരു ജാനിബിൽ നിന്ന് ഒരു ജാനിബ് തെർജീഹ് ചെയ്യുന്ന ഒരാൾ വേണം. ആ തെർജീഹ് ചെയ്യുന്ന ആൾക്കാണ് മുഹദ്ദിസ് എന്ന് പറയാം. ആ മുഹദ്ദിസുൽ ആലമി ഹുവല്ലാഹ്. ആ ഈ ആലം അല്ലല്ലാത്ത എല്ലാത്തിനോട് പറഞ്ഞ പേരാണെന്ത്? ആലം. ഈ ആലമിനെ ഇഹിദാദ് ചെയ്തവൻ അള്ളാഹുവാണ്. ഈ അള്ളാഹുവിന് എന്താ മാനക്കെന്ന് നോക്കുക. അള്ളാഹുവിൻ്റെ മാന അത് ദാത്തുൽ വാജിബുൽ വുജൂദി, വുജൂദ് നിർബന്ധമായ ദാത്ത്. അപ്പോൾ ഇനി ഇതിന് ചോദ്യമല്ല ഓൻ ആരുണ്ടാക്കിയെന്ന് ചോദ്യമല്ല. കാരണം ഓൻ്റെ വുജൂദ് എന്താണ്? വാജിബായ വുജൂദാണ്. വുജൂദ് വാജിബാരാണെന്ന് ഓൻ്റെ മുഹദ്ദിസ് വേറെ ആവശ്യം ഇല്ല. അല്ലദീ യകൂനു വുജൂദുഹു മിൻ ദാത്തിഹി, ആ വാജിബ് വുജൂദിൻ്റെ വുജൂദ് ഓൻ്റെ ദാത്തിൽ നിന്ന് തന്നെയാണ്. വലാ യഹ്താജു ഇലാ ഷൈഇൻ അസ്ലൻ, വേറെ നിലയ്ക്ക് ആവശ്യമില്ല. ഓൻ സമതാണ്. പിന്നെ അതാണ് ഖുർആൻ പറഞ്ഞത് അല്ലാഹു സമദ് പറഞ്ഞ്. ദാതുൽ വുജൂദായ അള്ളാഹു സമദാണ്. ഓനക്ക് ആരും ആവശ്യമല്ല, ഓനിലേക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. പിന്നെ ഇത് ലൗകാന ജായിദുൽ വുജൂദി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന വാജിബ് വുജൂദായ അള്ളാഹു ജായിദുൽ വുജൂദായിരുന്നുവെങ്കിൽ ലകാന മിൻ ജുംലത്തിൽ ആലം, അപ്പോൾ ഓനും ആലമാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് ആരെ പറ്റിയാണെങ്കിൽ അവനും എന്താണ് എങ്കിൽ ജായിദുൽ വുജൂദ് ആണ് എങ്കിൽ അത് വരുപെടും, ആലമിൽ പെടും. ഫലം മസിഹ മുഹദിസൻ ലിൽ ആലമി, അപ്പം പിന്നെ ഓൻ എന്തിനു പറ്റൂല? യസ്ലുഹു നന്നാവൂല, ഈ ആലമിനെ ഹിദാസ് ചെയ്യുന്നവനാകാൻ പറ്റൂല. ഇപ്പോൾ മുബ്ദി അല്ലഹു, അതിനെ തുടങ്ങി പടച്ചവനാകാനും പറ്റൂല. അന്നൽ ആലമ, ഏതോടുകൂടെ ഈ ആലം എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലി ജമീഇമാ യസ്ലുഹു അലമൻ അല വുജൂദി മുബ്ദിഇൻ ലഹു, അതിലേക്കുള്ള ഈ മുബ്ദിഇൻ്റെ വുജൂദിൻ്റെ മേലെ അടയാളമാകാൻ നന്നാവുന്ന ഒന്നിനൊക്കെ പറഞ്ഞ പേരാണ് എന്ത്? ആലം. അപ്പോൾ അത് മുബ്ദി ഉണ്ട് എന്നതിനിക്ക് അലാമത്താകാൻ പറ്റുന്ന എല്ലാത്തിനും പറഞ്ഞ പേരാണെന്ത്? ആലം. അലമീന്ന് പോന്നാണ് ഏത്? അലിമീന്ന് പോന്ന അല്ല ആലം, അലമീന്ന് പോന്നാണ്. അലമ എന്ന് പറഞ്ഞാൽ അടയാളമായി എന്നർത്ഥം. അപ്പോൾ ആലം എന്ന് പറഞ്ഞാൽ അടയാളം. എന്തിനടയാളം? മുഹദിസിനിക്കുള്ള അടയാളം. അപ്പോൾ ഈ അപ്പം ആലം എന്ന് പറഞ്ഞത് എല്ലാത്തിൻ്റെയും കൂടിയും മുഹദിസായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടി പറഞ്ഞ പേരാണ് എന്ത്? ആലം. അപ്പോൾ ആലമിൻ്റെ മുഹദിസ് ആജിബുൽ വുജൂദായ അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കരീബും പിന്നെ അതാന്നല്ല നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം നമ്മൾ ആലമിൻ്റെ മുഹദിസ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിനിക്ക് ഒരു കാരണം പറഞ്ഞാണ് ഇതിലോ കാന ജായിദൽ വുജൂദില കാന ജുംലത്തിൽ ആലമി, ഇങ്ങനെയൊക്കെ പറഞ്ഞിനി. ഇനി പറയാം അപ്പോൾ ഖരീബും മിൻ ഹാദ, ഇപ്പോൾ ഈ പറഞ്ഞതിനോട് സമാനമാണ്, ഖരീബാണ്. അതാണ് നേരത്തെ ലൗകാന ജായിദൽ വുജൂദില കാന ജുംലത്തിൽ ആലമി, ഇങ്ങനെയല്ലോ പറഞ്ഞിനി, അല്ലേ പറഞ്ഞു, ലാസ്റ്റങ്ങനെ പറഞ്ഞിനി. അതിനോട് യോജിപ്പുള്ളതാണ് മാ യുഖാലു, പറയപ്പെടുന്ന ഒന്ന്. ഇനി ഇന്ന മുബ്ദി ആന്നും വായിച്ചാൽ ഈ കാലിന് മക്കൂലാന്നില്ലൽക്ക്, അല്ലെങ്കിൽ മായിൽ നിന്ന് ബദലാക്കിയാണ്ട് അന്നാന്നും വായിക്കാം. എന്താണ് ആ മായിക്കാലോ? ഇന്ന മുബ്ദി അൽ മുംകിനാത്തി, നിശ്ചയമായിട്ടും ഈ മുംകിനാത്തിനൊക്കെ
തുടങ്ങിപ്പടച്ചവൻ, ബി അസ്ലിഹ അത് മുഴുവനും തുടങ്ങിപ്പടച്ചവൻ, ലാബുദ്ദായകൂന വാജിബൻ അത് വാജിബാകൽ കൂടാതെ കഴിയൂല. മുംകിനാത്തെ തുടങ്ങി പഠിച്ചപ്പോൾ വാജിബാകണം. ഇത് കാരണം ലൗകാന മുംകിനൻ, ആ മുബ്ദിഉം ഒരു മുംകിനാണെങ്കിൽ, മുംകിനാത്തിനെ ഉണ്ടാക്കിയവനും മുംകിനാണെങ്കിൽ, ലക്കാന ആ മുബ്ദിആവും ഈ ജുംലത്തിൽ മുംകിനാത്തി. പിന്നെ ബി അസ്ലിഹാൻ മുംകിനാത്തില്ലേ, ആ മുംകിനാത്തിൽ ഈ മുംകിനും പെടും. ഫലം യക്കുൻ ഉബദിയല്ലഹ, അപ്പോൾ മുംകിനാത്തിൻ്റെ ഉബദിയും ആവൂലത്. അത് വാജിബല്ലെങ്കിൽ പിന്നെ ഈ മുംകിനാത്തിൻ്റെ അസറിൻ്റെയും എന്നാ ഉബദി ഏതാവും? ആ മുംകിനാത്ത് പെട്ട ആൾ തന്നെ ആവും. വക്കമു ചെറുങ്ങനെ തോന്നും, അന്നഹാദ നിശ്ചയമായിട്ടും ഇപ്പം ഈ പറഞ്ഞത് ദലീലാണ് അല ഉജൂദി സാനിഇ അള്ളുണ്ട് എന്നതിന് മേലിൽ, ഇതിനൊക്കെ സെട്ടാവുണ്ടെന്നതിന് മേലിൽ മിന്നൊരു ഇഫ്തിക്കാരില്ല ഇബ്താലി തസൽസുൽ ബാത്തിലേക്ക് ആവശ്യമാകൽ കൂടാതെ തന്നെ. തസൽസുൽ ബാത്തിലാക്കി കാരണം ഇതെവിടെ നിന്നുണ്ടായി അതുകൊണ്ട്, അതെന്തുണ്ടായി അതുകൊണ്ട്, അതെന്തുകൊണ്ടുണ്ടായി അതുകൊണ്ട്, അങ്ങനെ 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 പോയി തീരാതെ പോണതിന് പേരാണെന്ത് തസൽസുൽ. അപ്പോൾ തസൽസുൽ ഇവിടെ പോയി മുട്ടണമല്ലോ. ഈ തസൽസുൽ ബാത്തിലാക്കാതെ തന്നെ ഇത് ദലീലാവും എന്ന് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെ കഥാലിക്ക അങ്ങനെയല്ല. പിന്നെയോ ബൽഹുവ ഇഷാറത്തുൻ, ഇവർ പറഞ്ഞ വാക്ക് സൂചനയാണ്. ഇല അഹരി അതില്ലത്തി പുത്തിലാദി തസൽസുലി തസൽസുൽ ബാത്തിലാകേണ്ട ദലീലുകളിലേക്ക് ഇഷാറത്ത് തന്നെയാണ്. അതായത് സൂചന ശരിക്കും അറിയില്ല. ഇവർ എന്താണ് മുംകിനാത്ത് ഏതുകൊണ്ടുണ്ടായി? വാജിബ് കൊണ്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇതും മുംകിനിൽ പെട്ടുപോകും എന്നല്ല പറഞ്ഞ്. കറക്റ്റാണല്ലോ പറഞ്ഞുക. ബഹുവ അത് അന്നഹു നിശ്ചയമായിട്ട് കാര്യം, ലൗ തറത്തബത്ത് സിൽസിലത്തുൽ മുംകിനാത്തി ലായിലാ നിഹായ അറ്റമില്ലാത്ത മുംകിനാത്തിൻ്റെ സിൽസില അങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ, ലഹത്താജത്ത് ഇല ഇല്ലത്തിൻ അവസാനം പോയി കണ്ടൊരു ഇല്ലത്തിലേക്ക് ആവശ്യമാവും. അതുകൊണ്ടൊന്നുണ്ടായി മറ്റേ കാരണത്തിനാൽ, അതുകൊണ്ടൊന്നുണ്ടായി മറ്റേ കാരണത്തിനാൽ. ഇതാരെ ഉണ്ടാക്കിയത്? അത് ചങ്ങായി ഉണ്ടാക്കി. അതാരെ ഉണ്ടാക്കി? ഓനെ മറ്റോ ഉണ്ടാക്കി. ഓനാരെ ഉണ്ടാക്കിയത്? ഓന. അങ്ങനെ അങ്ങനെ പോയി പോയി എന്താവും? ഈ ഇല്ലത്തിക്ക് ആവശ്യമാകും. വഹിയ ഇല്ലത്തിലാജൂസും നഫ്സഹ നഫ്സാൻ പാടില്ല. അങ്ങനെ ഇതിനാരെ ഇല്ല ഉണ്ടാക്കി? മൂപ്പരിനെ ഉണ്ടായി ഉണ്ടാൻ പറ്റൂല. അതുപോലെ തന്നെ വല ബാലാകാനും പറ്റൂല. ഇതിനാരെ ഉണ്ടാക്കി? അയിൽപ്പെട്ട ഒരാൾ, അതും പറ്റൂല. എന്നാൽ അതന്നെ അതും പറ്റൂല. എന്നാൽ അതിൻ്റെ ബാലോ അതും പറ്റൂല. ലിസ്തിഹാലത്തി കൗലി ഷൈല്ലത്തല്ലി നഫ്സിഹി വലി ഇലലിഹി, ഒരു ഷൈ അതിൻ്റെ നഫ്സിലേക്കിലെത്താൻ പാടില്ല, ഇല്ലത്തിൽപ്പെട്ട ഇല്ലത്തിലേക്കും ഇല്ലെത്താൻ പാടില്ല. ഇവല്ലെങ്കിൽ ഹാരിജനഹ വെളിയിലെ സാധനമാവണം. ഇതിൻ്റെ ഇല്ലത്തിന് വെളിയിലെ സാധനമാവണം. അതിൽപ്പെട്ട സാധനമോ അതോ ആകാൻ പാടില്ല. പിന്നെന്ത് വേണം? പുറത്തുള്ള ഒരാളാവണം. ഫതകൂനു വാജിബൻ, ആ പുറത്തുള്ള ഇല്ലത്തൻ്റെ വികാരം വാജിബാണ് വികാരം. ഇപ്പോൾ തങ്കത്തു സിൽസില, അപ്പം ഏത് ചങ്ങല അവിടെ മുറി, അപ്പം ചങ്ങല മുറി. ഏതെങ്ങനെ ഉണ്ടായി? ഉണ്ടായി. അതാരെ ഉണ്ടാക്കി? ഏറ്റവും ഉണ്ടാക്കി. ഓനാരെ ഉണ്ടാക്കി? ഏറ്റവും ഉണ്ടാക്കി. മറ്റേനുണ്ടാക്കി ഓന് വാജിബ ഒരാളുണ്ടാക്കി. ഇപ്പം റെഡിയായി. അപ്പോൾ തസൽസുൽ ബാത്തിലായി. അപ്പോൾ ശരിക്കും തസൽസുൽ ബാത്തിലാക്കുന്ന മറുപടി തന്നെയാണ് ഇവർ പറഞ്ഞത്. വമിൻ മഷ്ഹൂരിൽ അദില്ലത്തി ബുർഹാനു തത്ബീഖ്, പ്രസിദ്ധമായ ഒരു ദലീലാണേത്? തസൽസുൽ ബാത്തിലാക്കാൻ ബുർഹാനു തത്ബീഖ് എന്ന സംഗതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ മഷ്ഹൂരിൽ അദില്ലത്തി, ദലീലുകളുടെ കൂട്ടത്തിൽ നിന്ന് മഷ്ഹൂറായതിൽപ്പെട്ടതാണ്. സിഫത്തിന് മൗസൂഫാത്ത് ഇതൊക്കെയാണ്. അപ്പോൾ അതില്ലത്തിൽ മഷ്ഹൂറാത്തി എന്നായിപ്പോൾ. പിന്നെ അതിൽപ്പെട്ടതാണ് എന്ത്? ബുർഹാനു തത്ബീഖ്. ബുർഹാനു തത്ബീഖ് എന്ന് ഇതിൻ്റെ അഹ്ലുകാർ പേര് വിളിക്കുന്ന ഒരു ബുർഹാൻ. എന്താണ് ആ ബുർഹാന്? വഹുവ അത് അൻതഫിരില്ല, നീ സങ്കല്പിക്കലാണ്, മിനൽ മഅലൂലിൽ അഖീരി, ഇല്ലത്തോണ്ടുണ്ടായത് മഅലൂല്, അതുകൊണ്ടുണ്ടായത് അതിൻ്റെ മഅലൂല്, അതുകൊണ്ടുണ്ടായത് അതിൻ്റെ മഅലൂല്, അങ്ങനെ പോയി പോയി അവസാനത്തെ ഒരു മഅലൂല് എടുത്തിട്ട് ആ മഅലൂലും വന്ന് അങ്ങനെ ഫർളിയ്യ ഇല ഗൈരി നിഹായ, അറ്റമല്ലാത്തോടത്തേക്ക് ജുംലത്തിൻ്റെ കൂട്ടത്തിനെ നമ്മൾ ബോർഡ് പേജിൽ കാണിച്ച ഓർമ്മയല്ലേ? ഒരു മഅലൂലിനെ അഖീർ തക്ദീർ ചെയ്യുക, ഒരു സെയ്ദോ അംറോ എന്തിലേക്കോട്ടെ, എന്നിട്ട് അങ്ങനെ ഓൻ്റെ വാപ്പാൻ്റെ ഇല്ലത്ത്, ഓൻ്റെ വലിയാപ്പ അതിൻ്റെ ഇല്ലത്ത്, അതിൻ്റെ വാപ്പ അതിൻ്റെ ഇല്ലത്ത്, അങ്ങനെ ഒരു മഹലൻ അങ്ങനെ അങ്ങനെ ഫർള് ചെയ്യുക. എങ്ങോട്ട് ഇല്ല ഒരു നിഹായത്തിലേക്ക് അങ്ങനെ പോവാണ്, തീരൂല. അങ്ങനെ
വമിമ്മാ ഖബ്ലഹു ബിവാഹിദ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള മഅലൂലിൽ നിന്ന് ഫർളിയ്യലാണ്. മസലൻ ഈ ഒന്നൊരു ഉദാഹരണം പറഞ്ഞ് രണ്ട് മുതൽക്കാരും കുഴപ്പമില്ല. എങ്ങോട്ട് ഇലാ ഒരു നിഹായ, അതും ഒരു നിഹായത്തിലേക്ക് അങ്ങനെ ഫർളിയ്യ. എന്നിട്ട് സുമ്മ തുതബ്ബിക്കൽ ജുംലത്തൈനി, ഈ രണ്ടിനും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കുക. എന്നെ തത്ബീക്കിനത് യോജിപ്പിക്കുക എന്നർത്ഥം. ഈ രണ്ട് കൂട്ടത്തിന് അടുപ്പിച്ചേക്കുക. എന്നിട്ട് എന്ത് കാട്ടുക? തത്ബീക്കയിൽ എങ്ങനെയാണെന്ന് അറിയാം. ബൻ തജ്അലൽ അവ്വല മിനൽ ജുംലത്തിൽ ലൂല, ഇങ്ങനെ അടുപ്പിച്ചേക്കുക. ഇങ്ങനെ അടുപ്പിച്ചേക്കുക. ഒന്നാമത്തെ ജുംലയിൽ നിന്നുള്ള ഫസ്റ്റിനെ ആക്കുക ബിസായിൽ അവ്വലി മിന ജുംലത്തി സാനിയ, രണ്ടാം കൂട്ടത്തിൽ നിന്നുള്ളതായ അവ്വലിൻ്റെ ഇസായിലേക്ക് ഒന്നാം ജുംലത്തിൽ നിന്നുള്ള അവ്വലിനാക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് സാനിയോടും അങ്ങനെ അങ്ങനെ അടുപ്പിച്ച് വെക്കുക. വഹലുമ്പ ജറ, അതങ്ങനെ അങ്ങോട്ട് പോവുക. ആ രണ്ട് ഈ രണ്ടും, ഈ മൂന്നും ഈ മൂന്നും, ആ നാലും ആ നാലും, ആ അഞ്ചും അഞ്ചും, ഇങ്ങനെ അങ്ങനെ 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 ഈ തമ്മിൽ ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നിനെ ഇങ്ങനെ കൊടുക്കുക. തിരാതെ പോവാട്ടോ. ഇങ്ങോട്ട് ഇനി നോക്കണം. ഇങ്കാനബ ഇസായി കുല്ലി വായുതി മിന്നൂര, ഒന്നാമത്തത് ഇനി എത്ര ആണെങ്കിലും അതിൻ്റെ ഒക്കെ നേർക്ക് നേരെ നീ ആക്കി ഉണ്ടാകുകയാണെങ്കിൽ, വാഹിദ് മിനസാനിയ, രണ്ടാം കൂട്ടത്തിൽ നിന്ന് ഒന്നുണ്ടാവുകയാണെങ്കിൽ, എല്ലാവർക്കും ഒന്ന് കൃത്യം കിട്ടിച്ചോളി. ഒന്നാമത്തേൻ്റെ നേരെ രണ്ടിങ്ങനെ ഓരോന്ന് എല്ലാവർക്കും ഓരോന്ന് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ, ഒന്ന് തലക്കൽ വെച്ചിട്ടില്ല നമ്മൾ, തലക്കലൊന്നും ചെയ്തതിന് ഒന്ന് കിസും സാധ്യതയാണല്ല. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാനൻ നാക്കിസു, ഈ നാക്കിസായ കൂട്ടമാവും സായിദായ കൂട്ടം പോലെയാവും. ബഹു മുഹാലും, അത് മുഹാൽ അസംഭവ്യമാണല്ലോ. വൈല്ലം യക്കുൻ, അഞ്ഞില്ലെങ്കിലോ ഫഖദ് ഉജിത ഫില്ലൂല, ഒന്നാമത്തെ സംഘത്തിൽ എത്തിക്കപ്പെട്ടു. ഒരാളെ ലാ യൂജദ് ബിസാഇഹി, ആ ഒന്നിൻ്റെ നേർക്കെത്തിക്കപ്പെടുന്നില്ല. ഷൗമിനസാനിയ, രണ്ടാമത്തെ കൂട്ടത്തിന് ശരി എത്തിക്കപ്പെടാത്ത ഒന്ന് ഒന്നാമത്തേൽ എത്തിക്കപ്പെട്ടു. അങ്ങനെയാവുമ്പോൾ ഫസംഗത്യ രണ്ടാം സംഘം അവിടെ സ്റ്റോപ്പായി എന്നർത്ഥം. തത്തനാഹ, തീരുകയും ചെയ്യുമെന്നാണ് അർത്ഥം. വൈൻസമൈൻഹു, അപ്പോൾ അതിനാൽ നിർബന്ധമാവുന്നു തനാഹില്ലൂല, ഒന്നാം സംഘവും തീരണം. ലി അന്നഹ, കാരണം ഒന്നാം സംഘം ലാ തസീദു അല സാനിയ, രണ്ടാം സംഘത്തിനേക്കാൾ ഏറുന്നില്ലല്ലോ. ഇല്ലാ ബി ഖദിരിൻ മുതനാഹിൻ, അറ്റമുള്ള കതിർ കൊണ്ട് മാത്രമാണല്ലോ ഏറിയത്. വസായിദു അലൽ മുതനാഹി ബി ഖദി മുതനാഹിൻ, ഒരു മുതനാഹിയായ കതിർ കൊണ്ട് മുതനാഹിനേക്കാൾ ഏറിയതും യകൂനു മുതനാഹിയം ബിൽ ദറൂറ, അതും ദറൂറത്താണ്, മുതനാഹിയല്ലേ ആവുള്ളൂ. വഹാദ തത്ബീഖു, ഈ തത്ബീഖ് ഇന്നമായ കൂനു, അതുണ്ടാവും ഇവിടെ മാത്രം. ഈ ഇന്നമെന്നർത്ഥം ഫീമാ ദഖലിലാട്ടോ. ഫീമാ ദഖല ദഹത്തൽ വുജൂദി, യാഥാർത്ഥത്തിലുള്ളതിൻ്റെ കീഴിൽ മാത്രമാണ് നമ്മൾ ഈ തത്ബീഖ് എന്നുള്ള പരിപാടി നടക്കുക. ദൂന മാ, ഒന്നിനെ കൂടാതെ. വഹമിയുൻ, അതിൽ സാങ്കല്പിക മാത്രമാണ്. മഹലുൻ, തനി ഇല്ലാത്തത് വെറുതെ ഇങ്ങനെ പോത്താമ്പി പറഞ്ഞ മാതിരി വെറും വഹമിയായ സംഗതിയാണ് എങ്കിൽ അവിടേക്ക് ഇത് ബാധകമല്ല. വുജൂദിൽ മൗജൂദാത്തിൻ്റെ തഹത്തിൽ പ്രവേശിച്ചിരിക്കുക മാത്രമേ നമ്മൾ തത്ബീഖ് ഒക്കുള്ളൂ. ഫൈനഹു, എന്തുകൊണ്ടാണ് ഈ വഹമിക്ക് ഒക്കൂലാറാൻ കാരണം? ഈ വഹമി എന്ന സംഗതി എങ്കത്തിയോ ബിങ്കിത്തായിൽ വഹമി, ഇവൻ്റെ സങ്കല്പനം തീരുമ്പോൾ വഹമു തീരുമ്പോൾ അതും തീരുമെന്നാണല്ലോ അതിന് കണക്ക്. ഫല എരിദുൻ നഖലു, ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ തത്ബീഖിനെതിരെ നഖല് വരികയില്ല. എന്തുകൊണ്ട്? മെറാത്തിബില്ലാത്തത്, ഈ എണ്ണത്തിൻ്റെ മർത്തബകളെ കൊണ്ട്. എണ്ണം എന്ന സാധനം 1 2 3 4 5 6 പോയി അതിന് അറ്റം എന്ന സംഗതി തീരെ ഇല്ലല്ലോ. ഇങ്ങനല്ല പറഞ്ഞ എല്ലാത്തിനും അവസാനം ഉണ്ടാവും. അവസാനം വായുജുദിക്കത്ത് നിർബന്ധമാണ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ അതത് എന്ന സാധനം തീരൂലല്ലോ എന്ന ചോദ്യം ഇവിടെ വരൂല. യുത്തബക്ക ജുംലത്താനി, എങ്ങനെ അറിയോ? രണ്ട് ജുംലയെ എങ്ങനെ യോജിപ്പിക്കുക? ഏതാഹുമാമിനൽ വാഹിദി, ഒന്നുകന്ന് തുടങ്ങി ഇലാല നിഹായ, തീരാത്തോടത്ത് വരെ. വസാനിയ, രണ്ടാമത്തെ സിനൈനി, രണ്ടും കമ്പനി പിടിച്ചു, നമ്മുടെ ജുംല പിടിച്ചു ഇലാലയിലെ ഹാറ്റതാത്തയിലേക്ക്. അപ്പോൾ അവിടെ അത് ഈ പ്രശ്നം വരുമല്ലോ. അങ്ങോട്ട് ഇപ്പോൾ അവസാനം പോയി മുട്ടാതെ പോകണില്ലല്ലോ. അത് വഹ്മിയാണ് എന്നതിന് മറുപടി. വഹ്മിനെ വെച്ച് കൊടുത്ത് അർച്ചല്ല വലാബി മാലൂമാത്തില്ലാഹി. ഞാൻ അപ്പോൾ അത് വേറെ ചോദ്യം. എന്താ പിന്നെ മാലൂമാത്തുള്ളാഹി പറഞ്ഞ മാതിരി തീരാത്തതാണ്. നിങ്ങളൊക്കെ ഒക്കെ തീരും തന്നെയാണ്. മാലൂമാത്തുള്ളാഹി തീരൂലല്ലോ. അതുപോലെ മഖ്ദൂറാത്തുള്ളാഹി അങ്ങനെ തന്നെയാണല്ലോ, തീരൂലല്ലോ എന്ന ചോദ്യം ഇവിടെ കൊണ്ടുവരണ്ട. എന്തുകൊണ്ട്? ഫൈനല്ലൂല,
ആദ്യം പറഞ്ഞത് അക്സറും അവിടെ പോയി ചോദ്യം കഴിഞ്ഞിട്ടില്ല കേട്ടോ. വെന്നലൂല അക്സറുമിനെ സാനിയ, ഇവിടെ ഒന്നാമത്തെ രണ്ടാമത്തേനേക്കാൾ അക്സറാണല്ലോ. മാ ലാ തനാഹിഹിമ, രണ്ട് അറ്റല്ലാതിരിക്കുന്നതോട് കൂടെ തന്നെ. ഉദാലിക്ക, അതിന് കാരണം ലന്നമാന ലാ തനാഹിൽ ലാ തതനാഹൽ ആയതാതു, അവിടെ താവ് ഉണ്ടാകാനാണ് സാധ്യത. അതിൻ്റെ തത്തനാഹാണോ തനാഹാണോ? ഒരു താവുള്ളൂ, ഒറ്റ താവുള്ളൂ. രണ്ട് താഴ് ഉണ്ടാകാനാണ് സാധ്യത. വെണ്ണിപ്പിറാസന്ധി നോക്കിയാൽ രണ്ട് താഴ് ഉണ്ടോ നോക്കുന്നുണ്ട്. ലാ തതനാഹൽ ആയതാതു വൽ മാലൂമാത്തു വൽ മഖ്ദൂറാത്തു, അതതുകൾക്കും മാലൂമാത്തുള്ളാഹിക്കും മഖ്ദൂറാത്തുള്ളാഹിക്കും അറ്റമില്ല എന്ന് പറഞ്ഞതിന് മാന അന്നഹ ലാ തന്തഹി ലാ ഹദ്ദിൻ വാഹിദിൻ ലാ തത്സവറു ഫൗഖഹു ആഖറു, മുകളിൽ മറ്റൊന്ന് കോലപ്പെടാത്ത ഹദ്ദിലേക്ക് അത് അറ്റമാകാതിരിക്കും എന്നല്ല എന്നാണ് വലിയ അന്നമായന ലാത്തനാഹല്ലായതാതു വൽ മാലൂമാത്തുൽ മഖ്ദൂറാത്തു എന്ന് ഇതൊക്കെ പറഞ്ഞതിൻ്റെ മാന അന്നഹ ലാ തന്തഹി, അറ്റമാകൂല എന്നാണ്. ഇലാ ഹദ്ദിൻ വാഹിദിൻ, ഒരു അതിര് വെച്ചുകാണ്ട് ആ അതിര് വരെ. എങ്ങനത്തെ അതിരാണ്? ലാ തസൂറു നാഹറു, ലാബിമാന, ഏത് മാനാക്കല്ല, ലാബിമാനഹ ലന്നഹുമന്നമാ ലാ നിഹായത്തലഹു യദുഖുലു തഹത്തൽ വുജൂദി, അറ്റല്ലാത്തതും ഈ വുജൂദിൻ്റെ തഹത്തിൽ പ്രവേശിക്കും എന്ന മാനാക്കല്ല. ഫഇന്നഹു മുഹാലുൻ, കാരണം അത് മുഹാലായ സംഗതി ആയതുകൊണ്ട് ഏത് മാനാക്ക് വെക്കരുത്? മാലാ നിഹായത്തലഹു ഒന്നും പിന്നെ മൗജൂദാത്തിൻ്റെ തഹത്തിൽ പ്രവേശിക്കും എന്ന് പെടരുത്. അതൊക്കെ മൗഹൂമാത്ത് തന്നെ പെടുന്നുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെയുള്ള അള്ളാഹു? അൽ വാഹിദു, വാഹിദായിരിക്കുന്ന അള്ളാഹുവാണ് മുഹദിസ്. യഅനി അന്ന സാനി അൽ ആലമി വാഹിദുൻ, ഈ ആലമിനെ ഖൽഖ് ചെയ്തവൻ ഏകനാണ്. ഫലാ യുംകിനു, മുംകിനല്ല എന്ത്? അൻ യസ്ദുക മഫ്ഹൂമു വാജിബിൽ വുജൂദി, വാജിബുൽ വുജൂദ് നമ്മൾ ഇന്നാൾ പറഞ്ഞല്ലോ, അതിൻ്റെ മഫ്ഹൂമ് പറയാൻ പറ്റൂല ഇല്ലാല ദാത്തിൻ വാഹിദ, ഒറ്റ ദാത്തിൻ്റെ മേലല്ലാതെ. അത് എങ്ങനെ നമുക്ക് തെളിയിക്കാന്നറിയാം. വൽ മശ്ഹൂറു ഫീ ദാലിക ബൈന മുത്തകല്ലിമീന, നമ്മുടെ മുത്തകല്ലിമീങ്ങൾക്കിടയിൽ ഈ വിഷയം സ്ഥാപിക്കുന്നതിൽ മഷ്ഹൂറായ ബുർഹാനു തമാനുഇ, അതിന് ബുർഹാനു തമാനുഇ എന്ന ഒരു പേരിട്ടൊരു ബുർഹാനുണ്ട്. ഏതാണ് ബുർഹാനു തമാനുഇ? അൽ മുഷാറു ഇലൈഹി ബി ഖൗലിഹി തആല, അതിലേക്ക് അള്ളാഹുവിൻ്റെ കൗൽ ഇശാറത്താക്കപ്പെട്ടിരിക്കുന്നു. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, ആകാശഭൂമിയിൽ അള്ളാഹു അല്ലാത്ത ഇലാഹന്മാരുണ്ടാവുകയാണെങ്കിൽ ഈ കാണുന്ന ആകാശവും ഭൂമിയും അത് റെഡിക്ക് പോകൂലായിരുന്നു എന്ന് പറഞ്ഞ ആ കൗല് കൊണ്ട് ഇശാറത്താക്കപ്പെട്ട ബുർഹാനു തമാനുഇ. ആകാശവും ഭൂമി ഇതാ റെഡിക്ക് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? കറക്റ്റിന് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. വ്യാഴം 12 വർഷം കഴിയുമ്പം അതാത് പോയിന്റിലേക്ക് എത്തുന്നു. 361 ദിവസം കഴിയുമ്പോൾ സൂര്യൻ അതിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു. ഇതൊക്കെ കറക്റ്റിന് ഇങ്ങനെ പോകണ്ടല്ലോ. ഇത് റെഡിക്ക് മുന്നോട്ട് പോകുന്നത് ഇലാഹ് ഒന്നായതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഈ ബുർഹാനു തമാനുവിനെ പറഞ്ഞ് സ്ഥാപിക്കൽ ഇങ്ങനെയാണ്. അന്നവും നിശ്ചയമായിട്ടും കാര്യം ലൗ അംകന ഇലാഹാനി, രണ്ട് ഇലാഹ് മുംകിനാണെങ്കിൽ, ഉണ്ടായാൽ എന്നല്ല, ഉണ്ടാകൽ സാധ്യത ഉണ്ടായാൽ തന്നെ ലംകന ബൈനഹുമാ തമാനോൻ, ആ രണ്ട് ഇലാഹുമാർക്കിടയിൽ തമാനോ മുംകിനാണല്ലോ. തമാന് മുംകിനായ തന്നെ മതി. അങ്ങനെ ഈ തമാനു കാരണം പരിപാടി എങ്ങനെയാണ്? യുരീദാഹദുമാ അർക്കത്ത് സെയ്ദിൻ വല്ലാഹർ സുക്കൂനഹു, ഒരു ഇലാഹ് സെയ്ദിന് അനങ്ങണമെന്നും മറ്റേയാളെ അടങ്ങണമെന്നും ഉദ്ദേശിക്കുക. മഴ പെയ്യണമെന്നൊരു ഇലാഹും മഴ പെയ്യണ്ടെന്നൊരു ഇലാഹും. സൂര്യൻ കേക്കോട്ട് കറങ്ങണമെന്നും ഒരു ഇലാഹും പടിഞ്ഞോട്ട് കറങ്ങണമെന്നും വേറെ ഇലാഹും ഉദ്ദേശിക്കുക. ലഅന്ന കുല്ലം മിൻഹുമാ ഫി നഫ്സിഹി അംറു മുംകിനുൻ, കാരണം സെയ്ദിൻ്റെ അർക്കത്തും സുക്കൂനും ഫിന്നഫ്സിൽ അംറു മുംകിനായ കാര്യമാണല്ലോ. വഖത പ്രകാരം തഅല്ലുഖുൽ ഇറാദത്തി, ഈലാഹന്മാരുടെ ഇറാദത്ത് ബന്ധിക്കലും മുംകിനാണല്ലോ. ബികുല്ലി മിൻഹുമാ, രണ്ടിനോടും. ഒരാൾക്ക് അങ്ങനെ തന്നെ കേക്കോട്ട് കറങ്ങാമെന്നും എന്ത് ചെയ്യുക, ഇറാദത്ത് ചെയ്യുക, മറ്റേയാൾക്ക് പടിഞ്ഞാട്ടും ഇറാദത്ത് ചെയ്യൽ മുംകിനാണല്ലോ. ഇരിക്കാനല്ല തദാദ് ബൈന ഇറാദത്തൈനി, ഈ രണ്ട് ഇലാഹന്മാരുടെ ഇറാദത്തുകൾക്കിടയിൽ തദാദില്ല. പിന്നെ എവിടെ തദാദുള്ളത്? ബൽബൈൽ മുറാദൈനി, മുറാദായ കാര്യത്തിനാണ്. കേക്കോട്ടും പടിഞ്ഞാട്ടും ഒരു സമയത്ത് കറങ്ങാൻ തന്നെ എന്താണ് ചെയ്താനെങ്കിലും മടങ്ങില്ല, അത് അതിൻ്റെ അടിയിൽ തദാദുണ്ട്. പക്ഷേ അതിൻ്റെ ഉദ്ദേശിക്കേണ്ട തദാദില്ലല്ലോ. അപ്പോൾ ഹീനൈദിൻ, അസമയത്ത് ഇമ്മായി അസുലൽ അമ്രാനി, ഒന്നുകിൽ രണ്ടും ഉണ്ടാവും. കേക്കോട്ടും പടിഞ്ഞോട്ടും ഒരു സമയത്ത് തിരിയണം. ചെയ്ത് അനങ്ങണും അടങ്ങണും ഒപ്പം ഉണ്ടാവണം. അങ്ങനെയാണ് വെജിറ്റമീൽ ലുദ്ദാനി ഒരുമിച്ച് വിടും.
ഔല അല്ലെങ്കിൽ രണ്ടും സംഭവിച്ചില്ലാന്ന് വെച്ചോ, എന്നാൽ പിന്നെ ഫേൽസമു അജ്സു അരിമ രണ്ടും ഒരു ഇലാഹന്മാർ അജ്സാന്നാണ് ലാസിമായില്ലേ. ബഹുവായി രണ്ട് അപ്പം എന്തായി, ഒരാൾ കേക്കോട്ട് കറങ്ങാൻ പറഞ്ഞാട്ടും ഉദ്ദേശിച്ചു, കേക്കോട്ട് തിരിഞ്ഞുള്ളൂ പടിഞ്ഞാട്ട് തിരിഞ്ഞില്ല, അപ്പം എന്തായി ബഹുവായി അമാറത്തു അൽ ഹുദൂദി, അത് ഹാദിസ എന്നുള്ള അടയാളല്ലേ, വൽ ഇംകാനി മുംകിന എന്നുള്ള അടയാളല്ലേ. എന്താ കാരണം, ലിമാഫി അതിൽ സ്ഥിരമായ എന്തിനു വേണ്ടി ഷായിബത്തിൽ ഇത്തിയാജി, ഒരു ദൈവത്തിനിക്ക് ഹാജത്ത് വേറെ ആളിലേക്ക് ആവശ്യമാകുക എന്ന് പറയുന്നതിൻ്റെ കലർപ്പ് വന്ന്. കാരണം ഒരു ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, പടിഞ്ഞാട്ടിരിക്കാൻ കഴിഞ്ഞില്ല, കേക്കോട്ടെ തിരിഞ്ഞുള്ളൂ. അപ്പോൾ അയാൾക്ക് ഇന്നെ സഹായിക്കടാന്ന് വേറെ ആളിലേക്ക് ആവശ്യമായി വന്നു. അപ്പം ഇപ്പം എന്ത് മനസ്സിലായി, ഇപ്പം താദ്ദുദു, അപ്പോൾ ഒന്നിലധികം ഇലാഹന്മാരുണ്ടാകുക എന്ന് പറഞ്ഞത് മുസ്തൽസിമുൻ, അത് ലാസിമാക്കുന്നുണ്ട് എന്തിനെ, ഇംകാനി തമാനുഇ, തമാനു മുംകിനാകലിനെ. ഈ ലാം താരീൻ്റെ ഇല്ലത്തിൻ്റെ ലാമല്ല, പിന്നെയോ ആ ലാമ് താര്യത്തിൻ്റെ ലാമ, തമാനു മുംകിനാകലിനെ ലാസിമാക്കുന്നതാണ്. എങ്ങനെയുള്ള തമാനു, അൽ മുസ്തൽസിമി ലിൽ മുഹാലി, ആ ലാമു അങ്ങനെ തന്നെ മുഹാലിനെ ലാസിമാക്കുന്ന ഇംകാനു തമാനുവിനെ നിർബന്ധമാക്കുന്നതാണ് തഅദ്ദുദ്. ഫയകൂനു മുഹാലൻ, അപ്പോൾ തഅദ്ദുദ് മുഹാലാകും. ഹാദ, ഇതാണ് തഫ്സീലുമായി പറയപ്പെടുന്ന ഒന്നിൻ്റെ തഫ്സീൽ എന്താവുന്നു ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹാദ, ഇതാണ് തഫ്സീലുമായി പറയപ്പെടുന്ന ഒന്നിൻ്റെ വിവരണം. എന്താ പറയപ്പെടാറുള്ളത്, ഇന്ന അഹദുഹുമ, രണ്ട് ദൈവങ്ങളിൽ ഒരു ദൈവം, ഇല്ലം യഖ്ദിർ അലാ മുഖാലഫത്തില്ലം ബി, മറ്റേ ദൈവത്തിന് എതിര് കാട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ലസിമ അജ്സുഹു, ഈ ദൈവം ആജിസാണെന്ന് ലാസിമാകും. വൈൻ കദറ, കഴിഞ്ഞാലോ ലസിമ അജ്സുല്ലാഹരി, മറ്റേ ദൈവത്തിൻ്റെ അജ്സും ലാസിമാകും എന്ന് മുൻഗാമികൾ പറഞ്ഞതിൻ്റെ വിവരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഷായിബത്തിൽ ഇഹ്തിയാജ് ഉണ്ടാവും, അല്ലെങ്കിൽ ദിദ്ദാൻ ഒരുമിച്ച് കൂടും, അല്ലെങ്കിൽ എന്തു ചെയ്യും, പിന്നെ അല്ലേ ഔലായ ഫേൽസും അഹദീമ എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ വിവരണം തന്നെയാണ് യഥാർത്ഥത്തിൽ മോലി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഏതായാലും ഇരിക്കട്ടെ, വോബിമാ ദക്കർണ, നമ്മൾ ഈ പറഞ്ഞത് കൊണ്ട് യന്തഫ്യവുമായുക്കാലു, പറയപ്പെടുന്ന ഒന്ന് തട്ടിപ്പോയി. എന്താ പറയപ്പെടുന്ന ഒന്ന്, അന്നഹു യജൂസൻ യത്തഫിക്കാൻ, രണ്ട് ദൈവങ്ങളും അങ്ങ് ഒക്കാമല്ലോ, പിന്നെ ഒരു തമാനയും പരസ്പരം എതിർപ്പില്ലാതെ ഒത്തങ്ങനെ പോവുക, രണ്ടുപേരും ഒത്തങ്ങനെ പോയാൽ മതിയല്ലോ എന്നത് നമ്മൾക്ക് ഇംകാനുണ്ട് നോക്കണുള്ളൂ എന്നാ. ഒത്തുപോണ വിഷയം അതിന് ഇംകാണ്ട്, ഈ കാര്യം ഏത് ഇംകാണ്ട്, രണ്ടാളും തമാനം ഉണ്ടാകാനും ഇംകാണ്ടായാൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് പാസ്സായി. അതുപോലെ തന്നെ ഇംകാൻ മതി എന്നുകൊണ്ട് ഏത് തട്ടിപ്പോയി, ഔ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ വാദം എന്താ പറയല്, അന്തക്കൂനൽ മുമാനത്തുൽ മുഖാലഫത്തു, ഈ രണ്ട് ദൈവങ്ങളുടെ പരസ്പരം മുമാനത്തും മുഖാലഫത്തും ഉണ്ടാകുക എന്ന് പറഞ്ഞത് ജായിസാണല്ലോ എന്നത് ആകൽ, വൈറ മുംകിനിൻ, ഇനി അതാണ് മുഹാലായാൽ മതി, വൈറ മുംകിനായാൽ മതിയല്ലോ. ആ ലിസ്തിൽസാമിഹാൻ മുഹാല, കാരണം ആ മുമാനത്ത് ഒരു മുഹാലിനെ ലാസിമാക്കണോണ്ട് ഇനി രണ്ട് ഇൻകാൻ നിൽക്കണ്ട, ഒരു മുഹാലിക്കാണ് ഉണ്ടായിട്ടാ പോരെ, സാധ്യത പറയാട്ടോ, മുഹാൽ അങ്ങനെ ആയാലും പോരെ എന്നുള്ളതും തട്ടിപ്പോയി. കാരണം എന്താ, ഈ മുംകിൻ പടി ഇംകാൻ പടം ഉണ്ട്, ഇംകാന് രണ്ടാളും നമ്മൾ സമാനം ഉണ്ടാകാനുള്ള ഇംകാൻ അവിടെ ഉണ്ടല്ലോ. ഔ എംതനിയ ഇജിത്തിമാവുൽ ഇറാദത്തൈനി, ഇനി രണ്ട് ഇറാദത്തിൻ്റെ ഇജിത്തിമാവ് മുഹാലാകും. ഇംതിനാഗ് എന്ന് പറഞ്ഞാൽ മുഹാൽ എന്നതിൽ വേറെ വാക്കാട്ടോ. രണ്ട് ഇറാദത്ത്, ഈ ദൈവത്തിൻ്റെ ഇറാദത്തും ആ ദൈവത്തിൻ്റെ ഇറാദത്തും, ഏതുവരെ ഇറാദത്തിൽ വാഹിദ് ഇറക്കത്ത് സൈദിൻ വ സുക്കൂനഹു മാൻ, ഒരാൾ വേണ്ട എന്ത് ചെയ്തു, പിന്നെ ഉദ്ദേശിക്കുക സെയ്ദിൻ്റെ ഹർക്കത്തും സെയ്ദിൻ്റെ സുക്കൂനും ഒപ്പം ഉദ്ദേശിക്കുക പോലുള്ള ഇജ്തിമാഉൽ ഇറാദത്തൈനി മുഹാലാകാമല്ലോ എന്ന അതും ഏതു തട്ടിപ്പോയി, മുമാനായത്ത് അവർ രണ്ടുപേരും തമ്മിൽ തമാനം ഉണ്ടാകൽ മുക്കിനാണ് എന്നുകൊണ്ട് തട്ടിപ്പോയി. ഒരൊറ്റ ഭാഗം കൊണ്ട് തന്നെ ഈ മൂന്ന് സാധ്യതകളും തട്ടിപ്പോയി. ഇനി പുതിയ വിഷയം പറയണ വായലം, നീ അറിയണം, അന്ന കൗലല്ലാഹി താല, നമ്മൾ ഓതിര ആയത്ത് ലോകാനുവിനുള്ള അവസ്ഥന്നല്ല, ഈ ആയത്ത് ഹുജ്ജത്തുൻ, അതിൻ്റെ ലക്ഷ്യമാണ് ഇഖ്നായത്തുൻ, ഒരു ലന്നിയായ
കിനായ എന്നാണ് ഇൽസാമിയത്തിന് മുക്കാവില്ല. ഇൽസാമിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്തതിനാ എന്താ പറയുക, ഖത്ഇയ്യ ദലീൽ. അതുപോലെ തന്നെ ഈ എന്നാ പറയുക, അത് ഇതിന് ഇഖ്നാഇയ്യ ദലീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് ആ സാരില്ലാന്ന് കണ്ണിൻ പെയ്വാക്കണ ദലീലിനാണ് എന്താ പറയുക, വെള്ളമാർ വെള്ളക്കാണ് പറയുമ്പോൾ പെട്ടെന്ന് ശരിയാന്നിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ പാട്ടൊക്കെ കേട്ടും ആ പെട്ടെന്ന് ശരിയാന്നിട്ട് തോന്നും. അങ്ങനത്തെ ഒരു തോന്നലുണ്ടാക്കി തീർക്കുന്ന ഒരു സാധാരണക്കാർക്കിടയിൽ പാസ്സാകുന്ന ദലീലിനാണ്, ഹുജ്ജത്തിനാണ് എന്താ അറിയില്ലേ, ഒരു എന്നൊരു കൽബക്ക് കിട്ടുന്ന ദലീലിനാണ് ഇഖ്നാഇയ്യ ദലീൽ അറിയാം. അങ്ങനത്തെ ദലീൽ മാത്രമാണത്. വൽ മുലാസിമ വൽ മുലാസമത്തു ആദിയത്തുൻ അലാമഹുവ ലായിഖു ബിൽ ഖിതാബിയത്തി വൽ മുലാസമത്തു. ഈ ആയത്തിൽ മുലാസമത്ത്, ആ ആയത്തിൽ വന്നാൽ ലൗകാനബിയത്തിൻ ഇല്ലല്ലാഹു വസഅത്ത, അല്ലല്ലാത്ത ഇലാഹ് ഉണ്ടാകുകയാണെങ്കിൽ ഈ ആകാശവും യസാദാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് ലാസിമാണ് ഈ മുലാസമത്ത്. ഒന്നിലധികം ഇലാഹ് ഉണ്ടാകലിനാൽ വസാദ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മുലാസമത്ത് ആദിയത്തുൻ, അത് ആദിയത്താണ്. ആദത്തിൽ അങ്ങനെയാണ്. ലാലാമാഹു ലായിഖ് ബിൽ ഖത്താബിയാത്തി, ഈ ഖത്താബിയാത്ത് അതായിരുന്നു ദലീലിനോട് അനുയോജ്യമായത്. അതാണ് ഖത്താബിയാത്ത് ഉണ്ടെങ്കിൽ പിന്നെ ഒറ്റടിക്കണ കേൾക്കുമ്പോൾ ശരിയാകുന്ന ബാദിർ റഈ ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ളവർ പ്രതി അംഗീകരിക്കുന്ന മുഖദ്ദിമനാൽ ഉണ്ടാക്കി തീർക്കുന്ന തെളിവിൻ്റെ പേരാണെന്ത്, ഖത്താബിയാത്ത് അറിയാം. ഖിതാബ് എന്ന് പോകുന്നതാണ് ഖത്താബിയാത്ത്. അമുഖം രണ്ടാൾക്കാർ വർത്തമാനങ്ങൾ പറയുമ്പോൾ പറച്ചിലിന് ബാദിഉർ റഈയിൽ പെട്ടെന്ന് കൽബിലേക്ക് കേൾക്കുന്ന കേക്കലിൽ വരുന്ന മറ്റും അംഗീകരിച്ചു പോകും. ശരിക്കും ഉത്തിരിന്ന് നോക്കുകയാണെങ്കിൽ ശരിയില്ലാന്ന് തോന്നുകയും ചെയ്യും. ഒറ്റടിക്ക് കേട്ട ആ ശരിയാന്ന് തോന്നുകയും ചെയ്യും. അതിനാണ് എന്താ പറയുക, ഖത്താബിയാത്ത് അറിയാം. അങ്ങനത്തെ ഖത്താബിയാത്ത് ഇനി നമ്മൾ ഇതിൽ പറഞ്ഞത്, നമ്മൾ ഖത്താബിയാത്തിൻ്റെ വിശദീകരണം എങ്ങനെയാണ്, ഖിയാസുൻ മുറക്കബും മിൻ മുഖദ്ദിമാത്തിൻ മുസല്ലമാത്തിൻ ഫി ബാദിർ റഅ്യി ഇൻദൽ ആമ്മത്തി എന്നാണ് പറഞ്ഞത്. സാധാരണക്കാരൻ്റെ അടുക്കൽ പിന്നെ അഭിപ്രായത്തിൽ മണ്ടയിലേക്ക് പെട്ടെന്ന് ഉദിച്ചു വരുമ്പോൾ അംഗീകരിക്കപ്പെടുന്ന മുഖദ്ദിമനാൽ ഉണ്ടാക്കുക മുറക്കബായ ഖിയാസിനാണ് എന്താ പറയുക, ഖത്താബിയാത്ത് അറിയാം. അങ്ങനത്തെ ഖത്താബിയാത്തിനോട് യോജിപ്പ് ഒരു ആദിയത്താണ് എന്ന് പറയലാണ്. ഫൈനൽ ആദത്ത, അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നിശ്ചയമായിട്ടും ആദത്ത് ജാരിയത്തുൻ, അത് നടക്കുന്നതാണ്. ബിവുജൂദി തമാനിയ തഗാലുബീൻ ഇന്ദ തഅദ്ദുദിൽ ഹാക്കിമീൻ, ഹാക്കിമീങ്ങൾ താദുദാവുമ്പോൾ ഒരു നാട്ടിൽ രണ്ട് വിഭാഗമാണ് പിരിഞ്ഞുകാണ്ട് രണ്ട് രണ്ട് വിധികർത്താക്കൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ രണ്ട് കാരണന്മാർ, കുറച്ച് ആൾക്കാർ ഇയാളെ നമ്മുടെ നാട്ടിലെ കാരണവലുകാരന്, കുറച്ച് ആൾക്കാർ ഇയാളെ നമ്മുടെ നാട്ടിലെ കാരണവലുകാരന്, ആ രണ്ട് കാരണവൽക്കും നമ്മളെ ഭാഗം ജയിച്ചണം, ഞാൻ എൻ്റെ അഭിപ്രായം ശരിയാവണം എന്ന് രണ്ടാൾക്കും എപ്പോഴും ഉണ്ടാവും. അതല്ല ആദത്ത് അങ്ങനെയാണ്. ആദത്തിൽ ഹാക്കിമിൽ എണ്ണ കൂടിയിട്ടുണ്ട് എങ്കിൽ തഗാലുബും തമാനും ഉണ്ടാവും. ഓൻ പറഞ്ഞതിന് എതിര് നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഭാഗം ജയിച്ചിക്കണം എന്നൊരു തോന്നലും ആദത്തിലുണ്ടാവും. അലാമാ ഉഷീറ ഇലൈഹി ബി കൗലിഹി തആല, അത് മറ്റൊരു അള്ളാൻ്റെ കൗലിൽ വേറെ ആയത്തിൽ ഇശാറത്താക്കപ്പെട്ടും ചെയ്തിട്ടുണ്ട്. എന്താണ് ആയത്ത്, വല അല വാവിന് മാത്തൂഫലയുണ്ട്. അതിനകത്ത് ഇതൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ എന്നിട്ട് അതിൻ്റെ മുമ്പുള്ള ഒന്നിലധികം ഇലാഹ് ഉണ്ടാകുകയാണെങ്കിൽ ഓരോയും തമ്മിൽ തർക്കം ഉണ്ടായിങ്ങാണ്ട് എന്ത് കാട്ടുന്നറിയോ, ഓരോ ദൈവവും അവനാണ്ടാക്കിയത് ഓരോ ദൈവങ്ങൾ കൊണ്ടുപോകും. മാത്രമല്ല വല അല വാളുഹും വല ബാലിൻ്റെ മേലിൽ ജയിക്കാൻ നോക്കുകയും ചെയ്യുന്നൊക്കെ വേറെ ആയത്ത് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരിൽ അങ്ങനെയാണ്. എങ്ങനെ, ആദത്തിൽ അങ്ങനെയാണ്. ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം അവസാനം പാസ്സായി കിട്ടിയെങ്കിൽ എന്നാർക്കുണ്ടാവും, ഈ പറഞ്ഞാൾക്ക് ഉണ്ടാവും. ആ യോഗത്തിൽ നടക്കുമ്പോഴും ഉണ്ടാവുമല്ലോ. മറ്റുള്ളവരെ എതിർക്കുമ്പോഴും തനിക്കും പറയുമ്പോഴും തൻ്റെ ഭാഗം ജയിച്ച് കിട്ടിയാൽ ഞാൻ പറഞ്ഞ അഭിപ്രായം ജയിച്ചല്ലോ എന്നുള്ളൊരു സുഖം ഉണ്ടാവുമല്ലോ. അത് ആദത്ത് അങ്ങനെയാണ്. പിന്നെ ഇല്ല, ഇങ്ങനെ ഇത് പിന്നെ ഇക്നായിയ ഉജ്ജത്താണ് എന്ന് വെച്ചിട്ട് ശരിയാവില്ല. കാരണം ഇതൊക്കെ ആദത്തുമ്മക്കോടോ ഖത്താബിയത്തിനോട് അനുയോജ്യമാതായിരിക്കുന്ന ഒരു ആദിയത്തായ മുലാസമത്ത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവൂല. കാരണം വായിച്ച് ആ താരിയിൽ എന്ത് ഇല്ലൻ്റെ ജവാബും കൂടിയാണ്. ജവാബ് കളയപ്പെട്ടുങ്ങാണ്ട് ഇല്ലത്ത് വെച്ചിങ്ങാണ്ട് ജവാബ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇച്ചിരി ശരിയാവില്ല. കാരണം അങ്ങനെ ഒക്കെ ചെറുതാണ്. എന്തുകൊണ്ട്, ഇൻ ഉരീദ ബിഹിൽ ഫസാദു ബിൽഫീലി,
ഈ ഖുർആനിൽ പറഞ്ഞ ഫസാദ് കൊണ്ട് ബിൽഫീൽ ഫസാദ് ഉദ്ദേശിക്കും. ഖുർആൻ എന്താ പറഞ്ഞത്? ലൗകാന ഫീഹിമ ആലിയത്തുൻ, ആകാശഭൂമിയിൽ ഇലാഹന്മാരുണ്ടാവുകയാണ്, ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ദൈവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇല്ല ഫസദത്താൻ, ആ ഫസത്ത് എന്താ മാനെ കണ്ടത്? ബില്ലിംകാനി. പല മാനുണ്ട് നമ്മളൊക്കെ അല്ലേ, നമ്മൾ പണ്ട് മുവജ്ജഹ കളി പറഞ്ഞില്ലേ, ബില്ലിംകാനി, ബില്ലറൂറത്തി, ഇങ്ങനെ പഴയ ഇതുണ്ടല്ലോ. അതിൽ ഭേദമാണ് ബില്ലിംകാനി വെക്കണിച്ചോളി. അപ്പം എന്തേക്കാരം ഞാൻ ബിൽഫീലും വെക്കല്ലോ. ബിൽഫീൽ തന്നെ വസാദ നിൽക്കുകയാണെങ്കിലോ, ബിൽഫീൽ വസാദാക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ഹുറൂജുഹുമ അൻ ഹാദൻ നിലാമിൽ മുഷാഹദി, ഈ കാണപ്പെടുന്ന നിലാമിനെ തൊട്ട് പുറപ്പെടുക എന്നുള്ള മാനാക്കാൻ നോക്കുന്നത് ഫസാദ് വാക്കുണ്ടോ. അങ്ങനത്തെ ഫസാദ് ബിൽഫീൽ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ, നാഫ മുജറദു താദിൽസിമുഹു, ദൈവങ്ങളോട് ഉണ്ടാകുക എന്നുള്ള ലാസിമാകൊന്നുമില്ലല്ലോ. ഇങ്ങനെ ദൈവം ഒന്നിനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടാകും, പോക്കിനുണ്ടാവുകയൊന്നുമില്ല, ഇതെന്നായിട്ട് നാശാവുകയൊന്നുമില്ല. പിന്നെ ജവാദിൽ ഇത്തിഫാക്കി, കാരണം രണ്ടുപേരും ഒത്താൽ മതിയല്ലോ. രണ്ട് ദൈവം കൂടെ ഒത്തു, അല്ലെങ്കിൽ മൂന്ന് ദൈവം കൂടെ ഒത്തു. 6-5 മഗ്‌രിബിൻ്റെ വാങ്ക്, സൂര്യൻ അങ്ങനെ ആയിക്കോട്ടെ, ചന്ദ്രൻ അങ്ങനെ ആയിക്കോട്ടെ, മൂന്ന് ദൈവം ഇത്തിഫാക്കുണ്ടായ ജാഹിദായതുകൊണ്ട് അല്ല ഹാദൻ നിലാമിൽ മുഷാഹദി, ഈ കാണപ്പെടുന്ന നിലാമിൻ്റെ മേലിൽ തന്നെ ഒത്തുപോകൽ ജായിസ, എന്നെ ഇത്തിഫാക്ക് ഉണ്ടാകൽ ജായിസ ആയതുകൊണ്ട്, വെറും താജുണ്ടായതുകൊണ്ട് മാത്രമേ അതിൽ ആദ്യമാവൂല ഈ ഫസാദാകൽ ബിൽഫീല മനക്കാണ് ജായിസാവൂല. ഇനി വൈനൊരീത ഇംകാനുൽ ഫസാദി, അങ്ങനെ മനക്കാണെങ്കിലോ, ഇംകാൻ മനക്കാൻ ഇല്ല ഫസാദാന്ന് പറഞ്ഞാൽ ഫസാദാകൽ മുംകിനാകുമായിരുന്നു എന്നാൽ മനക്കണമെങ്കിലോ, ഫലാദരീലിഫായി, അതില്ലെന്നതിൽ ഇംകാന്നില്ല എന്നാരേ പറഞ്ഞ്. മാത്രവുമല്ല നുസൂസു ഷാഹിദത്തും തെയ്യ സമാവാത്തി, ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ പിൽക്കാലം നെയ്യും ഈ ആകാശഭൂമി തകർന്നടിയെന്ന് പറയുന്നുണ്ടല്ലോ. ഇംകാൻ എന്നാണ് പറയണമെങ്കിലോ, അത് ഒരു ദൈവമായാൽ തന്നെ ഇംകാൻ ഉണ്ടല്ലോ. ഏത് ഇത് പിൽക്കാലത്തെ ദൈവം തകർന്നടിയെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ യാദൻ നിലാമി, ഈ കാണുന്നതായിരിക്കുന്ന കോർവുകളൊക്കെ ഉയർത്തപ്പെടൽ കൊണ്ടും ഷാഹിദാണ് ഏത് നസ്സുകൾ തന്നെ. ഫെമൂക്കുനും മുക്കിനൻ, അങ്ങ് ഏത് മുക്കിനുമാണ്, ഈ വസതാകാതൊരു മുക്കിനുമാണില്ല, മഹാനത്തെ സംശയമില്ലല്ലോ. അപ്പം ആയതുകൊണ്ട് ഇത് എങ്ങനത്തെ യുദ്ധത്ത് മാത്രമാണ്, ഒരു ഇക്കനായിയായ യുദ്ധത്ത് മാത്രമേ ഏതായാലും കൂട്ടാൻ പറ്റുള്ളൂ. ലോകാന ഭീമായുള്ള വസത്തൊന്നാണ്, അതൊരു ഇൽസാമിയ യുദ്ധത്തൊന്നും അല്ല. എങ്ങനത്തെ യുദ്ധത്ത് മാത്രമേ ഉള്ളൂ, ഒരു ഇക്കനായിയായ യുദ്ധത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ലായുക്കാലു പറയപ്പെടരുതട്ടോ, അൽ മുലാസമത്ത് കത്തയ്യത്തുൻ, അങ്ങനെയൊന്നും അല്ല. ഇത് ഇക്കിനായൊന്നും അല്ല, ഇത് ശരിക്കും കത്തയ്യത്തുൻ. ഈ മുലാസമത്ത് കത്തയ്യത്താണ്. ലോകാനുപതിലുള്ള വസത്താന്ന് പറഞ്ഞ് ശരിക്കുള്ള മുലാസമത്ത് ഉണ്ടല്ലോ, അത് കത്തയ്യത്ത് തന്നെയാണ് എന്ന് പറയപ്പെടരുത്. ഇനി ഇങ്ങനെ മാനച്ചാണ്ട് ഇനി ഈ മുറാദുവിൻ്റെ മാന മാറ്റി ഇങ്ങനെ മാന വെച്ചങ്ങാണ്ടും കത്തയ്യത്താക്കി കൂടെ എന്ന് ആരും ചോദിക്കരുത്. ഇല്ലി അന്നാന കൂലൂന്ന് ബാക്കിൽ വരുന്നുണ്ട്. ദേ ഈ ആയത്തിൽ പറയുന്ന മുലാസമത്ത് ഇക്നായ്യത്താണെന്ന് അവൾ പറഞ്ഞത്, അതൊന്നുമല്ല കത്തയ്യത്ത് തന്നെയാണ് എന്ന് പറയണ്ട. എന്തുകൊണ്ട് എന്ന് ഇനി ബാക്കിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ കത്തയ്യത്താക്കാനുള്ള ആയിട്ട് എന്താണ് വായിച്ചത്? ഒരു മുറാദ് വ്യവസാദിയുമ അതും തക്കുവിനീമ, അതിനെ മാനേജ് അതും തവക്കിന് മാനച്ചാൽ മതി. അതും തക്കവുന് പറഞ്ഞാൽ വിമാന അന്നൗലോ ഫിറുള്ള സാനിഹാനിൽ അംക്കന ബൈരവുമാ തമാനും വിൽ അഫാലി. രണ്ട് ദൈവങ്ങൾ, രണ്ട് ഖാലിക്കീങ്ങളെ തക്കത് തന്നെ ഫർള് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ദൈവങ്ങൾക്കിടയിൽ പ്രവർത്തനങ്ങളിൽ തമാനും മുംകിനാവും. അങ്ങനെ മുംകിനായിട്ടുണ്ടെങ്കിൽ ഫലം വെക്കുന്ന അഹദുഹുമാ, ഈ ആകാശഭൂമിയിൽ നിന്നൊന്നും ഇവിടെ ഉണ്ടാവും, രണ്ടിലും ദൈവങ്ങളിൽ നിന്ന് ഒരു ദൈവം ആവൂല, സാനിയൻ ഖാലിക്കാവൂല, ഫലം വിജിത് മസ്നൂൻ, ഈ മസ്നൂൻ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ മാനച്ചാൽ മതി. അതായത് ലൗകാനുവദിനുള്ള വസത്താന്ന് പറഞ്ഞതിനെ മാന എങ്ങനെ വെച്ചാൽ മതി? അല്ലൽ ദൈവം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ കാണുന്ന ആകാശം പോലും ഉണ്ടാവൂലായിരുന്നെന്ന് മാനച്ചാൽ മതി. അതാ പോലെ പറഞ്ഞു, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് എന്താക്കിയാൽ മുലാസമത്തിന് എന്താക്കുക, മറ്റേ കത്തയ്യത്താക്കി മാറ്റുക. ഇങ്ങനെ ആരും പറഞ്ഞു വരണ്ടാലി അന്നാനക്കോലു. കാരണം നമ്മൾ പറയും ഇംകാനു തമാനുഴി, നമ്മൾ പറഞ്ഞാൽ ഇംകാനുണ്ടല്ലോ, രണ്ട് ദൈവങ്ങൾ നമ്മുടെ ഈ തമാനു ഇംകാൻ ലായസ്തൽസിമു ഇല്ല അദമ തഅദ്ദുദി സാനിയ, തഅദ്ദുദു സാനിയൻ്റെ അദമിനെ അല്ലാതെ ലാസിമാക്കുന്നില്ല, അതിനെ മാത്രമേ ലാസിമാക്കണുള്ളൂ. ഇതിൻ്റെ ഇംകാനുകൊണ്ട് നമ്മൾ എന്ത് കിട്ടും എന്നാ പറഞ്ഞത് അറിയോ? തഅദ്ദുദ് ഇല്ലാതൊക്കെ ലാസിമ എന്നുള്ളത് കിട്ടുന്നുണ്ട്. വഹുവ അതോ
ലായസ് അത് കാരണം ചാതി ഇംഖാനിക്കാണ് ചാതി ആ ഇംഖാന് ലായസ്തൽസിമ ഇന്തിഫാൽ മസ്നുഇ ഈ കാരണം മസ്നുവിൻ്റെ ഇന്തിഫായിന് ലാസിമാക്കണമെന്നില്ല. നമ്മൾ ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെയും പുറമെ അല അന്നഹു എരിതു മൻഉൽ മുലാസമത്തി മാത്രവുമല്ല ഈ മുലാസമത്തിൻ്റെ മൻ തന്നെ ഇവിടെ വരും. ഈ മുലാസമത്തിന് തന്നെ മൻ വരുന്നുണ്ട് ഇവിടെ. നമ്മൾ മുലാസമത്തിന് തന്നെ മഞ്ഞ് വരും. നമ്മൾ മുലാസം പറഞ്ഞത് ഇക്കിനായിട്ട് മാത്രമാണ് വെക്കേണ്ടി വരും. കാരണം ഈ മുലാസമത്തിന് ഇവിടെ ഇല്ലാതെ മുലാസമത്തിന് തന്നെ ഇവിടെ മഞ്ഞ് വരുന്നുണ്ട്. ഈ നുരീത അതുമുത്തക്കവൂന് ബിൽഫീലി നേരത്തെ പറഞ്ഞ ബിൽഫീലുള്ള അതുമുത്തക്കവൂന്ന് വാനക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മൻു ഇന്തിഫായി ലാസിമി ഇനി പറഞ്ഞ ഈ ലാസിമിൻ്റെ ഇന്തിഫായിനിക്ക് മഞ്ഞ് വരും. ഈ നുരീത ബിൽ ഇംഖാനി പിന്നെ ബില്ലിംഖാനി എന്ന് ഉദ്ദേശിച്ചാൽ ബിൽഫീലി എന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെയും വരും. ഈ ബില്ലിംഖാനി ഉദ്ദേശിച്ചാൽ ലാസിമിൻ്റെ ഇന്തിഫായിനിക്കും മഞ്ഞ് വരും. ഫൈൻകീല ഇനി വേറെ ചോദിക്കപ്പെട്ടാൽ മുഖത്തല്ല കലിമത്തില്ലോ ഇത് പണ്ട് മുഖ്തസല് പറഞ്ഞ ചോദ്യം കേട്ടോ. ഇല്ലോ എന്ന കലിമത്തിൻ്റെ മായന മുഖ്തല്ല പറഞ്ഞാൽ അതിൻ്റെ മായന എന്താണ്? അന്നന്തിഫാനി ബിസമാനിൽ മാലി ബിസമിന്തിഫായിൽ അവലി അങ്ങനെയാണല്ലോ മായന. കഴിഞ്ഞു പോയ കാലത്ത് പിന്നെ ഷർത്തില്ലാത്തതിനാൽ ജവാബ് ഉണ്ടായില്ല. ലൗ ജീതനീലാക്രം തുക്കാന്ന് പറഞ്ഞാൽ ഇജി ഇന്നലെ വന്നിരുന്നെങ്കിൽ ബഹുമാനിക്കുമായിരുന്നു. ഇനി കഴിഞ്ഞു പോയ കാലത്ത് വന്നില്ല, അതോടെ ഏതും ഉണ്ടായില്ല, ബഹുമാനിക്കലും ഉണ്ടായില്ല. അങ്ങനെയല്ല ബഹുമാനിക്കേണ്ടത്. അപ്പോൾ ഷർത്തില്ലാത്ത കാരണമായി ജവാബും ഉണ്ടായില്ല. കഴിഞ്ഞു പോയ കാലത്ത് ഇങ്ങനെയാണല്ലോ ലൗവിൻ്റെ മാന. ഫലായിഫീദു ഇല്ല ദലാലത്ത. അപ്പം ദലാലത്തിനല്ലാതെ വായിപ്പിക്കൂല. എന്തിനു വലിയ ദലാലത്ത്? അല അന്ന ഇന്തിഫാൽ ഫസാദ് ബി സമാനിൽ മാലി കഴിഞ്ഞു പോയ കാലത്ത് ഫസാദ് ആകാഞ്ഞത് ബി സബി താദു ഇന്തിഫായി താദുദി ദൈവങ്ങൾക്കുള്ള താദു ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പോയ കാലത്ത് ഫസാദ് ആകാതിരുന്നത് എന്ന മാനല്ലേ ലൗക്ക് കിട്ടുള്ളല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ കുൽന നമ്മൾ പറയും നാം. അത് നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. ബി അസിലോത്തി അസിലോത്ത് നോക്കുകയാണ് എങ്കിൽ ലോ ആ മാനാക്കനെ ലോ ചെയ്തനീ അക്രമത്തുക്കാന്ന് പറഞ്ഞാൽ നിൽക്കാത്ത പോകാൻ ലോ കാനത്തിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ പണ്ട് ദൈവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ വസാദാകുമായിരുന്നു ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വസാദം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ മാന. അങ്ങനല്ല ആക്കിൻ. പക്ഷേ കത്തുസ്താമലു ഈ ലോ പോലത്തൊക്കെ കലീലായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇസ്തിദ്ലാലി. ഇത് മുഖ്തസറിൽ പറഞ്ഞത് ഇസ്തിദ്ലാലിന് ഉപയോഗിക്കലുണ്ട്. ആരുടെ മുതല്ലിമീങ്ങളെ ആളുകൾ ഇസ്തിദ്ലാലിനാണ് ഇസ്തിദ്ലാലിനാണ് ഉപയോഗിക്കൽ. എന്നാൽ ലോകത്ത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് എന്തിനുള്ളതാണ്? കഴിഞ്ഞു പോയ കാലത്ത് അതുണ്ടാകാത്തതിനാൽ ഇതുണ്ടായിട്ടില്ല എന്ന് അറിയിക്കുക എന്നുള്ള മാനാക്കാണ്. ഓർമ്മല്ലേ അങ്ങനെ? അപ്പോൾ ഇങ്ങനെ ഇസ്തിമാലുണ്ട് ഈ മുതകല്ലിമീങ്ങളുടെ അടുക്കൽ. എന്തിന്? ബിന്തിഫായിൽ ജുസ്ഇ അലന്തിഫായി ജസായി അലൽ ജസായി എന്നാണ് വേണ്ടത്. ബിന്തിഫായിൽ ജസായി അലന്തിഫായി ഷർത്തി. പിന്നെ ജസായിൻ്റെ ഇല്ലായ്മ കൊണ്ട് ഷർത്തിൻ്റെ ഇല്ലായ്മന് ദലീൽ പിടിക്കാനാണ് ഇബ്നു അജ്മ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാനാക്കും കല്ലിയുടെ ഉപയോഗിക്കപ്പെടാറുണ്ട്. അവിടെ ഏതുമില്ലാതെ പിന്നെ ദലാലത്തിൻ്റെ അല തയ്യീന് സമാനിന് അവിടെയാണ് തയ്യീന് സമാനെന്ന് മുറാതന്നല്ല. പിന്നെ ആ മാനക്കും പോയി അങ്ങനെ മാനാക്കാണ് ലോ ഉപയോഗിച്ചതാണെങ്കിൽ പിന്നെ അവിടെ ഉപയോഗിക്കുന്നുള്ള കാലത്തിൻ്റെ നോട്ടൊന്നും ഇല്ല. പിന്നെ ജവാബ് ഉണ്ടായില്ലാത്തതിനാൽ ഷർത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള മാനാക്ക വെക്കണത്. കമാഫി കൗലിന ലൗകാനൽ ആലമു ഖദീമൻ ലകാന ഗൈറ മുത്തഅയ്യിരിൻ ഒരാൾ പറഞ്ഞു ചോളി കണ്ടോ. ലൗകാനൽ ആലമു ഖദീമൻ ഈ കാണുന്ന ആലം ഖദീമായിരുന്നുവെങ്കിൽ ഇത് പിന്നെ ഇത് ഹാരിസാണ്. ഇത് ഖദീമായിരുന്നുവെങ്കിൽ ലകാന ഗൈറ മുത്തഅയ്യിരിൻ അത് ഗൈറ മുത്തഅയ്യിറാകുമായിരുന്നു എന്നൊരാൾ പറയാണ് എങ്കിൽ പിന്നെ അവിടെ ഇപ്പോൾ ഒരിക്കലും ഏതില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ ലൗവിയ മാനൻ്റെ ലൗ അസില്ലോത്ത് പ്രകാരം എന്തിനാണ് വെച്ചെങ്കിൽ അതിന് ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇവിടെ എന്താ വെളിയിടിക്കാൻ എന്തിനാണ് അറിയാം. ഇവിടെ എന്തുണ്ട്? കദീമാകെ അറിഞ്ഞ ഇത് പിന്നെ ഏതില്ല, പിന്നെ ഇതുണ്ടായിട്ടില്ല. ഏതുണ്ടായിട്ടില്ല? തഗയ്യുറുണ്ടായിട്ടില്ല. ആയതാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് കദീമല്ല എന്ന് മനസ്സിലായി എന്നുള്ള മാനാക്കാണ് ഇവിടെ ഉപയോഗിച്ച് ഇവിടെ ലൗവിനെ ഉപയോഗിച്ചത്. അതാണ് വല്ലായത്തു ഈ ആയത്ത് മിൻ ഹാദൽ കബീലി ഈ കബീൽ ഈ ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അസിലോത്ത് പ്രകാരം അങ്ങനെ വെച്ചണല്ലോ എന്ന് പറഞ്ഞിട്ട് വരണ്ട. വക്കതി എസ്തബിഹു ഈ ഞാൻ ഈ പറഞ്ഞത് കൺഫ്യൂഷൻ ആകലുണ്ട്. അല ബാദിൽ അദ്ഹാനി ചില ബുദ്ധികളുടെ മേൽ കൺഫ്യൂഷൻ ആകാറുണ്ട്.
ഇസ്തിബിൻ്റെ ഫായിൽ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അഹദുൽ ഇസ്തിമാലൈനി, രണ്ട് ഇസ്തിമാലിൽ ഒന്ന്, ബില്ലാഹരി മറ്റേതുമായിട്ട് കൺഫ്യൂഷൻ ആകാറുണ്ട്. ഫയക്കൗൽ ഹബത്തു, അങ്ങനെ പൊട്ടത്തരത്ത് പോയി പൊട്ടത്തരം സംഭവിക്കാറും ഉണ്ട്. അല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ അങ്ങനത്തെ അള്ളാഹു ആണ് അൽ ഖദീമു, ഖദീമായ അള്ളാഹു ആണ് ആലമിൻ്റെ മുഹദിസ്. പിന്നെ ഹാദ, ഈ അൽ ഖദീമു എന്നത് തസ്രീഹും ബിമാ ഒരു ഇൽത്തിസാമൻ, അത് ഇൽത്തിസാമൻ അറിയപ്പെട്ടതിന് തുറന്നു പറഞ്ഞു എന്നുള്ളൂ. ഇത് കാരണം അൽ വാജിബു, ഈ നമ്മൾ അള്ളാഹുവിന് എന്താ അൽ വാജിബു ബിദാത്ത് എന്നല്ല വായിച്ചത് വാജിബു. അപ്പോൾ വാജിബ് എന്ന സാധനലായക്കൊന്നും ഇല്ല കദീമൻ, അത് കദീമല്ലാതാവൂലല്ലോ. അപ്പോൾ പിന്നെ അള്ളാഹു ആണ് എന്ന് പറഞ്ഞല്ലോ ഫുള്ളും വന്ന് കിട്ടുന്ന ഏത് കിട്ടിയിരിക്കണ്, അൽ കദീമു കിട്ടിയിരിക്കണം. അതിപ്പോൾ പിന്നെ അവ്യക്തമായി കിട്ടിയതെന്ന് വ്യക്തമാക്കി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇനി എന്താണ് ഈ കദീമിൻ്റെ മാന നോക്കുക. ഇനി ഇങ്ങോട്ട് ഈ ഐ നിട്ടത് ഈ അൽ കദീമുവിൻ്റെ മാനം കേട്ടാ വെക്കണേ. ഐ ലബ്തിദ അലി വുജൂദിഹി എന്നാണ് എൻ്റെ അർത്ഥം. കദീമിൻ്റെ മാന വുജൂദിന് എന്തില്ല, ഇബ്തിദാ എന്ന സംഗതി ഇല്ല. പിന്നെ ഇത് ലൗകാന ഹാദിസൻ, അള്ളാഹു ഹാദിസ്, ഈ വാജിബുൽ വുജൂദ് ഹാദിസാണ് എങ്കിൽ, അഥവാ മസ്ബൂക്കൻ, അങ്ങനെ അർത്ഥം വെക്കണം അവിടെ, അഥവാ മസ്ബൂക്കൻ ബിൽ അദമി, അദമ കൊണ്ട് മസ്ബൂക്കാണെങ്കിൽ, ആദ്യം ഒരു ഇല്ലായ്മ ഉണ്ടായിട്ട് പിന്നെയാണ് എങ്കിൽ ലകാന വുജൂദുഹു മിൻ വൈരിഹി, അതിൻ്റെ വുജൂദ് വൈർനാലായിരിക്കും. മിൻ വൈരിഹി ആണ് അതിൻ്റെ ഖബർ, കാനൻ്റെ ഖബർ. ലറൂറത്തൻ, അത് ലറൂറത്താണ്. ഹത്താ വഖഅഫി കലാമി ബാലിഹിം, എത്രത്തോളം ചില ഇമാമിങ്ങളുടെ കലാമിൽ സംഭവിച്ചിട്ടുണ്ട്. എന്ത്? അന്നൽ വാജിബ വൽ ഖദീമ മുതറാദിഫാനി, വാജിബും ഖദീം മുതറാദിഫാനിയാന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. സംഗതി പറഞ്ഞ ശരിയൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞവരുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സംഗതി പറഞ്ഞത് ശരിയൊന്നും അല്ല. കാനലി കത്തേബിതായി മഫൂമേനി, രണ്ട് മഫൂമു വെവ്വേറെ എന്നുള്ള കത്ത് അല്ലേ, ഉറപ്പല്ലേ? ഇന്നമല കലാമി തസാവി അസ്ബി സദക്കി, നമ്മൾ മാസത്തിന്റെ ഭാഗത്ത് കൂടെ തസാമ എന്നുള്ള വിഷയത്തിലപ്പോൾ നമ്മളർത്താണ്. അത് രണ്ടും ഒരു വാജിബ് സാധിക്കുന്നവനക്ക് കാദിമും കദീമും സാധിക്കാവും, കദീമും സാധിക്കുന്നവനക്ക് വാജിബും സാധിക്കാവുന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വാജിബിൻ്റെയും കദീമിൻ്റെയും മയനൊന്നാണ് എന്ന നിയമത്തില പറയാൻ പറ്റുന്നില്ല. പിന്നെ അള്ളാഹും ചില ആളുകൾ എന്തിൻ്റെ മേലിലാണ്, അല അന്നൽ കദീമ ആമു, കദീം ആമു ആണ് ഇതിനേക്കാൾ, വാജിബുൽ ദാത്തിനേക്കാൾ. അപ്പോൾ ഒന്ന് ആമു ഒന്ന് ഹാസുവാണ് എന്ന് പറഞ്ഞു ചില ആൾക്കാർ. അതിനെന്താ പോലെ ഞാൻ പറഞ്ഞറിയോ, സിദ്ഖിഹി, കാരണം കദീം പറയാൻ പറ്റിയതിന് വേണ്ടി അല സിഫാത്തിൽ വാജിബി, ആ വാജിബുൽ ദാത്തിൻ്റെ പിന്നെ വല്ലാൻ്റെ സിഫാത്തിനൊന്ന് പറയാൻ പറ്റും. ഏത്? കദീം എന്ന് പറയാൻ പറ്റുമോ, കദീം എന്ന് പറയാൻ പറ്റുമോ ഖിലാഫിൽ വാജിബി, വാജിബിലേക്ക് മാറി വാജിബി. പിന്നെ സിഫാത്തിൻ്റെ മേലിൽ പിന്നെ കദീം പറയാൻ പറ്റും. അതേ സ്ഥലത്തിൽ വാജിബിൻ്റെ എന്തിനു പറയാൻ പറ്റൂല, സിഫാത്തിൻ്റെ മേലിൽ വാജിബ് എന്ന് പറയാൻ പറ്റൂല. കാരണം ഫൈനഹു നിച്ചുപാടി വാജിബ് എന്ന സാധനം ലാ യസ്ദുഖു അലൈഹ, സിഫാത്തിൻ്റെ മേൽ പറയാൻ പറ്റൂല. വാജിബ് എന്ന സാധനം സിഫാത്തിന് പറയാൻ പറ്റൂല. അള്ളാഹിൻ്റെ ദാത്തിനെ പറ്റി വാജിബ് ആണ് അറിയാം. അള്ളാഹുവിൻ്റെ സിഫത്തിനെ പറ്റി വാജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ? വായിച്ച് താജുദുണ്ടാവും. എന്താ? വലസ്തിഹാലത്ത ഫീ താജുദി സിഫാത്തിൽ കദീമത്തി, കദീമ സിഫത്തുകൾ താജുദാണെന്ന് കുഴപ്പമില്ലല്ലോ. അതേ സ്ഥലത്തിൽ അള്ളാഹുവിൻ്റെ പിന്നെ ദാത്ത് എന്താൻ പറ്റൂല, താജുദാകാൻ പറ്റൂല. സിഫത്ത് ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത് കാരണം 20 വാജിബ സിഫത്തുണ്ട് ഇല്ലേ, 20 വാജിബ സിഫത്ത് അള്ളാഹ്ക്കില്ലേ. അപ്പോൾ ഇത് വെച്ചിങ്ങാണ്ട് ചില ആളുകൾ പറഞ്ഞു കദീം ആമും വാജിബ് ഹാസുമാണ് എന്ന് പറഞ്ഞു. സംഗതി ശരിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് അവർ പറഞ്ഞ ന്യായം എന്താണ്? ഉദക്കോല് പറയാട്ടോ, ഇന്നമൽ മുസ്തഹീലും, നിശ്ചയമായിട്ടും മുസ്തഹീൽ തഅദ്ദുദു ദവാത്തിൽ കദീമത്തി, കദീമായ ദാത്തുകൾ തഅദ്ദുദിലും ആകെ മാത്രമാണ് മുഹാലുള്ളത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായത്തിൻ്റെ മേലെ ചില ആളുകൾ.
വഫീ കലാമി ബഅദിൽ മുതഅഖിരീന കൽ ഇമാമി ഹമീദുദ്ദീൻ സരീരി റഹ്മഹുല്ലാഹ് വമൻ തബിഅഹു. ബഹുമാനപ്പെട്ട ഹമീദുദ്ദീൻ സരീരി റഹ്മഹുല്ലയും മഹാനോട് താബിയവരെ പോലുള്ളതായിരിക്കുന്ന ചില ആളുകളെ പോലുള്ള ബഅദ് മുതഅഖിരീങ്ങൾ കലാമിലുണ്ട്. എന്തുണ്ട്? തസ്രീഹുൻ, അതാ മുതമോഹർ, തുറന്നു പറയലുണ്ട്. എന്തുകൊണ്ട്? ബി അന്ന വാജിബൽ വുജൂദി ലിദാത്തിഹി വല്ലാഹു തആല വസിഫാത്തുഹു ആണ് അവിടെ കാണുന്നത്. വാജിബുൽ വുജൂദ് അള്ളയും അള്ളാന്റെ സിഫത്തുമാണ് എന്ന് പറഞ്ഞ അവൾ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ. സംഗതി ചെയ്യുന്നതല്ല കേട്ടോ. വാജിബുൽ വുജൂദ് പറഞ്ഞത് അള്ളാന്റെ ദാത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് അള്ളാഹും സിഫത്തും കൂടിയാണ് എന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓല് ദലീലും പറഞ്ഞിങ്ങാണ്ട് ഓലിന്റെ പൊളിച്ചിനുമുണ്ട്. ഓലെന്താ ദലീല് പറഞ്ഞത്? വസ്തദല്ലു, ഒരു ദലീല് പറഞ്ഞു വരാ അന്ന കുല്ലമാഹുവ ഖദീമുൻ വഹു വാജിബുൽ ലിദാത്തിഹി. ഖദീമൊക്കെ വാജിബുൽ, അള്ളാഹിന്റെ സിഫത്തും ഖദീമല്ലേ. അപ്പോൾ എന്ത്? അള്ളയും അള്ളാഹിന്റെ സിഫത്തും ഖദീമാണ്. ആ ഖദീമായതൊക്കെ വാജിബുൽ ലിദാത്തിയാണ് എന്നാ പോലും. അപ്പോൾ അള്ളാഹിന്റെ സിഫത്തും എന്താണെന്നായി? വാജിബുൽ ലിദാത്തിയാണെന്നായി. എന്തുകൊണ്ടാണ് ദലീല് പറഞ്ഞത്? ബി അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലൗലം വെക്കും വാജിബൽ ലിദാത്തിഹി, ഖദീമായതൊക്കെ വാജിബുൽ ലിദാത്തി അല്ലെങ്കിൽ ലകാന ജായിസൽ അദ്മി. അപ്പോൾ അദ്മി ജായിസാവൂലേ? ഫിന്നഫ്സിൽ ജായിസുൽ അതുമാകുമ്പോൾ എഹ്താജ് ബി വുജൂദിഹി ഇലാ മുഖസ്സിസിൻ. അപ്പോൾ പിന്നെ അതിൻ്റെ വുജൂദിലേക്ക് അതിൻ്റെ ഒരു മൂജിദ്, മുഖസ്സിസ് പറഞ്ഞൊരു മൂജിദ് ഉണ്ടാക്കിയ ഒരാൾ വേണ്ടി വരുമല്ലോ. ഫയകൂനു മുഹദ്ദസൻ, അപ്പോൾ എന്തായി മാറും? അത് മുഹദ്ദസായി മാറൂലേ? ഇത് കാരണം ഇതൊക്കെ ഓലിനെ പറഞ്ഞ ഇത് കാരണം ലാനാനീബിൽ മുഹദ്ദസ് ഇല്ലാമ, മുഹദ്ദസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇല്ലാമ ഒന്നല്ലാതെ യഥാലക വുജൂദുഹു ബിഈജാദി ഷൈഇൻ ആഖറ, അതിൻ്റെ വുജൂദ് വേറൊന്നിൻ്റെ ഈജാദിനോട് ബന്ധമുണ്ട്, അങ്ങനത്തെ ഒന്ന് നടത്തുള്ളൂ മുഹദ്ദസിന്, ആ ഒരു മാന വെക്കുന്നുള്ളൂ. ആയതുകൊണ്ട് ഇതൊക്കെ എന്താ മുഹദ്ദസാണ് പോകും. അതില്ലാതെക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹും അള്ളാഹിൻ്റെ സിഫത്തും വാജിബുൽ ലിദാത്തിയാന്ന് വെക്കണം എന്ന് ഓല് പറഞ്ഞു. സുമ്മായത്തറല്ലോ. പിന്നെ അത് ഓല് പറഞ്ഞാണ്ട് ഓൽക്കെതിരെ ഓലിനെ ഇത്തിറാവും പറഞ്ഞു. എന്തുകൊണ്ട്? ബി അന്ന സിഫാത്തി, എന്താ ഓൽക്കുള്ള പാളിച്ചാന്ന് ഓലെന്നെ പറയണ്ട, ഓരോ വാദത്തിലുള്ള പാളിച്ച. ബി അന്ന സിഫാത്തി, നിജപാട് സിഫത്തുകളൊക്കെ ലോകാനത്ത് വാജിബല്ലിദാത്തിഹ, അതൊക്കെ വാജിബല്ലിദാത്തി ആയാൽ ഇല്ല കാനത്ത് ബാക്കിയത്തൻ. അതിനെ പറ്റി നമുക്ക് സിഫത്തിനെ പറ്റും ബാക്കിയത്ത് എന്ന് പറയാൻ പറ്റൂല. നമുക്ക് അള്ളാഹുവിൻ്റെ സിഫത്തിനെ പറ്റി എന്തറിയാൻ പറ്റും? ആ സിഫത്ത് ബാക്കിയത്താണ് അറിയാം. ബാക്കിയത്ത് അവൽ ബക്കാവു മായനൻ, ഈ ബക്കാവ് എന്നതൊരു മാനയാണ്. ഫെൽസുമു ഖിയാമുൽ മായന ബിൽ മായന, മാനി നിൽക്കൽ എന്താണ്? മുഹാലു നിർബന്ധമാവും. മുഹാലു ആണെന്ന് കൂട്ടിയാൽ മതി. അവിടെ കുബറ കൂട്ടണം. അവിടെ ഏത് മാനി നിൽക്കാൻ പറ്റൂല. ഇതൊരു സിഫത്തൊരു മാനയാണ്, ബക്കാവ് എന്നുള്ളൊരു മാനയാണ്. അപ്പം എന്ത് ചെയ്യും? ബക്കാവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തിൽ പോയി നിൽക്കുന്ന ഒരു മാനയിൽ നിൽക്കുന്ന മാനയാവും. ഓ മുഹാലുൻ എന്നർത്ഥം. അത് മുഹാലല്ലേ? വാജാബു. ഇങ്ങോട്ട് അതിനെന്നെ ഒരു ജവാബും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ ലാസ്റ്റ് ഒരു പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി പറയാം. സുമ്മയത്തറലൂ, അവർക്കെതിരെ തന്നെ ഇത്തിറാദ് പറഞ്ഞു. എന്തുകൊണ്ട്? അന്ന സിഫാത്തി, നിശ്ചയമായിട്ടും അള്ളാഹുവിൻ്റെ സിഫാത്തുകളൊക്കെ ലോകാനത് വാജിബത്ത് ലിദാത്തിയ, അതൊക്കെ വാജിബത്ത് ലിദാത്തിയാണെങ്കിലേ ലക്കാനത് ബാക്കിയത്തൻ, അതെന്നൊന്ന് ശേഷിക്കുന്നാവുമല്ലോ. ഒരു ബക്കാവു, ശേഷിപ്പ് എന്നത് മായനൻ, അതൊരു മായനല്ലേ. ഫെൽസുമു ഖിയാമുൽ മായന ബിൽ മായന, അപ്പോൾ മായന നിൽക്കേണ്ടി വരൂലേ? അപ്പം സിഫത്ത് വാജിബ് തന്നെ എന്ത് കാരം? പിന്നെ എന്താണ്? വാജിബത്തിൽ ദാത്തി ആവുമ്പോൾ ബാക്കിയത്താണ് ഈ കാര്യം. ബാക്കാ എന്ന് പറഞ്ഞൊരു മായനയാണ്. അപ്പോൾ ഈ സിഫത്ത് പോയി കാണ്ട് ഈ ബക്കാ എന്നുള്ള മായന നിൽക്കേണ്ടി വരൂലേ? അപ്പോൾ മുഹാലാവൂലേ? ചോദിച്ചതിന് മറുപടി പറയാം. വാജാബു, ഓലെന്നതിന് മറുപടി പറഞ്ഞു. എന്ത്? ബി അന്ന കുല്ല സിഫത്തിൻ ഫയ്യ ബാക്കിയത്തും ബി വക്കായി ഹുവ നഫ്സ് തിൽക സിഫത്തി. അതിനിപ്പോൾ അത് എന്നല്ല, ഏത് സിഫത്താണെങ്കിലും ഫയ്യ ബാക്കിയത്തും, അതൊക്കെ ബാക്കിയത്ത് തന്നെയല്ലേ. ഏത് സിഫത്തും ബാക്കിയത്താണല്ലോ. അള്ളാഹുവിൻ്റെ സിഫത്തൊക്കെ തന്നെയാണ് ബാക്കിയത്താണ്. ഇൽമ്, കുദ്റത്ത്, മറ്റെന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ബാക്കിയത്താണ്. പക്ഷെ ആ ബക്ക എന്ത് ബക്ക ആണ്? ബി ബക്കാ ഇൻ ഹുവ നഫ്സു തിൽക സിഫത്തി. ആ ബക്ക ആ സിഫത്ത് തന്നെയാണ്. രണ്ടെണ്ണം അവിടെ അല്ല. ഒന്ന് മറ്റൊന്നിന് നിൽക്കണമെങ്കിൽ നിൽക്കുന്ന സാധനം ഒന്നും വേറെയും മറ്റൊന്ന് വേറെയും വേണ്ടേ? ആ സിഫത്തിന് തന്നെയാണ് എന്ത് പറയുന്നത്? ബക്കാവ്. ആ സിഫത്ത് തന്നെയാണ് ആ ബക്കാവ്. അല്ലാതെ അവിടെ ബക്കാവ് വേറെയും ആ സിഫത്ത് വേറെയും ഇല്ല. ബി ബക്കാ ഇൻ ഹുവ നഫ്സു തിൽക സിഫത്തി. ഒരു ബക്കാവ് കൊണ്ടാണ് ബാക്കിയാണത്. അത് ആ സിഫത്ത് തന്നെയാണ്. പറഞ്ഞല്ലേ? അത് എന്നും നിലക്കാന്നുള്ളതിന് ഒരു വസ്വറിയുണ്ടെന്നുള്ളൂ. ഹാദ, ഇതൊക്കെ കലാമുൻ, ഇതൊക്കെ ഒരു വർത്താനാണ്. ഫി ഓയത് സൂബത്തി, ഇതൊക്കെ ഭയങ്കര ഞെരുക്കത്തിൻ്റെ അങ്ങേ തലയിൽപ്പെട്ട വർത്താനാണ്. ഇതൊക്കെ ഈ കാട് കയറിയ വർത്താനാണ്. നാടൻ ശൈലി പറഞ്ഞാൽ ഫൈനൽ കൗലബി തഅദ്ദുദിൽ വാജിബിൽ ലിദാത്തി,
ഈ വാജിബുല്ലിദാത്തി മുതാദ്ദിദാണ് എന്നുള്ള പറച്ചിൽ അത് മുനാഫില്ലി തൗഹീദ്, അത് തൗഹീദിനെതിരാണ്. വാജിബുല്ലിദാത്തി ഒന്നുള്ളൂ, വാജിബുല്ലിദാത്തി മുതാദ്ദിദാന്ന് പറഞ്ഞാൽ അതെന്തായാലും പിന്നെ തൗഹീദിനെതിരാണ്. എന്നവൽ കൗലബി ഇംകാനി സിഫാത്തി, സിഫത്തുകൾ മുംകിനാന്ന് പറയലോ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മുംകിനാത്താണ് എന്ന് പറയൽ യുനാഫി അതെതിരാണ്. കൗലുഹും അത് അവരുടെ കൗലിനോട് എതിരാണ്. എന്ത് ബി അന്ന കുല്ല മുംകിനിൻ ഫഹു ഹാദിസുൻ, എല്ലാ മുംകിനും ഹാദിസാണ് എന്ന് പറഞ്ഞതിനെതിരാണ് അള്ളാഹുവിൻ്റെ സിഫത്ത് മുംകിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് ഹാദിസാണ് എന്ന് വരും. ഫൈൻ സാമു, ഇനി അവരിങ്ങനെ വാദിച്ചു, എന്ത് അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ ഹാദിസിൽ പോയി ഹാദിസാണെന്ന് വരൂലേ എന്ന് ചോദിച്ചതിന് മറുപടി ഒരു ഞൊണ്ടിന്യായം പറഞ്ഞാൽ അന്നഹ കദീമത്തുൻ, ഈ അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ കദീമത്ത് തന്നെയാണ്. ഏത് മാനാക്ക് ബി സമാനി, സമാന് കൊണ്ട്. ഏത് മാനാക്കുള്ള സമാന്? ബി മാന അദമിൽ മസ്ബൂക്കിയത്തി ബിൽ അദമി, അതുകൊണ്ട് മുൻകടക്കാതിരിക്കുക എന്ന അർത്ഥത്തിനിക്കുള്ള സമാന് കൊണ്ട് കദീമത്താണ് എന്ന് പറയാം. വനക്കമായിട്ട് ഇൻകാൻ്റെ മാന മാറ്റുക, ഈ പിന്നെ ഹുദൂസിൻ്റെ ഒക്കെ മാനക്കെന്ന് മാറ്റുക, കദീമാവിൻ്റെ മാനക്കെന്ന് മാറ്റി പിടിച്ചുങ്ങാണ്ട് പറഞ്ഞൊപ്പിച്ചൂടെ എന്ന് പറഞ്ഞ് ഞൊടിഞ്ഞു കഴിഞ്ഞാൽ വഹാദ, ഇങ്ങനെ മാന വെക്കുമ്പോൾ ഈ കദീമ് എന്ന് പറഞ്ഞാൽ മസ്ബൂക്കിയത്ത് കൊണ്ട് അതുകൊണ്ട് മസ്ബൂക്കാകാതിരിക്കുക എന്ന അർത്ഥം വെച്ചുകൊണ്ടുള്ള വെക്കുകയാണെങ്കിൽ ലാ ഇനാഫിൽ ഹുദൂസ ദാത്തിയ, അപ്പം ഹുദൂസ് രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ. ദാത്തിയ ഹുദൂസിന് എതിരല്ല എന്ന് ഞൊടിഞ്ഞാൽ അഭിമാന ഏത് മാനാക്ക് ദാത്യമായ ഹുദൂസ് പറഞ്ഞാൽ മാനൽ ഇഹ്തിയാജില ദാത്തിൽ വാജിബീൻ, സംഗതിക്ക് എന്തുണ്ട് പിന്നെ വാജിബുല്ലിദാത്തിൻ്റെ ദാത്തിലേക്ക് ആവശ്യമുള്ളതാണ് എന്ന അർത്ഥത്തിലേക്ക് ഹുദൂസും ദാത്തി ഉള്ള മാനാക്കൾ ഹുദൂദാത്തിനെതിരല്ല എന്നും പറഞ്ഞ് ഒപ്പിക്കുകയാണെങ്കിൽ ഫഹുവ കൗലും ബിമാ ദഹബൈലയിൽ വലാസിഫത്തു, എന്നാ പിന്നെ അത് പോയി അവൾ ഇതിന് പുറത്തു പോയി, ഇസ്ലാമിൻ്റെ വാദത്തിൽ നിന്ന് പുറത്തു പോയി ഫൽസഫക്കാരുടെ വാദത്തിലേക്കാണ് പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, കാരണം ഓലെന്താ പറയുക, എന്തിനാൽ വായിച്ചു മിനിങ്കിസാമി കുല്ലി മിനൽ കിദമി വൽ ഹുദൂസി, കദീമാകുക ഹാരിസാകുക പോലത്തേനെ ഓഹരിയാകലിനാൽ ഇല ദാത്തി വ സമാനി, ദാത്തിയായ കിദമും പിന്നെ സമാനിയായ കിദമും പറയാം. ഹുദൂസും അങ്ങനെ ദാത്തിയും ഉണ്ട് സമാനിയുടെ, അങ്ങനെ രണ്ട് വകുപ്പ് ഇസ്ലാമിലില്ല. അതൊക്കെ ഫൽസഫക്കാരുടെ വാദമാണ്. വഫീഹി, ഇതിലുണ്ട് റഫ്ലുല്ലി കതീറി മിനൽ കവായിദി, ഇസ്ലാമിൻ്റെ അടിത്തറ നിയമങ്ങളിൽ നിന്ന് പലതിനെയും ഉപേക്ഷിക്കലിലേക്ക് എത്തിപ്പെടുന്ന കാര്യമാണത്. വസതീലി ഹാദാ സിയാദത്തു തഹ്ഖീഖ്, ഇൻഷാ അല്ലാഹ് കിതാബ് തന്നെ ഒരു കുറച്ച് വിഷുവിന് പരത്തി പറഞ്ഞത് അതിരിക്കുന്ന തഹ്ഖീഖാക്കൽ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. ഇത് വരെ ഫൽസഫക്കാരുടെ ഭാഗത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. ഈ ചോദ്യം ഇങ്ങനെ ചോദ്യം ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ മറുപടിക്ക് പിന്നെ മറുപടിയും പറയപ്പെടുന്ന വിഷയമാണ്. അങ്ങനെയാണ് വരാൻ പോണത്. ഇവിടെ എത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണെന്ന് വന്നു, ഖദീമാണെന്നും വന്നു, പിന്നെ പോകുന്നത് വാഹിദാണ് എന്ന് ഈമാനായി. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? 20 സിഫത്തിന് 2 പറഞ്ഞു. സമീഉൽ ബസീറു ഷാഇൽ മുരീദു, 4 കൂട്ടിയൊറ്റ പറച്ചിലാണ് പറയാം. വായിച്ചു ഹയ്യും, ഹയ്യും ഖാദിറുണ്ടല്ലോ അടിയില്ല, 3 കണ്ട്. അൽ ഹയ്യുൽ ഖാദിറുൽ അലീമു സമീഉൽ ബസീറു ഷാഇൽ മുരീദ് അന്ന ബദാഹത്തല്ലി, ഈ 7 സിഫത്ത് അള്ളാഹ്ക്കുണ്ട് എന്ന് പറയാൻ കാരണം ബദാഹത്തുൽ തക്ക തന്നെ ജാസിമത്തിന് ഉറപ്പിക്കുന്നുണ്ട്. അന്ന മുഹദിസൽ ആലമി, കാരണം ഈ കാണുന്ന ഈ ആലമിനെ പടച്ചവൻ അല ഹാദൻ നമത്തിൽ ബദീഇ, ഈ ആശ്ചര്യകരമായിരിക്കുന്ന ഈ കോർവൻ്റെ മേലിലും അല്ലെങ്കിൽ ഈ കാണുന്ന ശൈലിയുടെ മേലിൽ ഈ ആലമിനെ ഹിദാസ് ചെയ്തവൻ, വൻ നിലാമിൽ മുഹ്കമി, ഈ മുഹ്കമതായിരിക്കുന്ന ഈ നിലാമിൻ്റെ മേലിലും ഈ കാണുന്ന പ്രപഞ്ചത്തെ ഹിദാസ് ചെയ്തവൻ, മയമാ യസ്തമിലു അലൈഹി, വെറും നിർമ്മാണം മാത്രമല്ല, അത് ഏതിൻ്റെ മേലിൽ മുസ്തമിലാണോ അതുൾപ്പെടെ. എന്തിനാൽ ബിൽ അഫ്ആലിൽ മുത്തഖീനത്തി, നല്ല ഇത്ഖാനുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളും, നുഖൂഷിൽ മുസ്തഹസനത്തി, നല്ല മുഞ്ചുള്ളതായിരിക്കുന്ന കൊത്തുപണികളും. എന്താണ് ആകാശം ആരുമിനേഷണം നോക്കിയാൽ നക്ഷത്രങ്ങൾ അങ്ങനെ കാണുന്നു, ഓരോ മരങ്ങളും ജീവികളും എന്തെല്ലാം ഈ രീതിയുള്ളതായിരിക്കുന്ന ഈ ഇഹിദാദ് ചെയ്തവൻ ലായക്കൂനു, ആ ഇഹിദാദ് ചെയ്തവൻ ആവൂല ബിദൂനിയാദി സിഫാത്തീൻ, ഈ 7 സിഫത്ത് കൂടാതെ ആവൂല. ഹയ്യാവണം, മയ്യത്തിന് അതിന് പറ്റൂല. ഖാദിറാവണം, ആജിസിന് അതിന് പറ്റൂല. അലീമാവണം, ജാഹിലിന് അതിന് പറ്റൂല. സമീ ആവണം,
ബസീറാവണം, മഷീയത്തും ഇറാദത്തും ഉള്ള ആളാവണം. അതൊന്നും ഇല്ലാതെ ഒരാൾക്ക് എന്തിനു കഴിയൂല, ഇത്തരം സംഗതി കഴിയൂല. പിന്നെ അതിൻ്റെയും പുറമെ അല അലാപത്തിൻ്റെ അലയാട്ടോ, അല അന്ന അൽദാദഹ, മാത്രമല്ല ഇതിന് നേരെ വിപരീതം മയ്യത്താവുക, ആജിസാവുക പോലത്തെ ഒക്കെ നഖായിസു, അതൊക്കെ ഓരോ കമ്മികളാണ്, കുറവുകളാണ്. യജിബു തൻസീഹുല്ലാഹി തആല അൻഹാ, അതിനത്രക്ക് അല്ലാഹു പിന്നെ പരിശുദ്ധനാക്കൽ നിർബന്ധമാണ്. വഅയ്ളൻ, അതിൻ്റെയും പുറമെ വഖദ് വറദ ശർഉ ബിഹാ, അതുകൊണ്ട് ശർഉ വാരിദായിട്ടുണ്ട്. വഹുവ സമീഉൽ ബസീർ എന്നൊക്കെ ഖുർആനിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ബഅ്ളുഹ എന്നാൽ ചിലത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര ഏണ്ണല്ലുള്ളത്, അതിന് ചിലത് മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. ലാ യതവഖഫു സുബൂതു ശർഇ അലൈഹ, ശർഇ സാബിത്താകാൻ അത് നിലകൃതിയല്ല. ശർഇ സാബിത്താകാൻ, ഈ ഇസ്ലാമും ഷർഉം ദീനും സാബിത്താകൽ നിലകൃതിയല്ല. അലൈഹ, ആ സിഫത്തിന് വേണ്ടി നിലകൃതിയല്ല. അങ്ങനത്തെ ഒന്ന് ആ കൂട്ടത്തിലുണ്ട്, ആ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ആ ഏതാണെന്നറിയാം, തൗഹീദ് ഫെജിബു തമസ്സുക്ക് ബി ശർഇ ഫീഹ, അതിൽ ഷർഉകൊണ്ട് തമസ്സുക്ക് ചെയ്താൽ മതി, ദൗറ് വരാതെക്കാൻ. ബി ഖിലാഫി, തൗഹീദ് പോലുള്ളത്. ബി ഖിലാഫി വുജൂദി സാനി, എന്നാൽ ഈ സാനി ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത്, ഈ കാണുന്ന അറബിക്ക് സാനി ഉണ്ട് എന്നുള്ളതുണ്ടല്ലോ, അതുപോലെ തന്നെ കലാമിഹി, ആ സാനി കലാമുണ്ട്, വിനാവിതാലിക്ക പോലത്തെ ഒക്കെ മിമ്മ പോലത്തെ എന്തിനാൽ ചില സിഫത്തുകളാൽ യതവഖഫു സുബൂതു ശർഇ, ശർഇ സാബിത്താകൽ അലൈഹി, അതിൻ്റെ മേലാണ്. ഈ ശർഇനെ നിലക്കുന്ന ദൈവമേലാണ്, ഈ സിഫത്ത് പിടിച്ചിട്ടാണ് അള്ളാഹ് ഈ ശർഇനെ സാബിത്താണ്. അങ്ങനത്തെ കാര്യങ്ങളാവോളോ അവിടെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ദൗറ് നിർബന്ധമാകാതെക്കാൻ വേണ്ടിങ്ങാണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ ഷറോട് പിടിച്ചിക്കാൻ അവിടെ പറ്റൂല. എന്ന് വെച്ചാൽ ഷറോട് പിടിച്ചിക്കാൻ പറ്റും മേലത്തോടത്ത്. എവിടെ മിമ്മ ലായത്തവഖഫു ശർഇ ആണെങ്കിൽ, യതവഖഫു ശർഇ സാബിത്താകൽ ഏതൊരു സാബിത്താണോ അങ്ങനത്തെ സിഫത്താണ് എങ്കിൽ, കലാമ് പോലുള്ളതൊക്കെ ആണ് എങ്കിൽ, വുജൂദ് പോലത്തൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, ഷറോട് പിടിച്ചിക്കാൻ പറ്റൂല. കാരണം അത് തിരിയണമെങ്കിൽ ഇത് തിരിയണം, ഇതുണ്ടാകണമെങ്കിൽ അതുണ്ടാവണം, ദൗറ് വരാതിരിക്കാൻ വേണ്ടിങ്ങാണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസ, അള്ളാഹു അല്ല, ബി അർളിൻ, അർളല്ല. അർളും ജൗഹറും ഉണ്ടാക്കി വെച്ചില്ലേ, ആയിപ്പെട്ട ഇത് അർളല്ല. അന്നോക്കനെ അർള് എന്ന സാധനം ലായക്കും ബിദാത്തി, സ്വയം നിലനിൽക്കാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അർള് പറഞ്ഞാൽ ബൽ, എങ്കിലും ഇഫ്തഖിറു മഹല്ലി യുഖബിമു, അതിനിക്ക് നിലനിൽപ്പ് കൊടുക്കുന്ന ഒരു മഹലിലേക്ക് ആവശ്യമുള്ള സാധനത്തിനാണ് എന്ത് പറയണത്, പിന്നെ അർള് പറയണത്. ഫെക്കൂന് മുംകിനൻ, അപ്പോൾ അർളായ അർള് മുഴുവൻ മുംകിനായ സാധനമേ ആവുള്ളൂ. പിന്നെ വലിയന്നഹു, മാത്രവുമല്ല ഈ അർള് എന്ന സാധനം യംതനിയു ബക്കാവുഹു, അതിൻ്റെ ബക്കാവ് മുംതനിയാണല്ലോ. ബക്കാവ് ഉണ്ടാകാൻ പാടില്ലാത്ത സാധനമാണ് ഇത്, പിന്നെ അർള് എന്ന സാധനം. ബക്കാവ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബക്കാവ് മുംതനിയാണ്. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ലക്കാനിൽ ബക്കാവു മായനൻ, ബക്കാവ് മുംതനി അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബക്കാ ഒരു മായനയാണല്ലോ. എവിടെ നിൽക്കുന്ന ഇങ്ങനത്തെ മായന, കായിമം ബിഹി, ഈ അർളിൽ നിൽക്കുന്ന, ഈ അർളിന് ബക്കാവ് ഉണ്ട് പറഞ്ഞാൽ പിന്നെ ഈ ബക്കാവ് എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കണം, അർളിൽ നിൽക്കണം. അത് വരട്ടെ, കഴിഞ്ഞില്ല. ഫെൽസമു ഖിയാമുൽ മായന ബിൽ മായന, അപ്പോൾ ഒരു മായന മായനി നിൽക്കേണ്ടി വരും. ഓ മുഹാരുൻ, അത് മുഹാരുമാണ്. എന്ന ഖിയാമൽ അർളി ബി ഷെയ്ഇ, കാരണം പിന്നെ അർള് മറ്റ് ഒരു ഷെയ്യിൽ നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ മായന, മക്കലാവുന്ന മായനാഹു, അതിൻ്റെ മായനയാവുന്നത് അന്ന തഹയ്യുസഹു താബിഉൽ തഹയ്യുസിഹീൻ, ഈ അർളിൻ്റെ തഹയ്യുസ് ഈ ഷെയ്യിൻ്റെ തഹയ്യുസിനോട് താബി ആണ് എന്നതിൻ്റെ മായന. ഒരു ഷെയ്യിൽ അർള് നിൽക്കുക എന്നതിൻ്റെ മായന. വൽ അർദു ലാ തഹയ്യുസ ലഹു ലിദാത്തിഹി, ബിദാത്ത് തഹയ്യുസിന് അല്ലാത്ത സാധനമാണ് ഏത്, അർള് എന്ന സാധനം. അപ്പം എന്തായി, ഇതൊരു അർളിൽ ബക്കാവ് നിൽക്കുകയാണ്. അപ്പം ഇതിപ്പോൾ എന്താണ്, ഒരു അർളാണ്, ഇതൊരു അർളാണ്. ഈ അർള് നിൽക്കേണ്ടി വരും. അതാ പിന്നെ ലാ തഹയ്യുസ ബിദാത്തിഹി ഹത്താ യതഹയ്യസ ഗൈറുഹു ബിതബയ്യതിഹി, അങ്ങനെയാണെങ്കിലല്ലേ ഗൈറ് മുത്തഹയ്യിസാവുള്ളൂ ഇതിനോട് പിന്തുറ്റിക്കൊണ്ട്. കാരണം ഇപ്പോൾ ഇത് നിൽക്കാൻ പോകേണ്ട ഇപ്പോൾ ഈ അർളിലാണ്, ഈ അർളവിടെ നിൽക്കണം, ഈ അർളിൽ നിൽക്കണം. ബക്കാവ് എന്ന് പറഞ്ഞാൽ അർള അവിടെ നിൽക്കണം, ഈ അർളിൽ നിൽക്കണം. അപ്പോൾ ഹാദാ, ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ന്യായീകരണമൊക്കെ മൊബിനിയിൽ എടുക്കപ്പെട്ടതാണ്. അല്ല അന്ന ബക്കാ ഈ മായന സായുധൻ അല വുജൂദിഹി, ഈ ബക്കാ എന്ന സംഗതി തന്നെ
അതിൻ്റെ വുജൂദിനേക്കാൾ സായിരിയായ ഒരാശയമാണ് ബക്കാ എന്ന് വെക്കുമ്പോഴേ ഇപ്പം ഈ പറഞ്ഞ വർത്താനുള്ളൂ. ഒരു വസ്തുവിൻ്റെ വുജൂദിൻ്റെ പുറമുള്ള സാധനമാണ് ബക്കാ എന്ന് വെക്കുമ്പോഴേ ഇപ്പം എന്തുള്ളൂ, ബക്കാ മറ്റേ അറലിൽ പോയി നിൽക്കുക എന്നൊരു ചർച്ച വരുന്നുള്ളൂ. അതുപോലെ തന്നെ വന്നൽ ബക്കാ മഅനാഹു തബയ്യത്ത് ബി തഹയ്യുസി, അന്നൽ ഖിയാമ നിശ്ചയമായിട്ടും ഖിയാമ് എന്ന് പറഞ്ഞാൽ മഅനാഹു അതിൻ്റെ മഅന അത്തബയ്യത്ത് ബി തഹയ്യുസി മറ്റൊന്നിൻ്റെ തഹയ്യുസിനോട് താബി ആവുക എന്നാണ് ഖിയാമിൻ്റെ മഅന എന്ന് വെക്കുമ്പോഴൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ ഈ പറഞ്ഞ ന്യായീകരണമൊക്കെ നടക്കുകയുള്ളൂ. വൽ ഹഖു, സത്യം പറഞ്ഞാൽ അന്നൽ ബക്കാ, ഈ ബക്കാ എന്നതിൻ്റെ വേറെ സാധനമൊന്നും അല്ല, അത് ഇസ്തിംറാറുൽ വുജൂദീൻ, ഉള്ള വുജൂദ് അങ്ങനെ മുസ്തമിറാകുക എന്നാണ് എന്താ പറഞ്ഞാൽ ബക്കാ എന്ന് പറഞ്ഞാൽ. അതും സവാരിഹി പോകാതെ അങ്ങനെ നിൽക്കുക എന്നാണ്. പിന്നെ ഹക്കീക്കത്തുഹു, അതിൻ്റെ ഒരു ഹക്കീക്കത്ത് പറയുകയാണെങ്കിൽ ബക്കാ എന്ന സംഗതിൻ്റെ ഹക്കീക്കത്ത് എന്താ പറയുക, അൽ വുജൂദു മിൻ ഹൈദു നിസ്ബത്തു ഇല സമാനിൻ സാനീൻ, നെക്സ്റ്റ് സമാനുകളുള്ള ചേർത്ത് നോക്കിയിട്ടുള്ള വുജൂദിനാണ് എന്താ പറയുക ബക്കാ എന്ന് പറയുക. അതൊരു വസ്തുവിൻ്റെ വുജൂദിന് ആയിട്ട് തൊട്ടടുത്ത് വരാൻ പോകുന്ന വുജൂദ് ചേർത്ത് നോക്കിയിട്ടുള്ള വുജൂദിൻ്റെ പേരാണ് എന്ത് ബക്കാ എന്ന് പറയുന്നത്. അപ്പോൾ മാന കൗലിന ഉചിത ഫലം ഞബക്ക, അറിയില്ല നമ്മൾ ഉചിത ഫലം ഞബക്ക എത്തിക്കപ്പെട്ടു, പക്ഷെ വാക്കയിലാണ്. അപ്പം എന്താ അതിൻ്റെ മാന? എന്താ അപ്പം അതിൻ്റെ മാന അറിയോ? അന്നഹു ഹദസ ഫലം മുസ്തമിറ വുജൂദുഹു എന്നതിൻ്റെ അർത്ഥം. ഹാദിസായി പക്ഷേ എന്തായില്ല, അത് ഏത് മുസ്തമിറായില്ല, വുജൂദ് പിന്നെ മുസ്തമിറായില്ല എന്നാ അതിൻ്റെ മാന. വലം വെക്കും സാബിത്തം ബി സമാനി സാനി, അഥവാ നെക്സ്റ്റ് സമാനിൽ എന്താ ചെയ്തില്ല, അത് സാബിത്തായില്ല എന്നാണ് അതിൻ്റെ മാന. ഇതാണ് സംഗതി ഏതിൻ്റെ മാന ശരിക്ക് ഈ ബക്കാവിൻ്റെ മാന വെക്കണത്. അല്ലാതെ ബക്കാ എന്ന് പറയുന്ന സാധനം ഏതില്ല, വേറെ സാധനം ഇല്ല, വുജൂദല്ലാത്ത സാധനം ഇല്ല എന്നും മാത്രമല്ല ഹക്ക് ഇങ്ങനെയുമാണ്. അന്നൽ ഖിയാമ് എന്ന് പറഞ്ഞാൽ ഇഖ്തിസാസുൻ നാഇത്തി ബിൽ മൻഉത്തി, ഈ മൻഉത്തിനോട് നായത്തിൻ്റെ മാനാക്കാട്ടോ, സിഫത്ത് മൗസൂഫ് കൊണ്ട് മുഖ്തസാകുക എന്ന് അർത്ഥമുള്ളൂ ഈ ഖിയാമ് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. കമാഫി ഔസാഫിൽ ബാരി താല, അള്ളാഹു താലാൻ്റെ വസ്ഫക്കാൻ അങ്ങനെയാണല്ലോ. എൻ്റെ ഇത്താവ് കുറച്ച് പോയ രീതി കൊടുത്തന്നെ അവിടെ, എൻ്റെ ഇത്താവിലുണ്ടോയെന്ന് അറിയില്ല, നോക്കുക. ഫ ഇന്നഹ കായിമത്തും ബിദാത്തില്ലായി താലാന്നെ ഉണ്ടാവും. എൻ്റെ ഇത്താവിലൊക്കെ പോയി എൻ്റെ പക്കത്തിൽ നമ്മൾ പണ്ട് എഴുതി കൊടുത്താണ് ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ ഫൈന നിജമായിട്ടും അള്ളാഹുവിൻ്റെ ഔസാഫുകളൊക്കെ കായിമത്തും ബിദാത്തില്ല, അള്ളാൻ്റെ ദാത്തിൽ നിൽക്കുന്നതാണ്. വലാ തതഹയ്യസു ബിതരീഖി തബഇയ്യതി, തബയ്യത്തിൻ്റെ തൊരീക്കിലൂടെ എന്തല്ല, അത് മുത്തഹയ്യിസല്ല. ലി തൻസിഹി താല അനി തഹയ്യുസി, അള്ളാഹു സുബ്ഹാനഹു വ തആല തഹയ്യുസിന് തൊട്ട് താബിയായതുകൊണ്ട്. കണ്ടില്ലേ, അത് കണ്ടില്ലല്ലോ. പിന്നെ എൻ്റെ എങ്ങനെയുള്ള ലി തൻസീഹി ലി തൻസീഹി, അള്ളാഹുവിന് പരിശുദ്ധമാക്കപ്പെടേണ്ടതിന് വേണ്ടി അന തഹയ്യുസി, തഹയ്യുസിന് തൊട്ട് പരിശുദ്ധമാക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട്. പിന്നെ തബയ്യത്തിൻ്റെ തരീക്കിലൂടെ തഹയ്യുസ് ഏതിരിക്കുണ്ടാവില്ല, അള്ളാഹുവിൻ്റെ പിന്നെ കഴിഞ്ഞിട്ടില്ല. ഹക്കിന് ഇങ്ങനെയുമാണ്, 3 ഹക്കാണ് മൂപ്പര് വരുന്നത്. ഒരു ഹക്ക് ബക്കാവ് എന്ന് പറഞ്ഞാൽ ഇസ്തിംറാറുൽ വുജൂദ് എന്നാണ്. മാത്രവുമല്ല ഹക്ക് ഖിയാമ് എന്ന് പറഞ്ഞാൽ ഇഖ്തിസാസുന്നാത്തി മന്നൂത്തി എന്നാണ്. വഅന്ന ഇന്തിഫാ അൽ അജ്സാമി ഫീ കുല്ലി ആനിൻ വ മുശാഹത്തു വഖായിക ബി തജദ്ദുദിൽ അംസാലി. ഇപ്പം എന്താ ഇത് നമ്മളിങ്ങനെ കാണുന്നില്ല, ഈ സാധനം പിന്നെയും ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ മിസില് പിന്നെയും ഇങ്ങനെ കാണുക ചെയ്യണത്, ഇതിൻ്റെ മിസിലിനെ വീണ്ടും വീണ്ടും കാണുക ചെയ്യണത് കണ്ടോ. ഒരു വന്ന ഇന്തിഫാ അൽ അജ്സാമി, നിശ്ചയമായിട്ടും ഈ ജിസ്മുകളുടെ ഇന്തിഫാ ഫീ കുല്ലി ആനിൻ, എല്ലാ ആനിലും ഉണ്ട്. ഏത് സമയത്തും അതിങ്ങനെ മുന്തഫിയാകുകയാണ്. ഒരു വുജൂദ് കഴിഞ്ഞ് അടുത്ത വുജൂദ് കഴിഞ്ഞ് അടുത്ത വുജൂദ് ഇങ്ങനെയാണ്, ഒരു വുജൂദ് ഇങ്ങനെ തീരുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, എന്നാൽ പിന്നെ അവിടെ കാണുന്നില്ലേ, മുഷാഹദത്തു ബക്കായിഹാൻ, ബക്കായിനെ കാണുകയാണ് അജ്ദിൽ അംസാലി, അതിൻ്റെ മിസിലിൻ്റെ ഇങ്ങനെ പുതുങ്ങുമ്പോൾ നമ്മളെന്ത് കാണുകയാണ്, അതിൻ്റെ ബക്കാവ് എന്ന് വെറുതെ പറയാണ് ഒരു വസ്തുല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ സാധനത്തിൻ്റെ വുജൂദ് ഓരോ വുജൂദാണ്, വുജൂദ് പിന്നെയും വുജൂദ് പിന്നെയും വുജൂദ് പിന്നെയും വുജൂദ്, ആ വുജൂദ് അതിൻ്റെ മിസിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ബക്കാവ് എന്ന് പറയാണ്. പിന്നെ ആ ഖബർ ശരിക്കും അതല്ല കേട്ടോ. തജ്ദുൽ അംസാൽ കൊണ്ട് ബക്കായിന് നമ്മൾ കാണലാകുന്നത് ലൈസ, അതാ ശരിക്കും ഖബർ അങ്ങനെയാണ്. അപ്പോൾ ലൈസ അതല്ല. ബി അബ്ഗദ മിൻ ദാലിക ഫിൽ അയറാദീൻ, ഇതിൻ്റെ മിസിൽ അയറാദിൽ ഉണ്ടാവുന്നതിനേക്കാൾ അബ്ഗദൊന്നും അല്ല. ഈ മിസിലിനെ ഉണ്ടാകുക എന്ന് പറഞ്ഞത് എവിടെ ഉണ്ടാകും, ഒരു വെളുപ്പ് നിൽക്കുകയാണ്, ഒരു
പേപ്പറിൽ വെളുപ്പ് നിൽക്കുകയാണ്. ഈ പേപ്പറിൻ്റെ വജൂദല്ലാതെ വെളുപ്പിന് വേറെ വജൂദില്ല. പേപ്പറിന് വെളുത്ത പേപ്പർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വെളുത്ത ചുമരെന്ന് പറയുമ്പോൾ, ആ വെളുപ്പ് ഇങ്ങനെ വീണ്ടും 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 മിസിൽ കാണുക എന്നുള്ളത് തന്നെ ഇതേ ഈ ജിസ്മിൽ തന്നെ അങ്ങനെയാണ് എങ്കിൽ പിന്നെ അതേ സംഗതി എവിടെ ഉണ്ടാകാം? അറുതലും ആകാം. നാമെങ്കിലും തമസ്സുക്കുഹും, ഈ മറ്റേറ്റങ്ങൾ തമസ്സുക്ക് ചെയ്യല് ആര്? ഫൽസഫക്കാർ തമസ്സുക്ക് ചെയ്യൽ. അത് ഈ ഫൽസഫയ്ക്ക് നടക്കണം കേട്ടോ. എൻ്റെ നിങ്ങൾ എഴുതി കൊടുത്തണം അങ്ങനെ ഇല്ലല്ലോ. തമസ്സുക്കുഹും, ആ ഫൽസഫക്കാർ പിടിച്ചു നിൽക്കല് ഫി ഖിയാമിൽ അർളി ബിൽ അർളി, പിന്നെ അർളിൽ നിൽക്കുന്നതിൽ അല്ല തമസ്സുക്ക് ബി സുർഅത്തിൽ ഹർക്കത്തി വൗതീഹ. ഇങ്ങനെ ആകല് അർളിൽ നിൽക്കുന്നുള്ളതിനോ ന്യായം പറയണമെന്നറിയോ? സ്പീഡനക്കം അതാണ് സുർഅത്തിൽ ഹർക്ക വൗതീഹ. ഹർക്കം സ്പീഡാവുക, സാവകാശമാവുക എന്ന് പറയലുണ്ടല്ലോ. അപ്പോൾ അനക്കം എന്ന് പറഞ്ഞപ്പോൾ അറളാണ്. സാവകാശം അനങ്ങുക, സ്പീഡിൽ അനങ്ങുക. അപ്പം അനക്കം എന്ന് പറയുന്നതിൽ സ്പീഡ് എന്ന് പറയുന്ന വേറെ അറള് നിന്നില്ലേ? അതുപോലെ അങ്ങനെയുള്ള ആ ന്യായീകരണം മാത്രം പിടിച്ചിക്കലാവുന്ന ലേസ് ബി താമിൻ, അതും റെഡി താമല്ല. ഇത് കാരണം ലേസഹുന ഷെയ്ഉൻ, ഇവിടെ ഒരു ഷെയ് ഇല്ല. ഹുവ, ആ ഷെയ് ഹർക്കത്തും, അത് ഹർക്കത്താണ്. വാഹറു, മറ്റൊന്നുണ്ട്. ഹുവ സുർഅത്തുൻ, അത് സ്പീഡുമാണ്. അങ്ങനെ രണ്ടെണ്ണം പെടല്ല. അനക്കമൊന്ന് വേറെ, സ്പീഡൊന്ന് വേറെ, അങ്ങനെ രണ്ടെണ്ണം പെടല്ല. ആ ഹർക്കത്ത് സ്പീഡിലാവുമ്പോൾ എന്ത് പറയും? അതാ ബൽ ഇങ്ങനെ വിടൽ അത് പിന്നെ ബുത്തുൻ, അല്ലെങ്കിൽ ബുത്ത് ആണ്. അങ്ങനത്തെ വേറെ ഷെയ്യില്ല. ഹർക്കത്ത് അറിയുന്ന ഷെയ് വേറെയും സ്പീഡ് സാവകാശം എന്ന ഷെയ് വേറെയും, ഇങ്ങനെ രണ്ടെണ്ണം ഇവിടെ ഇല്ല. പിന്നെയോ ബൽ ഹുന, ഇവിടെയുള്ളത് ഹർക്കത്തും മഖ്സൂസ, ഒരു മഖ്സൂസായ അനക്കാണുള്ളത്. അനക്കം തന്നെ ഉള്ളത് ഒരു മഖ്സൂസായ അനക്കാണ്. തുസമ്മ ബി നിസ്ബത്തില ബാദിൽ ഇറക്കാതെ ശരിയാ. മറ്റേ ഹർക്കത്തുള്ള നോക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇവിടെ രണ്ട് സാധനം ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ കറങ്ങുന്നു, ഇതിങ്ങനെ കറങ്ങും. ഇന്ന് ആക്കം പോലെ കറങ്ങുന്നു, സ്പീഡിൽ കറങ്ങുമ്പോൾ. അപ്പം ഇതുള്ള ചേർത്തി നോക്കുമ്പോൾ നമ്മളിത് എന്താ പറയുക? സാവകാശമാണ് അറിയും. ഇന്ന് ഇതന്നെ വേറെ ചേർത്തി നോക്കുമ്പോൾ എന്താവും? ഇപ്പം നമ്മൾ സാവകാശം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ 1000 സാവകാശം തിരിച്ചത് ശരിയാവൂലേ? അപ്പോൾ ഇവിടെ ശരി എന്നാണ് സംഗതി ഇല്ല ശരിക്ക്. ഏതുമില്ല. ബിന്നിസ്ബത്ത് ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. അതാ ബിന്നിസ്ബത്തിൽ ബാദ്, അത് ചേർത്തി നോക്കുമ്പോൾ ശരിയത്ത് എന്ന് പറയും, വേറെ ചേർത്തി നോക്കുമ്പോൾ അത്തിയത്ത് എന്ന് പറയും. അത്ര മാത്രമേ ഉള്ളൂ. ഒബിഹാദ തബയ്യന, ഇപ്പം ശരിക്കും മനസ്സിലായി നിശ്ചയമായിട്ടും കാര്യം. ലൈസ സുർഅത്ത് വൽ ബുത്തുഉ നൗഅൈനി മുഖ്തലിഫൈനി. ഈ സുർഅത്ത് ബുത്തു എന്ന് പറഞ്ഞ എന്തല്ല? മുഖ്തലിഫൈനി, രണ്ട് നൗ അല്ല. മിന ഹർക്കത്തി, ഹർക്കത്തിൽ നിന്നുള്ള മുഖ്തലിഫായ ഇനൊന്നും അല്ല. ഇത് കാരണം അൽ അൻവാഉൽ ഹഖീഖിയത്തു, ഹഖീഖിയതായ നൗകളൊന്നും ലാ തസ്തലിഫു ബിൽ ഇളാഫാത്തി, വേറെ ചേർത്തി നോക്കുമ്പോൾ മാറൂല. നമ്മൾ ഒരുപാട് നൗ പഠിച്ചിന്. ആടിന് പല ഇനങ്ങളുടെ അറിഞ്ഞ പല ഇനങ്ങൾ പഠിച്ചിന്. അത് മറ്റുള്ള ചേർത്തി നോക്കി ഇത് മാറൂലല്ലോ. മറ്റേ സുർഅത്ത് എന്ന സാധനം തന്നെ അങ്ങേപ്പുറത്തായിട്ട് ഇപ്പോൾ തന്നെ സ്പീഡിൽ വേറെ തിരിച്ചത് പൊത്തിയെന്ന് അറിയില്ല അതിനെ പറ്റി. അപ്പം ഏത് മാറൂല? ഈ മറ്റൊരു ചേർത്തി നോക്കുമ്പോൾ മാറുന്ന സാധനമല്ല അനുഭവമാക്കിയത്. അറവതൊന്നും എന്തല്ല, വേറെ പറഞ്ഞ ഒന്നും അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ജിസ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജിസ്മല്ല. കാരണം ലിഅന്നഹു മുതറക്കിബുൻ, അതിൻ്റെ ലിഅന്നഹു മുറക്കബുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിസ്മല്ല പറയാൻ കാരണം ജിസ്മൊക്കെ പലതും കൂടിൻ്റേതാണ് ഈ കാര്യം. ഇപ്പോൾ മുത്തഹയ്യിസുൻ, ഒരു മക്കാനിൽ ഹയ്യിസ് പിടിച്ചതുമാണ് ഈ കാര്യം. അപ്പോൾ ദാലിക അമാറത്തുൽ ഉദൂദി, അതൊക്കെ ഹദീസാലിൻ്റെ അമാറത്തല്ലേ. വല ജൗഹരിൻ, അല്ല ജൗഹറും അല്ല, ജിസ്മും അല്ല ജൗഹറും അല്ല. അതിന് രണ്ടു കൂട്ടർത്തും പറയണം. അമ്മ എന്തിനാ നമ്മുടെ അടുക്കൽ ജൗഹറല്ല അറിയാൻ കാരണം? വലിയന്നോ ഇസ്മുല്ല ജുസില്ലാത്ത ജസവും. കാരണം ജൗഹർ പറഞ്ഞാൽ ജുസില്ലാത്ത ജസൂനിക്കല്ല നമ്മൾ ജുഹർ അറിയല്. ബഹുമൂത്ത ഹയ്യിസുൻ, അതിന് ഒരു ഹയ്യിസുമാണല്ലോ. ജുസുമിൽ ജിസ്മി, ജിസ്മിൻ്റെ ഒരു ഭാഗമാണല്ലോ ഈ ജൗഹർ പറഞ്ഞത്. അല്ലാഹു തആല മുതആലിൻ ദാലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൊട്ടൊക്കെ പരിശുദ്ധനാണല്ലോ. ഞമ്മ എന്തിൽ ഫലാസിഫത്തി, ഫൽസഫക്കാരുടെ അടുക്കലോ ഫലി അന്നഹും, അപ്പോൾ അവരുടെ അടുക്കൽ ജൗഹറല്ല അറിയാൻ കാരണം ഫലി അന്നഹും വൈഞ്ചാലുഹു ഇസ്മല്ലിൽ മൗജൂദി, അവർ ജൗഹർ എന്നത് മൗജൂദിലേക്കുള്ള ഇസ്മന്നെ ആക്കിയതൊക്കെ. എന്നാലും ശരി, മൗജൂദി ഇലാഫി മൗലൂൻ, ഒരു മൗലൂനല്ല എത്തിക്കപ്പെടുന്നത് എന്നാണ് ഓലെ അതിന് പറഞ്ഞത്. ജൗഹർ എത്തിക്കപ്പെടുന്നത് മൗലൂ ഇല്ല എത്തിക്കപ്പെടുന്നത്. അതിന് മുജറദം കാണാൻ മുത്തായി. നമ്മളെ മാതിരി ഹയ്യിസ് ഉള്ളത് എന്നുള്ള ഒന്നും കണക്കില്ല. മുജറദും ആകാം, ഹയ്യിസ് ഇല്ലാത്ത മുജറദ് വരട്ടോ. മുജറദാവട്ടെ മുത്തഹയ്യിസ് ആവട്ടെ,
ലാഫി മൗലൂയിനായിട്ട് എത്തിക്കപ്പെടുന്നത് എന്നുള്ള മാനാക്ക ആക്കപ്പെട്ടാൽ അവർ ആക്കിയിട്ടുണ്ടെങ്കിലും ശരി, ലാക്കിന്നഹും ജാലുഹും മിൻ അഖ്സാമിൽ മുംകിനി. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, അവരിതിനെ ഒരു മുംകിൻ്റെ ഇസ്മിൽ കൂട്ടത്തിൽപ്പെട്ട സാധനം ആക്കിയിട്ടുണ്ട്. വറാദൂ ബിഹി, അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് അൽ മാഹിയത്തൽ മുംകിനത്തല്ലത്തി ഇതാ ഉജിതത്ത് കാനത്തിൽ അഭിമോദോയിൻ, ഒരു മുംകിനത്തായ മാഹിയത്ത് അത് എത്തിക്കപ്പെട്ടാൽ ഒരു മൗദൂല അല്ലാതെയാണ് ഈ കാര്യം എത്തിക്കപ്പെടുക എന്നാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. അമ്മായിദ ഉരീദ ബിഹിമ അൽ കായിമു ബിദാത്തിഹി, അപ്പോൾ ജൗഹർ കൊണ്ട് ജിസ്മു കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ കായിമു ബിദാത്തി, സ്വയം നിലനിൽക്കുന്നത് ഉദ്ദേശിക്കപ്പെട്ടാൽ, അതുപോലെ തന്നെ വൽ മൗജൂദു ലാഫി മൗദൂയിൻ, മൗദൂൽ അല്ലാതെ എത്തിക്കപ്പെടുന്നു എന്ന മാന ഉദ്ദേശിക്കപ്പെട്ടാൽ പിന്നമാംതനിത്തിലാക്കുമാലസാനി, അള്ളാഹിൻ്റെ പേരിൽ എന്ത് പറയാൻ പറ്റൂല, ആ ജിസ്മും ജൗഹറും പറയാൻ പറ്റൂല. മിൻ ജഹത്തി ആദമി ഉറൂദി ഷറൈ ബിദാലിക, കാരണം അതുകൊണ്ട് ഷറൈ വാരിദാകാത്തതിന് വേണ്ടി. ഇപ്പോൾ താബാദുൽ ഫഹ്മീലിൽ മുത്തറക്കിബിൽ മുത്തഹയ്യിസി, മുത്തറക്കിബിലേക്കും മുത്തഹയ്യിസിലേക്കുമാണ് ഫഹ്മു തബാദുറാന്നോട് കൂടെ തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഷറൈ വാരിദായത്തിനാൽ അള്ളാഹിൻ്റെ പേരിൽ പറയാൻ പറ്റൂല. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, നസാറാക്കളും മുജസ്സിമത്തും. അപ്പോൾ ദഹബത്തിൽ മുജസ്സിമത്തു അള്ളാഹ്ക്ക് ഇസ്മുണ്ടെന്ന് വാദിക്കുന്ന വിഭാഗം പോയി. നസാറാക്കളും പോയി ഇലാ ഇത്ലാഖിൽ ജിസ്മി ജൗഹരി അലൈഹി, അള്ളാഹിൻ്റെ മേലിൽ ജിസ്മെന്നും ജൗഹറെന്ന് പറയാൻ പറ്റുന്ന അഭിപ്രായം പോലെ. ആ ഏത് മാനാക്കൻ നബി അനല്ലദീ യജിബു തൻസീഹുല്ലാഹി തആല അൻഹു, നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുമ്പോൾ ജിസ്മുണ്ടാകാനും പാടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുണ്ടാകാനും പാടില്ല, ജൗഹറാകാനും പാടില്ല. കാരണം ആ പാടില്ല എന്ന് പറഞ്ഞതിനുണ്ട് എന്ന അഭിപ്രായക്കാരാണ് നസാറാക്കളും മുജസ്സിമിയാക്കളും. അതാണ് പോലെ നമുക്ക് പരിഗണിക്കേണ്ടതില്ല, തള്ള നമുക്ക്. ഫൈൻദീന ചോദിക്കപ്പെട്ട കൈഫ സഹ ഇത്ലാഖുൽ മൗജൂദി വൽ വാജിബി വൽ ഖദീമി വ നഹ്വി ദാലിക. ഈ മൗജൂദ് എന്ന് അള്ളാഹിനെ പറ്റി പറയുന്നുണ്ട്, അള്ളാഹിനെ പറ്റി വാജിബ് എന്ന് പറയുന്നുണ്ട്, ഖദീം എന്ന് പറയുന്നത് പോലത്തെ ചിലരൊക്കെ പറയുന്നുണ്ട്. വിമാലം വരുതി ബി ഷറോ, ഷറൈന് വാരിതായിട്ടില്ല, ഷറയിൽ എന്ത് വാരിതായിട്ടില്ല. അള്ളാഹിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല പറ്റി അള്ളാഹ് ജൗഹർ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മൗജൂദ്, വാജിബ്, ഖദീം ഇങ്ങനെയുള്ള വാക്കൊന്നും ഷറയിൽ എന്ത് ചെയ്തിട്ടില്ല, വാരിതായിട്ടില്ല. പക്ഷേ നമ്മുടെ മുത്തകല്ലിമീങ്ങളല്ലോ പറയുന്നുണ്ട്. അള്ളാഹു ഇരു വാജിബായ സിഫത്തുണ്ടല്ലോ, അതിലിപ്പോൾ അള്ളാഹു ഖദീമ, അള്ളാഹു മൗജൂദും ഖദീമും ബാക്കി പറഞ്ഞല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ സംഗതി അങ്ങനെ പറയും, ഷറ വാരിതായിട്ടില്ലാത്ത എങ്ങനെ പറയാൻ പറ്റുക കൊല്ല. അതിന് മറുപടി തരണം. അതിന് നിങ്ങളൊന്നും പേടിച്ചണ്ട, ബിൽ ഇജ്മായി, അതിന് ഈ തെളിവ് ഇജ്മാ തന്നെയാണ്. അതിൻ്റെ തെളിവ് ഇജ്മാ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇജ്മാ തന്നെ ഏതും വലുതാണ് ഖുർആൻ ഹദീസിനേക്കാളും. കാരണം ഖുർആൻ ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ ഏത് വേണം, ഇജ്മാ വേണം. അപ്പോൾ ഇജ്മാ ഉള്ള സംഗതി ആയതുകൊണ്ട് പിന്നെ ഞാൻ ചോദ്യമല്ല. അപ്പോൾ ഷറയിൽ വന്നിട്ടില്ല എന്നറിയില്ല, ഷറയിൽ വാരിതായിട്ടുണ്ട് മനസ്സിലായി. വഹുവ മിനൽ അദില്ലത്തി ഷറയ്യത്തി, ഇജ്മാ ഷറയ്യായ ദലീലല്ലേ. വഖദിയുക്കാലു, ഇനി ഇങ്ങനെ പറയും മറുപടി ഇങ്ങനെ പറയട്ടോ. ആ കത് ടൈമിൻ്റെ അർത്ഥം തന്നെ യോജിപ്പില്ല എന്നറിയത്തോണ്ടാണ് എന്ത് ചെയ്ത് കത് നിപാർത്ത് കൂട്ടലും പറയും. കതിയുക്കാലു നമ്മൾ പ്രശ്നം ആദ്യം പറഞ്ഞാണ് മറുപടി ഇട്ടോ, ഏത് ബില്ലിജുമായി നമ്മൾ പറഞ്ഞില്ലേ, അതാണ് യഥാർത്ഥ മറുപടി. ഇനി ഇങ്ങനെ മറുപടി പറയപ്പെടാറുണ്ട്. എന്ത് ഇന്നല്ലാഹ വൽ വാജിബ വൽ ഖദീമ അൽഫാദു മുത്തറാദിഫത്തുൻ, അതിന് അള്ളാഹ് എന്ന് പറഞ്ഞതും വാജിബ് എന്ന് പറഞ്ഞതും ഖദീം എന്ന് പറഞ്ഞതും ഒക്കെ മുത്തറാദിഫത്തായ ലഫ്ളാണ് എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൽ മൗജൂദ് എന്ന് പറഞ്ഞത് ലാസിബിനിൽ വാജിബി, വാജിബിനിക്ക് നിർബന്ധമാണല്ലോ, വാജിബായ പിന്നെ ആ സാധനം മൗജൂദുമാണ് ഈ കാര്യമല്ലോ. ഇങ്ങനെ ചിലവർ മറുപടി പറയലുണ്ട് കേട്ടോ. വൈദാ വറദ ശർഉ ബി ഇത്ലാഖി ഇസ്മിൻ ബി ലുഗത്തിൻ, ഒരു ലുഗത്തിലുള്ളതായിരിക്കുന്ന പിന്നെ ഒരു ലുഗത്ത് കൊണ്ട് ഒരു ഇസ്മ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്ലാഖ് ചെയ്തുകൊണ്ട് ഷറഅ് വാരിദായാൽ, വൈദാ വറദ ഷറഅ് വന്നാൽ, ഇപ്പം സമീഉം അള്ളാഹു സമീഉം ബസീർ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പം ഷറഅ് വന്നാലും ഇത്ലാഖ് ഇസ്മിൻ ബി ലുഗത്തിൻ, ഇപ്പോൾ ലുഗത്തിലുള്ള ഒരു ഇസ്മിനെ പറയൽ കൊണ്ട് ഷറഅ് വാരിദായാൽ ഫഹുവ ഇദ്നുൻ, അത് അനുവാദം കൊടുക്കലല്ലേ. ബി ഇത്ലാഖി മാ യുറാദിഫു, അതിനോട് മുറാദിഫായതൊക്കെ പറയാൻ പറ്റുന്നുള്ളതുകൊണ്ട് മീൻതിൽക്കലൊത്തി ആ ലോകത്തിൽ നിന്നോ ഔലോകത്തിൻ്റെ മറ്റു ഭാഷയിൽ നിന്നോ. ഇപ്പോൾ ഖാലിഖ് എന്ന് ഖുർആനിൽ പറഞ്ഞോടുകൂടി നമുക്ക് ഇനി എന്ത് പറയാം, പടച്ചോന്ന് പറയാം, മലയാളത്തിൽ പടച്ചോന്ന് പറയാം. അതുപോലെ തന്നെ ഓരോ ഭാഷ, ഇനി അറബി തന്നെ അതേ സ്വാനി എന്നുള്ള വാക്ക് പറയാം. കാരണം എന്താ, സ്വാനി എന്നുള്ള ഖാലിഖിൻ്റെ വാനാക്കാണ്. അപ്പോൾ അതേ ഭാഷയിൽ നിന്നോ മറ്റു ഭാഷയിൽ നിന്നോ ഉള്ള അനുവാദം കൊടുക്കലാണല്ലോ. പിന്നെ വമാ യുലാസിമു മാനാഹു,
ആ മാന ലാസിമാവുന്നതുകൊണ്ടും ചെയ്യാൻ മുലാസിമാവുന്നതുകൊണ്ടും പറയാൻ പറ്റുന്ന അനുവാദം കൊടുക്കലാണ് എന്ന് ചിലർ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒഫീഹിനറും അതിനല്ല, അത് നമുക്ക് പോലും കഴിപ്പല്ല. പിന്നെ വലാ മുസവ്വരിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുസവ്വർ അല്ല എന്നാൽ ഇത് ഈ സൂറത്തിൻ വ ഷക്കിലിൻ, ഒരു ആകൃതിയോ രൂപമോ ഉള്ളവൻ അല്ല. മിഥില സൂറത്തി ഇൻസാനിൻ ഔ ഫറസിൻ, മനുഷ്യന്മാരൊക്കെ സങ്കല്പിക്കൽ പണ്ട് ഭാഷ എന്ത് ചെയ്ത് ബോർഡുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ രൂപം വരച്ചിക്കാണ്ട് കൈയുണ്ടോ കാലുണ്ടോ തലുണ്ടോ വെച്ചിക്കാണ്ട് അവസാനം അതെല്ലാം സ്ഥാപിച്ച് തരുന്ന മാതിരി ഒരു സൂറത്തിൽ ആരെ കാണാൻ പാടില്ല അള്ളാനെ. ലിയന്ന തിൽക്ക, കാരണം ഈ ആകൃതി എന്നൊക്കെ പറയുന്നത് ഹവാസിൽ അജിസാമി, ജിസ്മകളുടെ ഹവാസിൽ പെട്ടതാണ്. തഹ്സുലു ലഹാബി വാസത്തിൽ കമ്മിയാത്തി, അത് കമ്മിയത്ത് വാസിത്തായും കൊണ്ടും കൈഫിയാത്തി കൈഫിയത്ത് തന്നെ വാസിത്തായും കൊണ്ടും ജിസ്മുകൾക്ക് ഉണ്ടാവുന്നതാണ്. അതൊക്കെ ജിസ്മുകൾക്കാണ് ഉണ്ടാകുക. ഇത്ര സാധനം ഇത്ര കൂടുമ്പോൾ ഈ രൂപത്തിലുണ്ടാവും, ഇങ്ങനെ ഉണ്ടാകും. ഈ സാധനം ഇങ്ങനെ കൂട്ടുമ്പോൾ മേശയാവും, ഇങ്ങനെ കൂട്ടുമ്പോൾ ടേബിളാവും, അങ്ങനെ വെക്കുമ്പോൾ മറ്റേതാവും, ഈ രൂപത്തിലുണ്ടാക്കിയാൽ മറ്റേതാവും. ഇങ്ങനെ ഈ കൈഫിയത്തും കമ്മിയത്തും ഒക്കെ ആർക്കുള്ളതാണ്? ജിസ്മുകൾക്കുള്ളതാണ്. അത് അതിൻ്റെ ഹവാസിൽപ്പെട്ടതാണ്. അപ്പോൾ ഇഹാത്തത്തിൽ അതുപോലെ തന്നെ ഹുദൂദി വൻ നിഹായാത്തി, ഹദ്ദുകളും നിഹായത്തുകളും ഇതുവരെ ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര ആഴം, അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെയുള്ളതായ ഒരു തീരലോ അതല്ലെങ്കിൽ എന്ത് ചെയ്യുക കൊണ്ടേങ്ങാണ്ട് ഇങ്ങനെ മുതിയാക്കലൊക്കെ ഉണ്ടല്ലോ, ഹദ്ദുകളും മതികളും, ഇതൊക്കെ ഇതിനുള്ളതാണ്, ഹവാസിൽപ്പെട്ടതാണ്, അജ്സാമിൻ്റെ ഹവാസിൽപ്പെട്ടതാണ്. ആയതുകൊണ്ട് അതുകൊണ്ട് എന്തല്ല മുസവ്വറല്ല, നേരത്തെ ജിസ്മല്ല അറിയുമ്പോൾ തന്നെ കിട്ടിയിരിക്കണം. വല മഹദൂദിൻ, അത് നേരത്തെ വന്ന് കിട്ടിയില്ല. മഹദൂദല്ല, മഹദൂദും അല്ല. മഹദൂദ് പറഞ്ഞാൽ ഹദ്ദി വനിഹായത്തിൻ, ഒരു അതിരും അറ്റവും ഉടയതല്ല. വല മഅദൂദിൻ ഐന്, മഅദൂദ് ഉടയതുമല്ല. ദി അദദിൻ, അതതുടയതുമല്ല. വക്കസറത്തിൻ, പെരുപ്പം ഉടയതുമല്ല. യാനി ലേസ മഹല്ലലി കമ്മിയാത്തിൽ മുസ്ലത്തി, ഒരു മുത്തസത്തായ കമ്മിയാത്തിൻ്റെ മഹല്ലല്ല. കൽ മക്കാദീരി, മിഖ്ദാറുള്ള വസ്തുക്കളൊക്കെ പോലെ. വൽ മുൻഫസിലത്തി, അത് അതതുടേതാവുമ്പം ഇത് പറയും, മുൻഫസിലത്താവുമ്പോൾ മറ്റൊന്നും പറയും കസറത്ത്. വൽ മുൻഫസിലത്തി, മുൻഫസിലത്തുമല്ലാക്കൽ ആയതാദി, അതതുകളൊക്കെ പോലെ മുൻഫസിലത്തും അല്ല, മക്കാദീറുള്ള മുത്തസിലത്തും അല്ല. ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ വലുത് ചെറുത് എന്നൊക്കെ പറയില്ലേ, അത് മുത്തസിലത്താണ്ടാകുമ്പോൾ. പിരിഞ്ഞിങ്ങനെ ആകുമ്പോൾ 3 എണ്ണം 4 എണ്ണം 5 എണ്ണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഏതുമില്ല, കസറത്തും ഇല്ല അതതും ഇല്ല. പിന്നെ വഹുവ ലാഹിറുൻ, മഹദൂദും അല്ലാന്നതിനൊന്നും തെളിവ് വരേണ്ട ആവശ്യമല്ല, കാനൊക്കെ ലാഹിറാണ്. വലാ മുതബഅദിൻ വലാ മുതജസിൻ, അത് അബ്ആദിൻ വ അജ്സായിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅദുകളുടേവനോ അതിൽ ജുസുകളുടേവനും അല്ല. വലാ മുതറക്കിബിൻ, കുറേ വട്ടം പറഞ്ഞ് തന്നെ പറയല്ല, മുതറക്കിബും അല്ല. മിൻഹാ, ജുസുക്കളാലും ബഅദുകളാലും മുതറക്കിബും അല്ല. ലിമാ ഫി കുല്ലി ദാലിക, ഇതിലൊക്കെ ഉള്ള ഒന്നൊന്നിന് വേണ്ടി ഒന്നെന്തിനാമല്ല ഇഹ്തിയാജി, മറ്റൊന്നിലേക്കുള്ള ആവശ്യമാകലിനാൽ. അങ്ങനത്തെ ഇഹ്തിയാജാണ് മുനാഫിയിൽ വുജൂബി, വാജിബുൽ വുജൂദ് ആകലിനോട് എതിരാണ്. ഏത് വാജിബുൽ വുജൂദ് ആകലിനോട് എതിരാകുന്ന, അപ്പോൾ വാജിബുൽ വുജൂദ് ആകലിനോട് എതിരായ ഇഹ്തിയാജ് ഉണ്ടാവും അവിടെയൊക്കെ. പിന്നെ ഫമാ പൊളന്നാവുന്ന ലഹു അജിസാവുൻ, ജുസുക്കളുണ്ട് അങ്ങനത്തെ ഒന്ന്, യുസമ്മാ ബിഇതിബാരി തഅല്ലുഫിഹി മിൻഹാ, ആ ജുസുക്കളാൽ ഉണ്ടായി തീർന്ന പരിഗണന വെച്ചിട്ട് മുത്തറക്കിബ് എന്ന് പറയുമ്പോൾ ബിഇതിബാരി ഇൻഹിലാലിഹി ഇലൈഹാ, അജ്സായിലേക്ക് അത് ഇങ്ങനെ അഴിച്ചിടാൻ ഇങ്ങനെ അഴിഞ്ഞു പോകുമെന്ന് പരിഗണിച്ചിട്ട് മുതബഅദ് മുതജസി എന്നും പറയും. വല മുത്തനാഹിയുമല്ല, തീർന്നു പോകുന്നതുമല്ല. എന്നതാലിക്ക, തീരുക എന്ന് പറഞ്ഞത്, അറ്റമാകുക എന്ന് പറഞ്ഞത്, എന്നതാലിക്ക മി സിഫാത്തിൽ മക്കാദീരി വല്ലഇദാദ്, അതുകൊണ്ടല്ല മുത്തനാഹിയും അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യൂസഫു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വസ്ഫ് പറയപ്പെടുകയില്ല. ബിൽ മാഹിയത്തി, ശരിക്കാണ് മാഹിയത്തി എന്നാ നിബ്രാസൊക്കെ പറഞ്ഞത്, ഹംസയുണ്ട്. അതിൻ്റെ അർത്ഥം അതിൽ മുജാനസത്തി എന്നതിന് മാന, ഇന്നാലിൻ്റെ വർഗം എന്നുകൊണ്ട് എന്ത് ചെയ്യൂല, വസ്ഫ് പറയപ്പെടുന്നതല്ല. അത് മനുഷ്യവർഗത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ കുതിരവർഗത്തിൽപ്പെട്ടതാണ്, ഒട്ടകവർഗത്തിൽപ്പെട്ടതാണ്. കാരണം ജിൻസ് പറയാൻ കഴിയൂല. ലില്ലഷിയായി, ഒരു ഏതെങ്കിലും ഷെയ്യിനോടുള്ള മുജാനസത്തോട് വസ്ഫ് പറയപ്പെടുന്നതല്ല. എന്ന മാന കൗലിന മാഹുവ, മാഹുവ എന്ന് പറഞ്ഞതിൻ്റെ മാന മിൻ അയ്യി ജിൻസിൻ ഹുവ എന്നതിൻ്റെ മാന, ഏത് ജിൻസിൽപ്പെട്ടതാണ് എന്നതിൻ്റെ മാന. വൽ മുജാനസത്തു, ഈ ജിൻസ് ഒക്കുമ്പോൾ അത് തൂജിബ് തമായുസാനിൽ മുജാനസാത്തി, ഏതൊന്നിനോടാണ് ജിൻസ് ഒത്തെങ്കിൽ അതുമായിട്ട് വേർതിരിയേണ്ടി വരുമല്ലോ.
ബി ഫുസൂലിൻ മുക്കവ്യത്തിൻ മന്തികീങ്ങളുടെ ആണോ പറഞ്ഞത്? മന്തികീങ്ങൾ ജിൻസും ഫസിലും പഠിച്ചില്ലേ? ഇൻസാൻ എന്താണ്? നൗ ആണ്. ഹയവാനും ഒക്കെ ജിൻസാണ് പറഞ്ഞില്ലേ? അപ്പോൾ ഇൻസാൻ എന്നറിയുന്ന സാധനത്തിനെ എന്ത് ചെയ്യണം? നാത്തിക്ക് എന്ന എന്തുകൊണ്ട് വേണം? ഒരു ഫസിൽ കൊണ്ട് എന്ത് ചെയ്യണം? മുക്കവീമത്തായ ഫസിൽ കൊണ്ട് എന്ത് ചെയ്യണം? വേർതിരിക്കണം. അപ്പോൾ ഈ ഇൻസാനിയത്തോണ്ട് ഇൻസാനെ നമ്മൾ നാത്തിക്കൊണ്ട് തിരിക്കുന്നു. ഹിമാറും നാഹിക്കൊക്കെ വല്ലേ ഓരോന്നിനും ഓരോന്നുണ്ടാവും. അപ്പോൾ മുക്കവീമത്തായ ഫസിൽ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? വേർതിരിക്കൽ നിർബന്ധമായി വരും. ഫെൽസമു തെർക്കീബൂൻ, അപ്പം തെർക്കീബ് നിർബന്ധമാവും. അല്ല മുത്തറക്കീബല്ല എന്ന് നമ്മൾ നേരത്തെ പറയുകയായിരുന്നു. അവലാമതിനെ വലാബിൽ കൈഫിയത്തി, കൈഫിയത്തോടും അള്ളാഹു വസ്ഫ് പറയാൻ പറ്റൂല. ഐമിനൽ ലൗനി വത്തുഇമി വറായത്തി വൽ ഹറാറത്തി വൽ ബുറൂദത്തി വറുതൂബത്തി വൽ യുബൂസത്തി വഗൈരി ദാലിക. ഈ കൈഫിയത്ത് കാരണം എന്തൊക്കെ? നിറം, രുചി, മണം, ചൂട്, തണുപ്പ്, നനഞ്ഞതാകുക, ഉണങ്ങിയതാകുക, ഈ ജാതി സംഗതികളൊക്കെ കന്നൊന്നും അള്ളാഹ്ക്കില്ല. അള്ളാൻ്റെ മണം എന്താണ്, അള്ളാൻ്റെ നിറം എന്താണ്, അതൊന്നും പറയാൻ കഴിയില്ല. മിമ്മാ ഹുവ മിൻ സിഫാത്തുൽ അജ്സാമി, അല്ലാത്ത എന്തിനാൽ ജിസ്മുകൾക്ക് പറയുന്ന വസ്ഫുകളാൽ. അതുപോലത്തെ തവാബിൽ മിസാജി വ തെർക്കീബീൻ, കൂട്ടുകളുടെയും തെർക്കീബുകളുടെയും പിന്നെ തവാബീൻ്റെ വസ്ഫുകളാലും. അതൊക്കെ ആർക്കേ ഉണ്ടാവുകയുള്ളൂ? പിന്നെ മഹവാദിസിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവുന്നതല്ല. കാരണം വേറൊന്നിനും ഉണ്ടായതല്ല, തെർക്കീബ് ചെയ്തുണ്ടാക്കിയതല്ല. അതുപോലെ തന്നെ മറ്റു കൂട്ടി വെള്ളം, മണ്ണ്, കാറ്റ്, തീ പോലെ സാധനങ്ങൾ മുത്തറക്കീബ് ഒന്നും അല്ല. അപ്പോൾ അതിനുണ്ടാവുന്നൊന്നും ആർക്കും ഉണ്ടാവില്ല. പിന്നെ കദീമായ അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. വലായത്തമക്കുന ഫി മക്കാനിൻ, ഒരു മക്കാനിൽ സ്ഥലം പിടിച്ചതും അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്ന തമക്കുന, ഇനി തമക്കുൻ എന്ന വാക്ക് തന്നെ ഇബാറത്തുന നുഫൂദി ബുഴുദിൻ ഫി ബുഴുദിൻ ആഖറാൻ, ഒരു ബുഴുദ് മറ്റൊരു ബുഴുദിൽ ഇറങ്ങാന്നതിൻ്റെ മാന. ഒരു ബുഴുദിൽ ഒരു ബുഴുദ് ഇങ്ങനെ നിങ്ങൾ വിരിയാങ്ങൾ ഒരു ബുഴുദിനെ വേറെ ബുഴുദ് ഇങ്ങനെ ആക്കണതിൻ്റെ പേരാണെന്ത്? തമക്കുന് പറഞ്ഞാൽ ഒരു ബുഴുദ് വേറെ ബുഴുദിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണതിൻ്റെ പേരാണെന്ത്? തമക്കുന് അറിയാം. പിന്നെ അത് ഈ ബുഴുദിനാഖറ മുതവഹമും ആകാം മുതഹഖഖും ആകാം. ഇത് ഉള്ളതും ആകാം ഇല്ലാത്തതും ആകാം. രണ്ട് കൗലാണത്. ഇത് ശരിക്കും മക്കാൻ എന്ന സാധനം ഉണ്ടോ ഇല്ലേ? ഈ മക്കാൻ എന്ന സാധനമാണ് ഉണ്ടോ ഇല്ലേ? ഇത് മുതവഹമായ സാധനമാണോ അല്ല ശരിക്കും ഉള്ളതാണോ? യുസമ്മു എങ്ങനെ യുസമ്മൂനഹോ, അതിലേക്ക് ജനങ്ങൾ പേര് പറയുമ്പോൾ മക്കാൻ എന്ന് പേര് പറയുന്ന ഒരു ബൗദിനാഖർ, ഒരു ബൗദിനാഖർ, ഒരു ബൗദിനാണ് നിൽക്കുക. ഇങ്ങേട്ടാ ഏതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുവോ ആ സാധനത്തെ പറയുന്നത് ആ നിൽക്കുന്ന ഏരിയ അല്ലേ, അതിന് നമ്മളെന്ത് പറയും? ഒരു മക്കാനൊരു പേരെന്ന് പറയുന്നത് അത്ര. അപ്പം ഈ ബുഴുദ് എന്നെന്താണ്? അതേ ഇബാറത്തന്നെ ഇംതിദാദിൻ ഖായിമിൻ ബിൽ ജിസ്മീൻ, ഒരു ജിസ്മിൽ നിൽക്കുന്ന ഒരു ഇംതിദാദ്, ഒരു ദൈർഘ്യം, ഒരു നീളക്കം. പിന്നെ ഔ ബിനഫ്സിഹി, അല്ലെങ്കിൽ ബിനഫ്സിഹി നിൽക്കുന്ന ഒരു ഇംതിദാദ്, അതിൻ്റെ പേരാണെന്ത്? ബുഴുദ്. നമുക്ക് ബുഴുദ് എന്താ തീരണ്ടേ? ബുഴുദിനുള്ളിൽ കാലാണ്. ഈ ബുഴുദ് എന്താ തീരണ്ടേ? ബുഴുദ് തന്നെ ഇംതിദാദ്. പിന്നെ അതൊരു ജിസ്മിൻ്റെ ഉള്ളിലാണ് ഈ കാരം, അല്ലെങ്കിൽ നിൽക്കുന്നത് ബിനഫ്സിഹി ആണ് ഈ കാരം. ഇതിൽ കാര്യം യൂജൂദിൽ ഹലായി, ഈ ഹലായി എന്ന് പറഞ്ഞ സാധനം, ഖാലി എന്ന സാധനം ഉണ്ടോ ഇല്ലേ? ഈ ഖാലി നമ്മൾ പറയില്ല, ഖാലിയാണ് അറിയില്ലേ, ഖാലിദീഹിൻ എന്നൊക്കെ പറയും. ഈ ഖാലി എന്ന സാധനം ശരിക്കും ഉണ്ടതോ അല്ലതാണോ, മുതവഹമാണോ, ഉള്ളതാണോ ഇല്ലാത്താണോ? അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് പറയേണ്ടതുള്ളൂ. ഏതെങ്കിലും എങ്ങനെ മാന വെച്ചാലും അല്ലാഹു തആല മുനസ്സഹുൻ, അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. അനിൽ ഇംതിദാദി, ഈ നമ്മളീ പറഞ്ഞ ഇംതിദാദിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ്. ഒരു മിഖ്ദാറിനെ തൊട്ടും, 1 മീറ്റർ നീളം, 1/2 മീറ്റർ വീതിയുള്ള ആ ഇംതിദാദും മിഖ്ദാറും അള്ളാഹ്ക്കില്ല. കാരണം ഇസ്തിസാമിഹിയ തജസിയ, അതൊക്കെ എന്തുണ്ടാക്കി തീർക്കും? തജസിനെ ഉണ്ടാക്കി തീർക്കും. പിന്നെ ഫൈൻകീൽ, അപ്പം ഈ ചോദ്യം ഉണ്ട്. എന്താണ് ആ ചോദ്യം? അൽ ജൗഹറുൽ ഫർദു, ജൗഹറും ഫർദ് കേട്ടോ. ഒരു ചോദ്യത്തിനുള്ളൂ. ആര്യം നമുക്ക് ഇങ്ങനെ ഒരു ഊഹിക്കപ്പെടാന്നൊരു ചോദ്യത്തിനുള്ളൂ പറയാം. ഒരു ഫർദും ജൗഹർ നമ്മൾ പറഞ്ഞ അംഗീകരിച്ച സംഗതി ഉണ്ടല്ലോ, യുസുല്ലാത്ത സാധനം ഉണ്ട്. ഏതായാലും ആ ഫർദും ജൗഹർ മുത്തഹയ്യിസുൻ, അതിന് തഹയ്യുസ് ഉണ്ടല്ലോ. ഈ ഫർദ് ജൗഹർ എന്ന് പറഞ്ഞ സാധനത്തിന് അവിഭാജ്യമേ പറഞ്ഞിട്ടുള്ളൂ, എന്നാലും അതിന് തഹയ്യുസ് അതിനും ഉണ്ടാവും. വലാ ബുഴുദ ഫീഹി, അതിൽ ബുഴുദില്ലല്ലോ. ജുസുല്ലാത്ത തന്നെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? തമക്കുന് എന്ന് പറഞ്ഞാൽ ബുഴുദിൽ നിൽക്കുന്നതിൻ്റെ പേരാണെന്ത്? തമക്കുൻ.
ഈ ജുസില്ലാത്ത സാധനത്തിന് ബുഴുത് തന്നെ ഇല്ല. കാരണം ആ സാധനത്തിന് അവിഭാജ്യമാണല്ലോ. അപ്പം ബുഴുതിനുള്ളിലേക്ക് കയറണമെങ്കിൽ കുറച്ച് നിങ്ങളും ഇംതിദാദൊക്കെ വേണ്ടേ. അപ്പം ഇംതിദാദിന് സാധനം ഇതിനില്ല, ജുസില്ലാത്തതൊക്കെ ആ പിന്നെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിലോ ലക്കാന മുത്തജസിയൻ, പിന്നെ ഇതാവില്ല, മുത്തജസി ആവില്ലല്ലോ. ജുസില്ലാത്ത ജസാന്ന് നമ്മൾ പറഞ്ഞ സാധനത്തിന് മുത്തഹയ്യിസാണല്ലോ. പിന്നെ കൊല്ല അതിന് മറുപടി അൽ മുത്തമക്കീനു, അതിന് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ലായതമക്കനു ഫി മക്കാനിക്ക നമ്മൾ തെളിവ് പറഞ്ഞ കേട്ടോ. ഈ മുത്തമക്കീന് പറഞ്ഞ സാധനം അഹസ്സു മിനൽ മുത്തഹയ്യിസ്, മുത്തഹയ്യിസിനേക്കുള്ള അഹസ്സാണ്. മുത്തഹയ്യിസ് ആമാണ്. മക്കാനുള്ളോ ഇല്ലാത്തോ ഉണ്ടാവും അതിൽ. തഹയ്യുസ് എന്ന സാധനത്തിന് എന്തില്ലാവും, മുത്തമക്കീന് തന്നെ നമ്മൾ ബുഴുതിനാകുമ്പോഴേ എന്താവുള്ളൂ, മുത്തമക്കീന് കാര്യമുള്ളൂ. അത് ഹാസാണ്. ഈ ബുഴുതില്ലാത്ത സാധനമാണല്ലോ ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ഫർദ് ജോഹർ, അതിന് ഒരു സ്ഥലത്ത് നിൽക്കുമല്ലോ, അതിന് തഹയ്യുസ് ഉണ്ട്. അപ്പോൾ മുത്തഹയ്യിസിനേക്കുള്ള അഹസ്സാണ് ഇത് മുത്തമക്കീന് പറഞ്ഞത്. ആ ലിയന്നൽ ഹയ്യിസ, ഈ ഹയ്യിസ് പറഞ്ഞാൽ ഒരു ഫറാവുൽ മുതവഹമു എന്നർത്ഥമുള്ളൂ. കയ്യിന് ഊഹിക്കപ്പെടുന്ന ഒരു ഫറാഹ് അല്ലതി യശ്ഗലുഹു ഷൈഉൻ മുംതദ്ദുൻ ഔ ഗൈറു മുംതദ്ദീൻ, ഇംതിദാദ് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏത് സാധനം ഷോലാക്കിയാലും മുതവഹമായ ഫറാഹിന് എന്ത് അറിയും, ഹയ്യിസ് അറിയും. അതേ സ്ഥലത്തിൽ മുംതദ്ദായ നീക്കിയെങ്കിൽ എന്തരുള്ളൂ, നമ്മളെന്ന് നേരത്തെ പറഞ്ഞ മാതിരി മുത്തമക്കീനെന്ന് പറയുള്ളൂ. അപ്പോൾ അത് ഹാസും ഇത് ഹാമുമാണ് പറഞ്ഞ ശരി. ഫമാദിക്കിറാമി മത്തിൽ നേരത്തെ പറയപ്പെട്ട ദലീലും, നേരത്തെ പറഞ്ഞ ദലീൽ ഏത്, ലന്നത്തമക്കൊന്ന് ഇബാദത്തിന് ഫൂതി പോയതും വി പോയതിന്ന ഓരോ പോയത് കാരണം ഇബാദ് ഈ പറഞ്ഞ ദലീലൊക്കെ എന്തിനാണ് അറിയോ, അല അദമി തമക്കുനി ഫിൽ മക്കാനി, മത്തില് മക്കാനിൽ മുത്തമക്കീനാവൂലാന്ന് മത്തിൽ മുസ്ലിം പറഞ്ഞ ദലീൽ ആ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം നമ്മളെ പറഞ്ഞതിനെതിരല്ല. ഇപ്പം നിങ്ങളെന്താ ചോദിച്ചത്, ജൗഹറും ഫർദർ മുത്തഹയ്യിസാണോ, അതിന് പോയതില്ലല്ലോ എന്നാ ചോദിച്ചത്. അതിങ്ങനെ ചോദിച്ചോളി. പക്ഷെ നമ്മൾ പറഞ്ഞ മറുപടി അതിനല്ല. ശരിക്ക് നിങ്ങൾ ഈ പറഞ്ഞ മറുപടി അല്ല അവിടെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ പോലെ ആത്തമക്കിന് ഈ മക്കാൻ എന്നുള്ളതിന് ദലീൽ അവിടെ പറഞ്ഞത് വമ്മദ് ദലീലു അലാമത് തഹയ്യുസി. അപ്പം ഞാൻ നന്നായിക്കോട്ടെ, നന്നായി. ഇതിന് ദലീലോ തഹയ്യുസ് ഇല്ല എന്നുള്ളതിന് അതിന് ദലീല് അത് അന്നഹു നിശ്ചയമാണ് കാര്യമല്ലോ. തഹയ്യസ, ഈ ഇത് മുത്തഹയ്യിസ് ആണെങ്കിൽ ഫ ഇമ്മാ ഫിൽ അസലി, ഒന്നുകിൽ അത് അസലേ ഹയ്യിസുള്ളതാണ് ഈ കാര്യം. അങ്ങനെയാണെങ്കിൽ വെൽസമുക്ക് ഇതമുൽ ഹയ്യിസി. അപ്പോൾ പിന്നെ ഈ ഈ ഈ മുത്തഹയ്യിസ് നിൽക്കുന്നതിന് ഹയ്യിസ് ഉണ്ടാവുമല്ലോ, അതും കദീമാവേണ്ടി വരും. ഫലാക്കൂന് മഹല്ലിൽ ഹവാദിസി, പിന്നെ ഹവാദിസിൻ്റെ മഹല്ലാകാൻ പറ്റൂലല്ലോ. വയലൻ അതിനും പുറമെ ഇമ്മ എവിടെ മാറിയോ, ഇമ്മ യുസാവിയൽ ഹയ്യിസ, ഒന്ന് ഹയ്യിസും മുത്തഹയ്യിസും തമ്മിൽ സമമാണ് ഈ കാരം ഒന്നുകിൽ, അല്ലെങ്കിലോ ഔ യങ്കുസ് അല്ലെങ്കിൽ ചെറുതാണ് ഈ കാരം. ഈ ഹയ്യിസ് ഇത്ര വലിപ്പമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മുത്തഹയ്യിസ് ഒന്നുകിൽ ചെറുത് അല്ലെങ്കിൽ അതിനോട് കണക്കാണ് ഈ കാരം. ഫേക്കൂന് മുത്തനാഹിയൻ, അങ്ങനെ ആകുമ്പോൾ ആ സാധനം തനാഹി ഉണ്ടാവും. ഔ യസീദ് അലി, അതിനേക്കാൾ ഏറും. 3 രൂപ ബുദ്ധി കോലപ്പെടുക, ഒന്നുകിൽ സമം അല്ലെങ്കിൽ കമ്മി അല്ലെങ്കിൽ ഏറെ. കമ്മിയായാലും പിന്നെ സമമായാലും അതിന് ഒരു അറ്റമാകലുണ്ടായി, അവസാനിക്കലുണ്ടായി. ഏറിയാലോ ബുദ്ധി കോലപ്പെടുന്ന 3ാമത്തെ പദമല്ല, ഫേക്കൂനു മുത്തജസിയൻ, അപ്പിന് മുത്തജസിയാവും. കാരണം ഇതിനേക്കാൾ വലുതാവുമ്പോൾ എന്താ, മുത്തജസിയാവും. ഫൈദാ ലം യകുൻ ഫി മക്കാനിൻ ലം യകുൻ ഫി ജിഹത്തിൻ ലാ ഉൽവിൻ വലാ സുഫരിൻ. ഫൈദാ ലം യകുൻ ഫി മക്കാനിൻ, ഇനി അതല്ല, ഇനി അതൊരു മക്കാനല്ല എന്ന് വെച്ചോളി. ലം യകുൻ ഫി ജിഹത്തിൻ, അതൊരു ജിഹത്തിലാവില്ല. ലാ ഉൽവിൻ വലാ സുഫരിൻ വലാ വൈരിഹിമ, മുകളിൽ അടിയിൽ അല്ലാത്തോർത്ത് തന്നെ ജിഹത്ത് അതിനുണ്ടാവില്ല. ലി അന്നഹുമ, കാരണം അവ രണ്ടു ഇമ്മ ഹുദൂദുൻ വ അത്റാഫുൻ ലിൽ അംകിനത്തി, ചില മക്കാനുകൾക്കുള്ള ഹദ്ദുകളും തുറഫുകളുമാണത്. ഔ നഫ്സുൽ അംകിനത്തി, അല്ലെങ്കിൽ അത് ആ മക്കാനുകൾ തന്നെയാണ്. ബേത്തിബാരി ഉറൂദിൽ ഇലാഫത്തി ഇലാ ഷൈഇൻ, ഒരു ഷൈയിലേക്ക് ചേർത്ത് നോക്കുക എന്നുള്ളത് ആരിലാണ് പരിഗണിച്ച് നോക്കുമ്പോൾ അതൊന്നുകിൽ മക്കാന് തന്നെയാണ്, അല്ലെങ്കിൽ മക്കാനിൻ്റെ തൊറഫോ അതല്ലെങ്കിൽ മക്കാനിൻ്റെ അങ്ങനെ ഹദ്ദോ രണ്ടാലെന്നോ ആണ്. ഇരിക്കണമെങ്കിൽ പറയാനോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യജിരി അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ നടക്കൂല സമാൻ നടക്കൂല. ലിഅന്ന സമാന ഇൻദന,
നമ്മുടെ അടുക്കൽ ഈ സമാൻ എന്ന് പറഞ്ഞ ഇബാറത്തുന്ന മുതജദ്ദിദിൻ യുഖദ്ദറു ബിഹി മുതജദ്ദിദുന്നാഹറു, അതൊരു പുതിയ സാധനമാണ്, അതുകൊണ്ട് മറ്റൊരു മുത്തജദ്ദിദിന് എന്ത് ചെയ്യും, കണക്കാക്കപ്പെടും. അങ്ങനത്തെ ഒരു എന്ത് മുത്തജദ്ദിദിനാണ് എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ പുതുങ്ങി 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 ഇങ്ങനെ നിൽക്കുക. അതിനൊരു കണക്ക് വേറെ പുതിയതുകൊണ്ട് പറയും ചെയ്യും. അതിനാണെന്ത് പറയുക, പിന്നെ സമാൻ എന്ന് പറയാം. വൈന്തൽ ഫലാസിഫത്തി, ഫലസഫക്കാരുടെ അടുക്കൽ വൈന്തൽ ഫലാസിഫത്തി, ഫൽസഫാരുടെ അടുക്കൽ ഈ സമാൻ പറഞ്ഞാൽ ഇബാറത്തുന്ന മിഖ്ദാരിൽ ഹറക്കത്തി, ഈ പിന്നെ ഫലക്കുണ്ടല്ലോ ഗോളം, അതിങ്ങനെ അനങ്ങുന്നതിൻ്റെ കതിറിനെ തൊട്ടാണ് എന്ത് പറയുന്നത്, സമയം എന്ന് പറയുന്നത് എന്നാണ്. ഇനിയിപ്പോൾ ഏത് മാന വെച്ചാലും അള്ളാഹു താല മുനസ്സഹുൻ ദാലിക്കാൻ, ഈ രണ്ട് സമാനെ തൊട്ടും അള്ളാഹ് മുനസ്സഹാണ്. വയലം അറിയണം അന്നമാ ദക്കറഹു, മുസന്നിഫ് ഈ പറഞ്ഞത് പിന്നെ തൻസീഹാദി കുറേ തൻസീഹാദ് പറഞ്ഞല്ലോ, അള്ളാഹു അതുമല്ല ഇതല്ല മറ്റല്ല, അതൊക്കെ ബാലുഹ യോനി അനി ബാലി, ബാലു ബാലത്തെ തൊട്ട് ആവശ്യം തീർക്കും. കാരണം ചിലത് പറഞ്ഞാൽ ചിലത് പറയേണ്ട ആവശ്യമല്ല. പലപ്പോഴും പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഅദൂദല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 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 മുതബഇല മഹദൂദല്ല, പിന്നെ പറഞ്ഞിട്ട് പിന്നെ ശേഷം പിന്നെയും പറയും മുത്തനാഹി അല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ പറഞ്ഞ തന്നെ പിന്നെയും പിന്നെയും പറയണോ എന്നൊരു തോന്നൽ വരും. അപ്പോൾ ബാദ് മാത്രം ആവശ്യം തീർക്കൂലേ, ആവശ്യം തീർക്കും. പക്ഷേ ഇല്ലാന്നഹു ഹാവല, എങ്കിലും മുസന്നിഫ് കരുതിയേക്കണ തഫ്സീല തൗലീഹ, വിവരിക്കലിനെയും വ്യക്തമാക്കലിനെയും ഫീദാലിക്ക, ഈ വിഷയത്തിൽ. എന്തിനാ അങ്ങനെ തിരിച്ചു പറഞ്ഞതിനറിയോ, കല്ലാൻ്റെ ഹക്കിൽ വാജിബീൻ, വാജിബ് സുബ്ഹാനഹു തആലാനോടുള്ളതായ ബാധ്യത വീട്ടിയവനാകാൻ വേണ്ടി ഏത് വിഷയത്തിലുള്ള വാക്ക്, ഈ ബാബി തൻസീഹി, അള്ളാഹിനെ പരമാവധി പരിശുദ്ധനാക്കുക എന്ന ബാബിലുള്ള ഹക്ക് വീട്ടാൻ വേണ്ടിങ്ങാണ്ട്. മാത്രമല്ല റദ്ദന്നൽ മുഷബ്ബിഹത്തി മുജസ്സിമത്തി, അള്ളാഹ്ക്ക് ഷിബ്ബുണ്ട് എന്ന് വാദിക്കുന്നവരും അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന് വാദിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് പേര് തന്നെ മുഷബ്ബിഹ മുജസ്സിമ എന്നൊക്കെയാണ്. അവരുടെ ടീമിൻ്റെ മേലിൽ റദ്ദ് ചെയ്യാൻ മാട്ടിങ്ങാണ്ടും. അപ്പോൾ സായിരി ഫിറക്കിൽ ലലാലി വത്തുകയാൻ, ദുർമാർഗത്തിൻ്റെയും വഴികേടിൻ്റെയും വിവിധ പാർട്ടികളുണ്ട്, ഓല മേലിലൊക്കെ റദ്ദ് ചെയ്യാൻ മാട്ടിങ്ങാണ്ടും. എന്തുകൊണ്ട് റദ്ദ് ചെയ്യാൻ, അബുലഹി വജിഹിം വാക്കതിഹീൻ, ത്വരീഖൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അബുലഹവും ഏറ്റവും ആക്കതുമായ ശൈലിയിൽ. ഫലം വിപാലി, അങ്ങനെ ആയപ്പോൾ പിന്നെ മുസന്നിഫ് മെയിൻറ്റ് ചെയ്തില്ല. എന്തിനെ പിന്നെ കിരീരിൽ അൽഫാദുൽ മുത്തറാദിഫത്തി, ഒരേ അർത്ഥമുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും പറയൽ പ്രശ്നമാക്കിയില്ല. അപ്പോൾ തൊസ്രീഹി ബിമാ ഒലിമ ബി തരീഖൽ ഇൽത്തിസാമി, ഇൽസാമി തരീഖ് അറിയപ്പെട്ടതിനെ വ്യക്തമാക്കി പറയലിനെയും മെയിൻറ്റ് ചെയ്തില്ല. കാരണം ഒന്നിനാൽ മറ്റേത് രാജ്യമാകും, ഇത് പറയലിനാൽ അത് രാജ്യമാകും. ശരി തന്നെയാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ജിസ്മല്ല എന്ന് പറഞ്ഞാൽ മറ്റത് കിട്ടും, അറളല്ല ജോഹറല്ല എന്ന് പറഞ്ഞാൽ തന്നെ മറ്റോരോന്നോരോന്നും കിട്ടും. അപ്പോൾ ഒന്നിനാ മറ്റേത് ലാസിമാണെങ്കിൽ തന്നെയും അതൊക്കെ തുറന്ന് പറയാമെന്ന് വിചാരിച്ചോടുകൂടി മറ്റൊക്കെയാണ് മാണ്ടാക്കി, പ്രശ്നമല്ല എന്ന് വെച്ചു. ഇനിയൊരു വിഷയം പറഞ്ഞാൽ എന്താ അറിയോ, അവിടെ മശായിഖ്മാർ പറഞ്ഞു ഒന്നുകൊണ്ട് ഞമ്മക്ക് മനസ്സിലായതുകൊണ്ട് രണ്ടും നോക്കാം നമുക്ക്. സുമ്മ ഇന്ന മബുന തൻസീഹി, ഈ അമ്മാ ദുഃഖിറത്ത് മേൽ പറയപ്പെട്ടതിനെ തൊട്ടുള്ള ഈ തൻസീഹി ചെയ്യുന്ന അഷിയാവൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മബുന, മേൽ പറയപ്പെട്ട അഷിയാവ് ഉണ്ടല്ലോ, അതിനെ തൊട്ടൊക്കെ തൻസീഹിൻ്റെ മബുന എന്തിൻ്റെ മേലാണ്, അല അന്നഹ തുനാഫി ഉജൂബൽ ഉജൂദി, അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബുൽ വജൂദാകുക എന്നതിനോട് എതിരാണ് എന്നുള്ള പോയിൻറ്റുമ്പോൾ പിടിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ അല്ല 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 എന്നിങ്ങനെ പറയണമൊക്കെ, അതൊക്കെ ഇതിനെതിരാണ്. ഒരു വാജിബുൽ വജൂദാകുമ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല, അതിനോട് എതിരാണ്, അതിനാൽ അത് ആക്കുന്നില്ല, മറ്റേ അസമല്ല മക്കല്ല എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ലിമാ ഫിഹ, കാരണം അവകളിൽ സ്ഥിരമായതിന് വേണ്ടി, ആയതിനാൽ മിൻ ഷാഹിബത്തിൽ ഹുദൂസി, ഹാദിസാവുകൻ്റെ കലർപ്പിനാലും വല്ല ഇംഖാനി മുംകിനാകലെ കലർപ്പിനാലും, ആ കലർപ്പ് തന്നെ നമുക്ക് പാടില്ല, നമുക്ക് ആ വിഭാഗത്ത് തന്നെ പോകാൻ പാടില്ല. ഹുദൂസ് ഇംഖാൻ്റെ അലാമാഷറിനായിലേഹി, അതൊക്കെ നമ്മൾ അവിടെ തന്നെ ഇഷാർത്താക്കി ചെയ്തത്. ഇങ്ങനെ ഈ ഒരു പോയിൻറ്റുമ്പോൾ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തൻസീഹാത്തൊക്കെ കണ്ടെത്തിയത്. എന്നാൽ ലാ അലാമ ദഹബയിലേഹിൽ മഷായിഖു, മുൻകഴിഞ്ഞു പോയ ചില മഹാന്മാർ പറഞ്ഞതുപോലെ അല്ല, പറഞ്ഞതിന് മേൽ കൊടുത്തിട്ടല്ല. ഓര് പറഞ്ഞ ചില പ്രശ്നമുണ്ട്, ശേഷം പറയില്ല എന്നാ തമസുങ്ങാത്തും ലൈഫത്തും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു ദുർബലമായ പിടിച്ചിക്കലാണ്, തോനെ പിടിച്ചിക്കാൻ കഴിയൂല. അതൊക്കെ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ തോഹിനും അക്കായത് താലിബീന, വിദ്യാർത്ഥികളുടെ അക്കത്തിനൊക്കെ ദുർബലമാക്കുന്നു. ഇൻഷാ അല്ലാഹ് 5-6 വരി കഴിഞ്ഞിട്ട് ഇനി വരുന്നുണ്ട്. ഞാൻ റെഡി, നമുക്ക് പറയാം എന്താണ് ഈ മശായിഖന്മാർ പിടിച്ചിക്കുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. മിൻ അന്ന മാനൽ അറളി, നിശ്ചയമായിട്ട് അറള്, നമ്മളിപ്പോൾ അറളല്ല ജോഹറല്ല എന്നൊക്കെ പറഞ്ഞു, അവിടുത്തെ അറള് തന്നെ ഇവർ മാന മാറ്റി വെക്കുക. ഈ അസ്ബിൽ ലോത്ത് പ്രകാരമുള്ള അറള് എന്നതിനർത്ഥം വക്കാവും തന്നെ താൽക്കാലിക എന്നർത്ഥം. അറള് പറഞ്ഞാൽ താൽക്കാലിക എന്നർത്ഥം, സാങ്കേതിക എന്നർത്ഥം.
ബിലാ അയർലി എന്ന് അറിയില്ല നമ്മൾ, താൽക്കാലിക വർഷമുള്ള അതൊക്കെ ഇവർ മാനക്കണം. മശൈഖന്മാർ ഈ മറ്റോലെ മുമ്പിൽ ഫൽസഫക്കാരുടെ മുമ്പിൽ കഴിച്ചിലാക്കാൻ വേണ്ടി പറഞ്ഞതും ഈ അള്ളാഹു നിഷേധിക്കുന്നതായ മുങ്കിരീങ്ങളുടെ മുമ്പിലും ജയിക്കാൻ വേണ്ടി പറയാണ്. അറുളും ജൗഹറും അല്ല, അറള് തന്നെ എന്താണ്, അത് താൽക്കാലികം. ഇങ്ങോട്ടോ അവതരോ മാന ജൗഹർ, ജൗഹർ അല്ല, അല്ല ജൗഹറല്ല. ജൗഹറല്ലാതെ കാരണം ജൗഹറിൻ്റെ മാനമായ തറക്കുമീനു വൈറുഹു. ജൗഹർ എന്ന് പറഞ്ഞാൽ അതിനാൽ മറ്റൊന്നുണ്ടായിത്തീരും, അങ്ങനത്തെ ഒന്ന്. ജിസ്മ് പറഞ്ഞാലോ അങ്ങനെ ജിസ്മിമായ തിറക്ക് പോവുമീനോ അരിഹി, മറ്റൊന്നിനാൽ ഉണ്ടായിത്തീരുന്നത് ജിസ്മ്, ഇതുകൊണ്ട് ഉണ്ടാകുകയാണെങ്കിൽ ജൗഹർ. ഇങ്ങനെയൊക്കെ ജിസ്മല്ല, ജിസ്മ് ജൗഹറൊക്കെ മാനിക്കും. ഇങ്ങോട്ട് അതല്ല എന്ന് അറിയാം. ഇങ്ങോട്ട് അതിന് ദലീലും പറയാം, ദലീൽ കൗരിയും അതിൻ്റെ ദലീലിൻ്റെ ജിസ്മ് എന്നതിന് മാന മാത്രക്ക് പോകാൻ അരിഹിനാണെന്ന് തരുന്നത്. ദലീൽ കൗരിക്കും മാതാ അജിസോമിന് താരിക്ക, രണ്ട് കുട്ടികളെ കാട്ടിയിരുന്ന ഈ കുട്ടീനേക്കാൾ തടി കൂടുതലുണ്ടെന്ന് അജിസോമിന് താക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മേത്ത് കുറച്ച് സാധനം കൂടുതലുണ്ടെന്ന് അർത്ഥം. പന്നൽ വാജിബ ലവ് തറക്കബ ഫാജിദാഹു. എന്നിട്ട് പറയണേ ഇപ്പോൾ വാജിബ് സുബാൻ പോലും പറയണതൊക്കെ മഷായിഖന്മാർ പറയാം. വാജിബ് സുബാനവത്താര ലവ് തറക്കബ അല്ല മറ്റൊന്നിനുണ്ടായി തീർന്നാണ് എങ്കിൽ ഏത് ഈ അതോ പിന്നെ മറ്റൊന്നുണ്ടായി തീരുന്നതാണല്ലോ ഇപ്പം എന്ത് ജിസ്മു പിന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാജിസാഹു, അപ്പോൾ ആ ജിസ്മിൻ്റെ ജുസുക്കൾ ഇമാൻ തത്തസിഫ ബിസിഫാത്തിൽ കമാലി, കമാല് സിഫത്തോട് മുത്തസിഫാണ് ഈ കാരം. കമാല് സിഫത്ത് നഫ്സിൻ്റെ സിഫത്തുണ്ട്, സിഫത്തുണ്ടല്ലോ. കമാല് സിഫത്തോട് മുത്തസിഫാണെങ്കിൽ ഇപ്പോൾ എൽസമു താരിദുൽ വാജിബിയാവും, വാജിബ് താരിദാവും. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഖാദിറാണ്, അതുപോലെ തന്നെ അതിൽ ജുസുവും ഖാദിറാണ് എന്നാവും. ഔല അല്ലെങ്കിൽ അല്ല എന്തേ കാരം കമാലിന് സുഖം മുത്തസിഫ് അല്ല ഈ കാരം. അങ്ങനെ എൽസമുൻ നഖ്സു വൽ ഉറൂഫ്. അപ്പോൾ പിന്നെ ഈ പിന്നെ വാജിബത്ത് ഉണ്ടാകാൻ ആവശ്യമായിരിക്കുന്ന ജിസ്മുകളുണ്ടല്ലോ, അതിൻ്റെ ജുസുക്കളുണ്ടല്ലോ, ആ ഭാഗങ്ങൾ അതിന് നഖ്സും ഉറൂഫ്. വൈലൻ വൈൻ്റെ പുറമെ ഇമ്മായക്കൂനാര ജമീ ഇസുവരി വൽ അഷ്കാലുൽ കൈഫിയത്തി വൽ മഖാദീരി. വാജിബ് സുബ്ഹാനഹു ഉണ്ടായത് ഈ പിന്നെ ഇതിൻ്റെ എല്ലാ സൂറത്തിലും എല്ലാ ഷക്കിലും എല്ലാ കൈഫിയത്തിലും എല്ലാ മിഖ്താറിലും കൂടിയാണ്. അങ്ങനെയാണ് ഈ കാര്യം. അങ്ങനെ വലിസം ഇജ്തിമാഉൽ അത് ഇത് സമ്മേളിക്കൂലേ. അതിൻ്റെയും എന്താ രാവിൻ്റെയും സൂറത്തുണ്ട്, പകലിൻ്റെയും സൂറത്തുണ്ട് എന്നാവും. അർളിൻ്റെയും സൂറത്തുണ്ട്, സമാവിൻ്റെയും സൂറത്തുണ്ട് എന്നൊക്കെ ഇതിൽ ഇജ്തിമാ ഉണ്ടാവും. ഔവല ബാലി ഹാഞ്ഞ് ബാലിൻ്റെ മേലിലാണെങ്കിലോ വയ്യ മുസ്തവിയത്തുൽ അക്കദാമി, അത് പിന്നെ കാൽവെപ്പ് സമാണ് ഈ കാരം. അക്കദാഹ് എന്നുള്ള വാക്കാണ് അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിൽ സമാകുക ഈ ഇഫാദത്തിൽ മദ്ഹി വൻ നഫ്സി, മദ്ഹിൻ നഫ്സി വാദിപ്പിക്കുന്നതിൽ മുസ്തവിയാണ് ഈ കാരം. അതുപോലെ തന്നെ ഒഫി അദിബി ദലാലത്തിൽ മുഹദസാത്തി അലൈഹി, മുഹദസാത്തൊക്കെ ആ വജുസാത്തുകൾ അറിയിക്കാതിരിക്കും എന്നതിലും മുസ്തവിയാണ് ഈ കാരം. ഫെഫ്തക്കുറിയില മുഹസ്സിൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു തഫ്സീസ് ചെയ്യാൻ വേറെ മൂന്നാമതൊരാൾ വേണ്ടി വരും. വെതുഹുൽ തെഹത്ത കുതിരത്തിൽ വൈരി, അപ്പോൾ ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വൈറ് മറ്റൊരാളുടെ കുതിരത്തിൽ കീഴിലാവും. ഫേക്കൂന് ഹാദിസാണ്, അപ്പോൾ അള്ളാഹ് ഹാദിസാന്ന് വരും. ബിഹിലാവിൽ മിസിലിൽ ഇൽമിയൽ കുതിരത്തില്ല, ഇൽമി കുതിരത്ത് പോലെ തന്നെ എനിക്ക് മാറും. ഇന്ന സിഫാത്തും സിഫാത്ത് കമാല്, കമാലിൻ്റെ സിഫത്താണ് തദുല്ലാലൽ പിന്നെ തദുൽ മുഹദസാത്തു അല സുബൂത്തിഹ. അത്തരം ഔസാഫുകൾ ഉണ്ട് സ്ഥാപിത്താണെന്നതിൻ്റെ മേലിൽ ഈ കാരണം മുഹദസാത്തൊക്കെ അറിയിക്കും. അൽദാദുഹ സിഫാത്തു നുക്സാൻ, ഇതിൻ്റെ വിപരീതമാവുന്ന ജഹില് അജ്സ് എന്നൊക്കെ നുക്സാൻ്റെ സിഫത്തുകളാണ്. ലാ ദലാലത്ത് അല സുബൂത്തിഹ, അതിൻ്റെ സുബൂത്തിന് മേലിൽ ദലാലത്തുമില്ല. ഇങ്ങനെയൊക്കെ ഷെയ്ഖന്മാർ പറഞ്ഞുകാണ്ട് എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ഈ അള്ളാഹിൻ്റെ തൻസീഹാത്തിനെ റെഡിയാക്കാറുണ്ട്. എന്നാൽ അത് റെഡിയല്ല. കാനലി അന്നഹ തമസുക്കാത്തും ലൈഫത്തിന്, അതൊക്കെ ദുർബലമായ പിടിച്ചിക്കലാണ്. അതൊക്കെ തൽക്കാലമൊക്കെ വർണ്ണിപ്പിക്കാൻ കഴിയുള്ളൂ. ചില ആൾക്കാരുണ്ടല്ലോ വിദേഹത്താരെ എതിർക്കാൻ വേണ്ടിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഓരോന്നാണ് പറയും. അപ്പോൾ അതുകൊണ്ട് എന്തായും ഓൽക്ക് മറുപടി വരെ ഒന്നും കൂടി സുഖമാവും. ആ യാതി പരിപാടിയാണ് ഇതൊക്കെ. ഇതൊക്കെ ഇസ്ലാമിൻ്റെ അള്ളാഹു നിഷേധിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ ജാതി മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അർളല്ല ജൗഹറല്ല എന്നുള്ളതിന് ഈ ജാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓൽക്ക് ഒന്നും കൂടി നമ്മൾ മേക്കെട്ട് കയറാൻ കഴിയുള്ളൂ. തോഹിന് അക്കായത്ത് താലിബി മാത്രമല്ല. ഇതെന്താ പ്രശ്നം എന്നറിയോ, ഇത് നമ്മളെ മുത്താലിമീങ്ങളുടെ വിശ്വാസത്തിന് തന്നെ ദൗർബല്യം ഉണ്ടാക്കും. ഒത്തുവസ്യു മജാര തായിനീന, ഇതിന് കുറ്റം പറയാൻ നോക്കാൻ നടക്കുന്ന ആളുകൾക്ക്, നമ്മുടെ വാദങ്ങളൊക്കെ എവിടെയെങ്കിലും കുറ്റമുണ്ടോ കേടുണ്ടോ നോക്കാൻ നടക്കുന്ന ആളുകളുണ്ടല്ലോ തായിനീങ്ങൾ, അവർക്കുള്ളതായ പ്രവേശന സ്ഥലത്തിലേക്ക് വിശാലത കൊടുക്കുകയും ചെയ്യും. സാമ മിൻഹും, അവർ തെളിവാദിച്ചതിന് വേണ്ടി അന്ന തിൽക്കൽ മൊത്താലിബൽ ആലിയത്ത, ഈ ഉന്നതമാതായിരിക്കുന്ന ലക്ഷ്യങ്ങൾ മബിനിയത്തിൻ്റെ അംസാലി ആദി ശുഭത്തി അൽ വാഹിയത്തി, ഇത്ര ദുർബലമായ ഷുബുകളുടെ മിസിലുടെ മേലിൽ അടുക്കപ്പെട്ടതാണല്ലേ എന്ന് ഒരു വാദിക്കൂലേ. വാ ഇന്ന് നമ്മുടെ മുഖാലിഫീങ്ങളുടെ ഹുജ്ജത്ത് നോക്കാം നമുക്ക്.
കുറേ ഇവിടെ മുജസ്സിമത്തുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശുബുണ്ട്, മുഷബ്ബിഹത്തുകളൊക്കെ ഉണ്ടല്ലോ. ഓലൊക്കെ എന്താണ് പറയുന്ന ലക്ഷ്യങ്ങൾ നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹ്തജ്ജൽ മുഖാലിഫു. ഇസ്ലാമിൻ്റെ വാദങ്ങൾക്ക് എതിര് പറയുന്ന ആളുകളൊക്കെ ലക്ഷ്യം പിടിച്ചത് നമ്മളത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഓൽക്ക് പറയാനുള്ള ബിൻ നുസൂസി ലാഹിറ നസ്സുകൾ ഫിൽ ജിഹത്തിൻ്റെ കാര്യത്തിൽ. ജിഹത്തിൻ്റെ കാര്യങ്ങൾ യദുല്ലാഹി ഫൗക ഐദീഹിം, അതുപോലെ തന്നെ തഅർജുൽ മലായികത്തു വറൂഹു ഇലൈഹി, മലക്കൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അള്ളാഹ് മുകളിലാണ്, ഇങ്ങനെയൊക്കെ ജിഹത്ത് കണ്ടെത്തിയാൽ. അതുപോലെ തന്നെ വൽ ജിസ്മിയത്തും അങ്ങനെ തന്നെ. ഹലക്കല്ലാഹു ആദമ അല സൂറത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ അള്ളാഹിൻ്റെ സൂറത്തിൽ പടച്ചു. അവ സൂറത്തുണ്ട്. ഇങ്ങനെയൊക്കെ നസ്സല്ല ഒരിടത്ത്, നമ്മളെ മാതിരിയുള്ള ബുദ്ധിമുട്ടൊന്നും നോൽക്കില്ല. അതുപോലെ തന്നെ സൂറത്തി, അള്ളാഹ് സൂറത്തുണ്ട്. അതുപോലെ തന്നെ വൽ ജവാരിഹി, അതുപോലെ തന്നെ ഇതുണ്ട്, അവയവങ്ങളുണ്ട്, യമീനുല്ലാഹി എന്നൊക്കെ പറയില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ഞു പോൽക്ക് ലക്ഷ്യമുണ്ട്. എന്താണ്? ഒബി അന്ന കുല്ല മൗജൂദീന എന്ന് വായിച്ചെടുത്ത് കേട്ടോ, മൗജൂദൈനി എന്ന് വായിച്ചേക്കണ്ടേ. രണ്ട് മൗജൂദുകൾ പോലെ ന്യായാണത്. ഫുരിള അതെങ്ങാനും ഫർള ചെയ്യപ്പെട്ടാൽ ലാബുദ്ദായക്കൂന അഹദുഹുമാ മുത്തസിലൻ ബില്ലാഹിരി, ഒന്ന് മറ്റൊന്ന് മുത്തസിലേക്കാരോ, അല്ലെങ്കിലോ അവൻ മുത്തസിലെന്ന് പേരുണ്ട്. മാസൻ ലഹു, അതിനോട് തൊട്ടെഴുതിങ്ങോണ്ട് മുത്തസിലാണ് ഈ കാര്യം, അവൻ മുഫസിലൻ അനുഹു അല്ലെങ്കിൽ മറ്റു മുഫസിലൻ. രണ്ട് മൗജൂദ് തക്ദീർ ചെയ്താൽ ആ രണ്ട് മൗജൂദുകൾ തമ്മിൽ ഒന്നുകിൽ ഒട്ടിക്കൊണ്ട് അല്ലെങ്കിൽ വിട്ടുകൊണ്ട്, ഇങ്ങനെയല്ലേ ബുദ്ധി പോലെപ്പെടുള്ളൂ. ഇതൊക്കെ വരെ ന്യായമാട്ടോ, മുഖാലിഫികളെ ന്യായങ്ങളാണ്. അതിനൊന്നാലും മറുപടി നമുക്ക് പറയാം. മുബായിനം ബിൽ ജിഹത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടേ കാരകം. അതവിടെയാണെങ്കിൽ ഇപ്പുറത്ത്, അത് വലതാണെങ്കിൽ ഇത് അടുത്ത്, അത് മുകളിൽ ഇത് താഴെ, അങ്ങനെ ലോകമുള്ളൂ. അള്ളാഹു താല ലൈസ ഹാലൻ വല മഹല്ലൻ, ഹാലും അല്ല മഹല്ലും അല്ല, ലിലാലമി ആലമിക്കുള്ളതായിരിക്കുന്ന മഹല്ലും അല്ല. ഫയകൂനു ഉബായില ലിലാലമി, അപ്പോൾ ഈ ആലമല്ലാത്ത മറ്റൊന്നായിരിക്കും ഈ ജിഹത്തിൽ. ഫയതഹയ്യസു, അപ്പോൾ എന്ത് എന്ന് അള്ളാഹു തഹയ്യുസ് ഉണ്ട് എന്ന് വന്നു. ഫയകൂനു ജിസ്മൻ, അപ്പോൾ ജിസ്മാണ് എന്ന് വന്നു. ജിസ്മിൻ അല്ലെങ്കിൽ ജിസ്മിൻ്റെ ജുസ് ആണെന്ന് വന്നു. മുസവ്വറൻ, സൂറത്തുള്ളതാണെന്ന് വന്നു. മുത്തനാഹിയൻ, ഒരുപാട് പേര് അവസാനം ഉണ്ട് എന്നൊക്കെ വന്നു. അതിനൊക്കെ ജവാബ് അനുഭവം. ഈ പറഞ്ഞ മുഖാലിഫീങ്ങൾ പറഞ്ഞ നന്നായിട്ടുള്ള മറുപടി അന്നദാലിക വഹമുൻ മഹലുൻ, അതൊക്കെ ഒരു തനി തോന്നൽ പറച്ചിൽ മാത്രമാണ്. ഹുക്കുമുന്നല്ല വൈൽ മഹസൂസ് ബി അഹ്കാമിൽ മഹസൂസി, മഹസൂസിൻ്റെ ഹുക്കുമ് വൈർ മഹസൂസിന് വിധിക്കലാണ്. നിങ്ങൾ നമ്മളെ ഇപ്പം മഹസൂസാത്തേ കണ്ടിട്ടുള്ളൂ. നമ്മളേത് കണ്ടിന്? ആടിനെയും കോയിനെയും ജന്തുക്കളൊക്കെ നമ്മൾ കണ്ടിക്കണേ, അത് നമ്മളെ മഹസൂസ്. അതേമാതിരി ഇനിയും സങ്കല്പിച്ച് ഇതേ വിഷയം പോയി വൈർ മഹസൂസിനും കൊണ്ടുപോയിട്ട് അതങ്ങൾക്ക് ആകെ പറ്റിയ പാളി, അവിടെ പാളി നിങ്ങൾക്ക്. വല്ല അതില്ലത്തുൽ കത്തയ്യത്തു, കത്തയ്യായ ദലീലുകളൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ് സ്ഥാപിച്ച കത്തയ്യ ദലീലുകളൊക്കെ കായിമത്തുൻ, അതൊക്കെ റെഡിക്ക് നിലനിൽക്കുന്നുണ്ട്. തൻസീഹാത്തിൻ്റെ മേലിൽ. അള്ളാഹു സൂറത്തില്ല, ജമാനില്ല, മക്കാനില്ല, ഹയ്യത്തില്ല, പിന്നെ അറളല്ല, ജൗഹറല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ആ തൻസീഹാത്തിനൊക്കെ നമ്മൾ പറഞ്ഞ ദലീലൊക്കെ ഖത്ഇയ്യ ദലീലുകളാണ്. ഫയജിബുൻ യുഫവ്വള ഇൽമുൻ നുസൂസ്. അപ്പം ചോദ്യം, എന്നാൽ പിന്നെ യദുല്ലാഹി ഖുർആനിലില്ലേ, തഅറുജുൽ മലായികത്തു ഇലൈഹി ഖുർആനിലില്ലേ, മറ്റേ ഹദീസിൽ അങ്ങനല്ലേ, ഈ ആയത്തിൽ ഇങ്ങനെയില്ലേ? അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അതിൻ്റെയൊക്കെ ഇൽമിനെ ഏൽപ്പിക്കപ്പെടണം. ഇലല്ലാഹ്, അള്ളാഹിലേക്കാണ്ട് ഏൽപ്പിക്കപ്പെടണം. അള്ളാഹിൻ്റെ മാനം എന്താ വെച്ചാൽ അള്ളാഹു അലം, അള്ളാഹു അലം അല്ലെ ഫിലാമീം, അള്ളാഹു അലം ഖുറാദ് ബീദാലിക്കാറിഞ്ഞില്ലേ, അത് പറഞ്ഞ മാതിരി ചെയ്ത് വെക്കണം. യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറയുമ്പോൾ പറയണം അള്ളാഹു അലം ഖുറാദ് ബീദാലിക്കാൻ, അള്ളാഹിലേക്കാണ്ട് വിടണം. അലാമാഹു ദൗബു സഫ്, അതല്ലേ സ്വഹാബത്തടക്കമുള്ള സലഫു സ്വാലിഹീങ്ങളുടെ പതിവ് അതാണ്. അത്ര കാര്യം വന്നാൽ അപ്പം വേണ്ടാണ്ട് വിടും. ഖത്ഇയ്യ ഇതിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ ഇജ്മാഇനും മറ്റും എതിരായത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് റസൂലോട് പഠിപ്പിച്ച ഏതിൻ്റെ ഇവിടെ ഖത്ഇയ്യായ ദലീൽ മുഖേന നമ്മൾ പഠിക്കപ്പെട്ട ദീനുണ്ട് ഇവിടെ, അതിനെതിരെ എന്തിന് നസ്സല്ലാഹറ കാണുമ്പോൾ എന്ത് ചെയ്യും? അത് അള്ളാഹു ആയാലും. പിന്നെ ഈസാറല്ലി ത്വരീഖിൽ അസ്ലം, ഏറ്റവും രക്ഷപ്പെട്ടതായിരിക്കുന്ന വഴിയെ തിരഞ്ഞെടുത്തതിന് വേണ്ടിയാണ്. പിന്നെ ഔതു ഔവലു, ഔതു ഔവ എല്ലാന്ന് വായിച്ചു നോക്കിയാലും പറ്റൂലേ. ഈ ഫവ്വളമൊക്കെ അത്തഫാക്കിയാണ്ട് അല്ലേ, ഈ ഫവ്വലാന്ന് ഉള്ളമില്ലേ, അവിടേക്ക് അത്തഫാക്കി ഔതു ഔവല
അല്ലെങ്കിൽ ന്യായീകരിക്കപ്പെടുന്നണം ദവീലാത്ത് സ്വഹീഹത്തി, നല്ല ന്യായീകരണങ്ങൾ വെച്ചിങ്ങാണ്ട്. അലാ മഖ്താറഹുൽ മുതാഖിറൂന, മുതാഖിരീങ്ങൾ അങ്ങനെ ഇഖ്തിയാർ ചെയ്തത്. സലഫീങ്ങൾ ചെയ്തത് എങ്ങനെയാണ്? മുൻഗാമികൾ ചെയ്തത് എന്താണ്? അലല്ലാറിന് വിട്ടേക്കാണ്. പിൽക്കാലത്ത് വന്ന ഇമാമിങ്ങളുണ്ട്, ഓല് പിന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുതാഖിരീങ്ങളായ ആളുകൾ പിന്നെ അങ്ങനെ അലല്ലാറിന് വിട്ടേക്കല്ല, ഓലിനെ ന്യായീകരിച്ചു. സ്വഹീഹ ന്യായീകരണം കേട്ടോ, അല്ലാതെ ഈ ചപ്രവർച്ച് പറയും പോലെ പറഞ്ഞേക്കല്ല. എന്തിനാണ് ന്യായീകരിക്കപ്പെടുന്നത്? ദഫ്അല്ലി മതാഇനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ജാഹിലീങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്കുള്ളതായിരിക്കുന്ന ത്വഅനുകൾക്ക് തട്ടാൻ വേണ്ടിങ്ങാണ്ട്. നമ്മൾ പറയില്ലേ, അമേരിക്കൻ്റെ കൈയിൻ്റെ ഉള്ളിലാണ് ഇറാഖ് എന്നൊക്കെ പറയും. അങ്ങനെ പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറില്ലേ? അമേരിക്കക്ക് ഒരു കജ്ജുണ്ട് എന്നും കജ്ജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിന്നെ കുട്ടികൾ കയറിക്കാന്നൊന്നും ഇപ്പോൾ കേൾക്കണമെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഓല് പറഞ്ഞത് ആര് കേൾക്കും? മറ്റൊരു കേൾക്കും എന്നാ പറഞ്ഞതിൻ്റെ മാനാന്നാണ് ആ മനസ്സിലാവുമല്ലോ. എന്ന മാതിരി അള്ളാഹു ഏതതിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കുദറത്തിൻ്റെ കീഴിലാണ് മറ്റേത് എന്നാണ് ആ പറഞ്ഞത്. ദവീൽ ചെയ്യാൻ ആർക്ക് കഴിയും? അത് കേൾക്കുന്നവർക്ക്, മുതാഖിരീങ്ങൾക്ക് കഴിയും. പിന്നെ അല്ലാതെ അവിടെ അള്ളാഹ്ക്ക് കജ്ജുണ്ട് എന്നതിനെ മാന വെക്കരുത്. അമേരിക്കക്ക് കജ്ജില്ല എന്ന് ഇപ്പോൾ ആർക്കാ തിരിയാത്തത്? പിന്നെ അപ്പോൾ ജദ്ബല്ലി തൊബയിൽ കാസിരീൻ, കാസിരീങ്ങളെ പോയ ആളുകളുടെ ബുദ്ധിയെ വലിക്കാൻ വേണ്ടി കാണും. സുലൂക്കല്ലി സബീലിൽ അഹ്കം, നല്ല ദൃഢമായ വഴിയിൽ പ്രവേശിച്ചവരാകാൻ വേണ്ടി കാണും. മുതാഖിരീങ്ങളായ ആളുകൾ അതിനെന്ത് ചെയ്ത് അറിയോ? സ്വഹിയ തെവീലോട് തെവീൽ ചെയ്തു. ആ മുസലഫീങ്ങളായ ആളുകൾ എന്ത് ചെയ്തു? അതിൻ്റെ ഇൽമ അള്ളാഹുവിലേക്ക് തട്ടിവിട്ട് ചെയ്തു. എന്നല്ലാതെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ലാഹിർ പിടിച്ചു കാണാൻ അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്നോ അല്ലാഹ് ജിഹത്തുണ്ടോ എന്ന് പറയാൻ ആരും ചെയ്തിട്ടില്ല. ലോകത്ത് ഒരു മുഅ്മിനും തയ്യാറായിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യുഷ്ബിഹുഹു ഷൈഉൻ, അള്ളാഹുവിനോടൊരു ഷെയ്ഉം മുഷാബിഹല്ല. അതിനർത്ഥം അതില യുമാഥിലുഹൂന്ന, മുമാസലത്ത് ഉണ്ടാവില്ല. അപ്പം ഇഷ്ബാഹിന് മുമാസലത്ത് എന്ന് മാന വെക്കുകയാണ് ഇപ്പം നമ്മൾ. അമ്മായിദാവുരിതബിൽ മുമാസലത്തിൽ ഇത്തിഹാദ് ബിൽ ഹക്കീക്കത്തി, ഇപ്പം ഈ മുമാസലത്തിന് നമ്മൾ ഹക്കീക്കത്തിൽ വെക്കുക. ഇൻസാന് പവനാത്തിക്ക് എന്നൊക്കെയാണല്ലോ ഹക്കീക്കത്ത്. എന്നതുപോലുള്ള ഹക്കീക്കത്തിൽ വെക്കുക എന്നാണ് എങ്കിൽ, അപ്പം അള്ളാഹിൻ്റെ ഹക്കീക്കത്തിലൊത്തൊന്നും ഇല്ല എന്നുള്ള മനക്കാണെങ്കിൽ ഫലാഹിറോ, വളരെ ലാഹിറാൻ നഹുലൈസ കദാലിക, അള്ളാഹ് അങ്ങനെയല്ല എന്നുള്ളത്. അമ്മായിദാവുരീത ബിഹ, ഇനി ഉമാസലത്തോട് ഉദ്ദേശിക്കപ്പെട്ടാൽ കൗനു ഷൈഅൈനി ബി ഹൈസു, രണ്ട് ഷെയ്കളാകണം ഉദ്ദേശിക്കപ്പെട്ടാൽ ബി ഹൈസു യസുദ്ദു അഹദുഹുമ മസദ്ദല്ലാഹരി, രണ്ടിൽ നിന്നൊന്ന് മറ്റേൻ്റെ സ്ഥാനത്ത് കണ്ടടയ എന്ന അർത്ഥം വെക്കുകയാണെങ്കിൽ എന്ന സ്ഥിതിയിലാകുകയാണ്. ഐ യസുലുഹു കുല്ലുൻ ലിമാ യസുലുഹു ലഹുൽ ആഖറൂൻ, ഒന്ന് ഏതിന് ശരിയാവുമോ അതിന് മറ്റൊന്നും ശരിയാകും എന്ന മാനയാണ് ആ സ്ഥിതിയിലാകുക എന്നാണ് അതിൻ്റെ മാന. മുമാസലത്തിൻ്റെ മാന വെക്കുകയാണെങ്കിലും എന്താവില്ല, അള്ളാഹു മുഷാബിഹില്ല. എന്തുകൊണ്ട്? ഫലി അന്ന ഷെയ്അൻ മിനൽ മൗജൂദാത്തി, കാരണം മൗജൂദാത്തിൽ നിന്നൊരു ഷെയ്യും ലാ യസുദ്ദു മസദ്ദഹു, അള്ളാഹിൻ്റെ സ്ഥാനത്ത് കണ്ടടിയില്ലല്ലോ. ഈ ഷെയ്ഇൻ മിനൽ ഔസാഫി, ഔസാഫിൽ നിന്നൊരു ഷെയ്യിലും ഇന്ന ഔസാഫഹു, കാരണം വിഷം അള്ളാഹിൻ്റെ വസ്ഫുകളാവുന്ന എന്തൊക്കെയുണ്ട്? മിൽമ്, കുദ്റത്ത്, ഗൈറദാലിക്കൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അജല്ലു വായില, അജല്ലും വായിലയുമല്ലേ നമ്മളെ ഇൽമോടെ കിടക്കണ്, അള്ളാഹിൻ്റെ ഇൽമോടെ കിടക്കണ്. എന്തിനേക്കാൾ? മിമ്മാ ഫിൽ മഖ്ലൂഖാത്തി, മഖ്ലൂഖാത്തിലുള്ള ഇൽമു കുദ്റത്തോ ഗൈറദാലിക്കിനേക്കാൾ. ബിഹൈസുലാ മുനാസബത്ത ബൈനഹും, ബിഹൈസുലാ മുനാസബത്ത ബൈനഹുമാ, രണ്ടിനും മുനാസബത്തും ഇല്ലല്ലോ. കാലിബിലി വിദായ, വിദായിൽ പറഞ്ഞാൽ എന്താ അറിയോ? ഇന്നൽ ഇൽമ മിന്ന മൗജൂദുൻ വ അർളുൻ വ മുഹദത്തും വ ജായിസുൽ വുജൂദും വ മുതജ്ജിദും ഫീ കുല്ലി സമാൻ. നമ്മളാക്കലുള്ള ഇൽമു കാരണം ഇൽമന്താനങ്ങളത് അത് മൗജൂദാണ്, അറളാണ്. അറളും ജൗഹറും തന്നെ അറള്. ഇപ്പോൾ മുഹദസാണ്. ഇപ്പോൾ ജായിസുൽ വുജൂദാണ്. മുതജദ്ദിദും ഫീ കുല്ലി സമാനിൻ, എല്ലാ സമാനിലും മുതജദ്ദിദുമാണ്. ഫലൗ അസ്ബത്തിനൽ ഇൽമ സിഫത്തൻ ലില്ലാഹി, എന്നാൽ ഇൽമ് എന്ന സംഗതിനെ അള്ളാഹ് സിഫത്തായി നമ്മൾ സ്ഥാപിത്താക്കിയാലോ? ലകാന മൗജൂദൻ സിഫത്തൻ വ ഖദീമൻ വ വാജിബൽ വുജൂദി ദായിമൻ ഫിൽ മിനൽ അസ്ലിൽ അബദ്. അത് മൗജൂദാണ്, മൗജൂദാണ്, ഒരു സിഫത്താണ്, അള്ളല്ല. ഖദീമാണ്, വാജിബുൽ വുജൂദാണ്, അസൽ മുതൽ അബദ് വരെ ദായിമുമാണ്. അപ്പോൾ മഖ്ലൂഖാത്തിൻ്റെ ഇൽമ എന്താവില്ല, അള്ളാഹിൻ്റെ ഇൽമിനോട് ഒരു നിലക്കും മുവാസിലാവില്ല. ഹാദാ കലാമുഹു, ഇതാണ് മഹാന്റെ കലാം. ഫഖദ് സുരിഹ, നിശ്ചയമായിട്ട് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ജനൽ ഉമാസലത്ത ഇന്ദന, നിശ്ചയമാണ് നമ്മൾക്ക് ഉമാസലത്ത് പറഞ്ഞാൽ ഇന്നമാ തസ്ബത്ത് ബിൽ ഇഷ്തിറാഖി ഫി ജമീൽ ഔസാഫി,
ജമീഉൽ വസ്ലും എന്താ ഇസ്തിറാക്ക് ഉണ്ടാകുമ്പോഴേ എന്താവുള്ളൂ മാസലത്ത് എന്ന് പറയുള്ളൂ. ഹത്താഫി ഷെഫി വസ്ഫിൻ വാഹിദിൻ, ഒരു വസ്ഫിൽ മുഖ്തലിഫായ തന്നെ ഇന്റഫത്തിൽ മാസത്തിൽ ലാദിയായി. ഇനി അതിനെപ്പറ്റി ചർച്ച വരുന്നുണ്ട് കേട്ടോ. ഒരു ഷെയ് മറ്റേ ഷെയ്നോട് ഉമാത്തിലായി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഉമാത്തിലാവണം. ഇനി ഒന്നിന് വ്യത്യാസം വന്നാലും ഉമാത്തിൽ പറയാൻ പറ്റില്ല. എന്നാൽ ഷെയ്ഖ് അബൂമൊയ്ൻ എന്നവർ തഫ്സീറിൽ പറയുകയാണ്, ഇന്നാ നജിദു അഹ്ലൽ ലോകത്തി ലായം തനിയൂന, ലോകത്തിൻ്റെ അതിലാരും സമ്മതിക്കുന്നില്ല, മുടക്കുന്നില്ല എന്തിനെ പറയലിനെ തൊട്ട്. എന്നെ സെയ്ദ് മിസിലു അംറിൻ, സെയ്ദ് അംറിന് ഉമാസിലാന്ന് പറയും. ഫിഖിലും സെയ്ദിൻ്റെ അംറിന് മിസിലാന്ന് പറഞ്ഞാൽ ഇതാക്കാൻ ഇപ്പം എന്നോട് പറയാൻ പറ്റും. എപ്പം ഇതാക്കാൻ യുസാഫി ഫി, ആ ഫിഖിൽ മാത്രം സമായാൽ തന്നെ വിശുദ്ധ മസദ്ദഹു ഫി ദാലിക ഫാദിലക്കൽ ബാബി, ഈ ഫിഖിൻ്റെ ബാബിൽ അംബറിൻ്റെ സ്ഥാനത്തേക്ക് സെയ്ദിനെ പറ്റുമെന്ന അർത്ഥം. വൈങ്കാന ബൈനവും ആഹലഫത്തുമ്മിനും ഉജൂഹിൻ കസീറ, ചിലപ്പോൾ സെയ്ത് നീണ്ടിട്ടാണ് ഈ കാരം, അംബർ തന്നെ കുറിയതാണ് ഈ കാരം, ഓം വെളുത്തിട്ടുമ്പോൾ കറുത്തിട്ടൊക്കെയാണ് ഈ കാരം. അതിനൊന്നും പ്രശ്നമല്ല. ആ ഫിഖിൽ എന്തായാൽ മതി, രണ്ടാളും ഒരു സ്ഥാനത്ത് കണ്ടടഞ്ഞാൽ മതി. എന്നാൽ തന്നെ സെയ്ദ് അംബറിൻ്റെ മിസിലാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പം തന്നെ അഷരിയാക്കൾ പറഞ്ഞതോ ഒമായക്കൂല അഷരിയത്തു, അഷരികൾ പറഞ്ഞ ഒന്നാവുന്നു മിന്നന്നഹൂല മാസലത്ത ഇല്ലാബിൽ മുസാബാത്തി മിൻ ജമീലുജൂഹി, ജമീലുജൂഹിലൂടെ മുസാബാത്തുണ്ടെങ്കിൽ മാസലത്തുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതില്ലാത്ത കാലത്തോളം മാസം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഫാസിദുൻ, അത് ഫാസിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല അൽ ഹിന്ദത്തു ബിൽ ഹിന്ദത്തി മിസിലം ബി മിസിൽ, ഹിന്ദത്തിലേക്ക് വിൽക്കണമെങ്കിൽ മിസിലം ബി മിസിലാകണം എന്ന് പറയണല്ലോ. ഇവിടെ ആറാത നബിയുടെ ഉദ്ദേശത്തിൽ ഇസ്തിവാ അബിഹി ഫീൽ കൈലി, ഹിന്ദത്തിനോട് ആ അളത്തത്തിൽ മാത്ര സമാന വിഷയം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ലാഹുറു അല്ലാത്തതിലില്ലല്ലോ. ഹിന്ദഫാവത്തിൽ വസിനു, തൂക്കം വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. പാതത്തിൽ ഹബ്ബാത്തി, ധാന്യത്തിന് എണ്ണത്തിന് വ്യത്യാസം ഉണ്ടായ കുഴപ്പമില്ല. അപ്പോൾ സലാവത്തി ഒരു റഹാവത്തി, ടംബ്രാവുന്നതിലും ആർദ്രമാവുന്നതിലും വ്യത്യാസം ഒന്നുമില്ല. അതിനൊന്നും കുഴപ്പമില്ല. നബിതങ്ങൾ പറഞ്ഞത് അളത്തത്ത് സമാണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നിട്ട് മിസിലെന്ന് പറഞ്ഞില്ലേ. വല്ലാഹിറു നമുക്ക് മനസ്സിലാണ്ട് തന്നെ പോല മുഖാലഫത്ത, ഇതിപ്പം ലോവിയാക്കളും അശ്ശരിയാക്കളൊന്നും എതിരൊന്നുമില്ല. കാരണം അന്ന മുറാദിൽ അശ്ശരിയാക്കൾ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് മുസാവാത്ത് മീൻ ജമീ ഉജൂഹി ഭീമ വീൽ ഉമാസലാൻ, ഏത് വിഷയത്തിലാണ് അവജഷബെങ്കിൽ ആ വിഷയം ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ വജയിലും മുസാമാണെന്ന് നേരത്തുള്ളൂ. കൈലി മസല നമ്മൾ നേരത്തെ പറഞ്ഞ മിസാലിൽ കയ്യിൽ പോലെ, അപ്പോൾ കയ്യിൽ കറക്റ്റ് ആവണമെന്ന് അർത്ഥം. വല ഹാദ എംബകിയാൻ യുഹ്മല, ഇതിൻ്റെ മേലിൽ ചുമത്തപ്പെടല്ലേ എംബകിനോട് അലനു തലക്ക് കിട്ടോ, അല്ല യുഹ്മലിനോട് മുത്തലക്ക് എംബകിനോടല്ല. ഇതിൻ്റെ മേൽ ചുമത്തപ്പെടൽ അത്യാവശ്യമാണ്. കലാമുൽ ബിദായത്തി ആയുധൻ, ബിദായൻ്റെ നേരത്തെ കലാമിന്. പിന്നെ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഇസ്തിറാഖു ഷിബ്ഹൈ ഷൈഅൈനി ബി ജമീൽ ഔസാഫി സവാത്തുഹുമ, അത് ശരിയാവില്ലേ. ഇങ്ങനെ അമലി ഇതിൽ ശരിയാവില്ല. കാരണം രണ്ട് ഷെയ്കൾ തമ്മിൽ ജമീൽ ഔസാഫിൽ മുസ്തിരിക്കാകുക എന്ന് പറഞ്ഞത് മുസാവാത്തുഹുമാമിൻ ജമീൽ ഉജൂഹി, അതുപോലെ തന്നെ ജമീൽ ഉജൂഹിൽ മുസാവിയാകുക എന്ന് പറഞ്ഞതും യദ്ഫൗ തഅദ്ദുദ്, രണ്ട് സാധനം ഇല്ലല്ലോ, ആകെ ഒന്നും തന്നെ ഉണ്ടാവുള്ളൂ. തമാസ് കൊലപ്പെടുന്നെങ്കിൽ അത് രണ്ടെണ്ണം വേണ്ട, ആദ്യം അതിനൊന്നല്ലേ ഉണ്ടാവുള്ളൂ ആകെ. അപ്പോൾ ആവശ്യം കഴിഞ്ഞു. വലാ യഖ്റുജുഅൻ ഇൽമിഹി വഖുദ്റത്തിഹി ഷൈഇൻ, അല്ലാതെ ഇൽമത്തിൻ്റെ കുദ്റത്തിലുള്ള ഷെയ്യും പുറത്തല്ല. എന്നെ ജഹ്ലബിയുൽ ആദി വൽ അജ്സാനിൽ ബാദി നഖ്സുൻ, ഒരു ഷെയ് അള്ളാഹ്ക്ക് അറിയും മറ്റേ അറിയില്ല എന്നെ അറിയില്ല എന്ന് പറയലും, ഒന്നിന് കഴിയും ഒന്നിന് കഴിയില്ല അറിയില്ല നഖ്സുൻ, അത് നഖ്സല്ലേ. അഫ്തിക്കാറുനില മുഹസ്സിസിൻ്റെ ഒരു മുഹസ്സിസിലേക്ക് ആവശ്യമാണെന്ന് ആവൂലേ. ആനൻ നുസൂസൽ ഖതയ്യത്ത, ഖതയ്യ നസുകളൊക്കെ നാത്തികത്തിന് മൊഴിയുന്നതല്ലേ. ബി എന്തുകൊണ്ട് ഉമൂമിൽ ഇൽമിയ ഷുമൂലി കുതിരത്തി, അള്ളാൻ്റെ കുതിരത്ത് ഷാമിലാണെന്നും അള്ളാൻ്റെ ഇൽമ ഏമാന്നുള്ളതുകൊണ്ടും ഫഹുവ ബികുല്ലി ഷൈഇൻ അലീന്നും വലാകുല്ലി ഷൈഇൻ ഖദീറെന്നും ഒരുപാട് സ്ഥലത്ത് വന്നാലേ നസ്സായിട്ട് തന്നെ. ലാക്കമായ സുബുൽ ഫലാസിഫത്ത്, ഫൽസഫക്കാർ വാദിക്കും പോലെയല്ല. എന്താ ഫൽസഫക്കാർ വാദിക്കുന്നത്? അന്നഹു നിശ്ചയമായിട്ട് കാര്യം ലായാലും അള്ളാഹ് അറിയില്ല, അൽ ജുസിയാത്തിനൊന്നും അറിയില്ല, വല അഖ്ദുർ വല അക്സറ മിൻ വാഹിദിൻ, ഒന്നിനേക്കാൾ അക്സറിനെ അള്ള വഹിക്കൂല. പോലെ തന്നെ ദഹരിയത്ത് പറഞ്ഞെനിക്കും പോലെയല്ല. എന്തോ ഒരു വാദിച്ചു പിന്നെ അന്നഹു തആല ലായാലും ദാത്തുഹു, അള്ളാൻ്റെ ദാത്തിനെ അറിയില്ല. പിന്നെ അള്ളാമു വാദിക്കുന്നവനിക്കും പോലെയല്ല. എന്താ ഒരു വാദിക്കണം അന്നഹു ലാ യഖ്ദിറു അലാ ഹൽഖിൽ ജഹിലി വൽ കബീഹി, ജഹിലിന് പടക്കാനും കബീഹിനെ പടക്കാനും അള്ളാഹ്ക്ക് വഹിക്കൂലാന്നും. ഒരു ബൽഹി പറയും വാദിക്കും പോലെയും അല്ല. എന്ത് അന്നഹു ലാ യഖ്ദിറു അലാ മിഥിലി മഖ്ദൂരിൽ അബ്ദി, അടിമൻ്റെക്ക് മഖ്ദൂറിൻ്റെ മിഥിലിന് അള്ളാഹ്ക്ക് വഹിക്കൂല. അള്ളാഹ്ക്ക് വഹിക്കുന്നത് അള്ളാഹിനോട് ചോദിക്കുക, അടിമയ്ക്ക് വഹിക്കുന്നത് അടിമയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ള വാദം ഉണ്ടോൽക്ക്. അതുപോലെ തന്നെ മുഅ്തസിലാക്കളിൽ നിന്ന് സിംഹഭാഗവും വാദിക്കുന്നത് പോലെയും അല്ല. എന്താ ഒരു വാദിക്കാൻ അന്നഹു ലാ യഖ്ദിറു അലാ നഫ്സി മഖ്ദൂരിൽ അബ്ദി, അടിമക്ക് മഖ്ദൂറായ സംഗതിൻ്റെ നഫ്സിൻ്റെ മേലിൽ അള്ളാഹ്ക്ക് കുദ്റത്തില്ല എന്ന പോലെ വാദം. ഇപ്പോഴത്തെ വഹാബിയെ കൊണ്ട് ഏകദേശം ചില വാദമൊക്കെ